ഇറ്റ്സ് എ റീജുവനേറ്റിംഗ് മെഡിറ്റേഷൻ. നമ്മളുടെ ബോഡി പാർട്സിൽ എവിടെയെങ്കിലും നമുക്ക് അസ്വസ്ഥതകളോ അല്ലെങ്കിൽ നിങ്ങളുടെ വൈബ്രേഷൻ ഇൻക്രീസ് ചെയ്യണം, ബോഡി ഒന്ന് റീചാർജ് ചെയ്തെടുക്കണം, ഒന്ന് സെന്റർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദിസ് ഇസ് എ വെരി പ്രൊഫൗണ്ട് മെത്തേഡ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് വളരെ റെസ്റ്റ് ചെയ്ത ഒരു സ്റ്റേറ്റിൽ കിടന്നിട്ട് കംപ്ലീറ്റ് ബോഡീനെ സ്കാൻ ചെയ്ത് ഓരോ ബോഡി പാർട്സിലേക്കും ഫോക്കസ് കൊടുത്ത് അവിടെ ലൈറ്റ് വരുന്നതായിട്ടും റിജുവനേറ്റ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആക്ച്വലി ആ ബോഡിയെ ഹോണർ ചെയ്യും. ആ ഭാഗങ്ങളിൽ എന്തെങ്കിലും എനർജി സ്റ്റക്നെസ് ഉണ്ടെങ്കിൽ അതെല്ലാം ഈ ലൈറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ക്ലെൻസ് ചെയ്യുന്നതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, സോ കണ്ടിന്യൂസ്ലി ഇത് നിങ്ങളുടെ കംപ്ലീറ്റ് ബോഡി ആയിട്ട് ചെയ്യുന്നു. ദെൻ നമുക്ക് ചുറ്റും ഒരു ഊർജ്ജതലമുണ്ട്, ഒരു ഊർജ്ജ വലയമുണ്ട്. അവിടേക്കും ഈ ലൈറ്റ് നമ്മളിങ്ങനെ ഫീൽ ചെയ്യുന്ന സമയത്ത് നമുക്കുള്ളിലെ ഓറ ക്ലെൻസ് ചെയ്യാനും ഈ മെഡിറ്റേഷൻ സഹായിക്കും. So hope you all enjoyed this. Thank you so much for joining. Over to the next phase. ഹലോ എവരിവൺ, വെരി വാം ഗുഡ് മോർണിംഗ്. അപ്പോൾ അടിപൊളി മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുക എല്ലാവരും. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, ഫസ്റ്റ് വേറെ മാക്സിമം എന്ത് ചെയ്യുക, വീഡിയോ മോഡി വരാൻ നോക്കുക. അപ്പോൾ ഇന്ന് ഗൈഡഡ് ജേണി ഷെയർ ചെയ്യാൻ വന്നിട്ടുള്ളത് ഞാനാണ്. എൻ്റെ പേര് ഫാത്തിമത്ത് ഫായിസ, ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് സ്റ്റുഡൻ്റ് ആണ്. അതുപോലെ തന്നെ എഡിയൻ ടോക്സിലെ ബാച്ച് 12 ദുബായ് പ്രീമിയം ബാച്ചിലെ ട്രെയിനറും കൂടെയാണ്. ഇപ്പോൾ റീസെന്റ് ബാച്ചിൽ കംപ്ലീറ്റ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ജേണി പറയുന്ന സമയത്ത് ഇപ്പോൾ 1 ഇയറോളായി ഞാൻ ടീമിൽ ജോയിൻ ചെയ്തിട്ട്. ഈ ഒരു 1 ഇയറിൻ്റെ ഉള്ളിൽ എന്ത് ചേഞ്ച് ഉണ്ടായി എന്ന് പറയുന്നതിന് മുമ്പ് അതുവരെ ഞാൻ എന്തായിരുന്നു എന്നൊന്ന് നമുക്കൊന്ന് ചെറിയൊരു ജസ്റ്റ് നമ്മൾ ആ ഒരു പാസിലേക്ക് ഒന്ന് പോകുന്നത് നന്നായിരിക്കും. അങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ ചെറിയ ക്ലാസ് മുതൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ സ്റ്റഡീസിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ തന്നെ പഠിച്ചുകൊണ്ടിരുന്നതാണ്. ഒരു 10th ഒക്കെ പഠിക്കുന്ന 10th വരെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യത്തിന് വലിയ കുഴപ്പമില്ലാതെ നന്നായി പഠിക്കുമായിരുന്നു. പിന്നെ ഈ എല്ലാ ഗാങ്ങിന്റെ ഫ്രണ്ടിലുണ്ടാവും, പക്ഷെ എല്ലാ തല്ലിക്കുളിക്കും പിന്നീട് ഇങ്ങനെ ഒളിഞ്ഞു നിൽക്കൂല, ഇങ്ങനെ സൈലന്റ് ആയിട്ട് അധികം സംസാരിക്കാതെ പുറത്തോട്ടൊന്നും വരുണ്ടാവില്ല. നല്ല ഉള്ളിൽ ഇങ്ങനെ ഒരു സൈലന്റ് ആയിട്ടൊക്കെ നിൽക്കുന്ന ഒരു ടൈപ്പായിരുന്നു. പക്ഷെ ആ ഒരു ഗാങ് എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ എന്തായാലും മെയിൻ ആയിട്ട് ഉണ്ടാവും എന്നുള്ള ഒരു മോഡിലാണ് 10th വരെ ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. അതിലൊരു 8th സ്റ്റാൻഡേർഡ് ഒക്കെ പഠിക്കുന്ന സമയത്താണ് എനിക്ക് എന്താവണം എന്നിപ്പോ പറഞ്ഞാൽ ചില മക്കൾക്ക് ഉണ്ടാവും ഒരു ഡ്രീം ഉണ്ടാവും. ചെറിയ ക്ലാസ് മുതൽ തന്നെ ഇന്നതാവണം. നമ്മൾ ഓരോ ക്ലാസ്സിൽ നിന്ന് നമ്മളോട് ഓരോന്ന് ചോദിക്കുന്ന സമയത്ത് ടീച്ചേഴ്സൊക്കെ എന്താവാനാണ് ഇഷ്ടം എന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ പലർക്കും പ്രത്യേകിച്ച് ഡ്രീം ഉണ്ടാവില്ല. ഓരോ ക്ലാസ്സിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ ഓരോ ഡ്രീം ആയിരിക്കും പറയാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു 8th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ തന്നെ CA എന്നുള്ളൊരു ആ ഒരു പാഷൻ അതിൽ അത്ര തന്നെ ഉറച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് CA ആയേ പറ്റുള്ളൂ, ഇങ്ങനെ തന്നെ വന്നു. കാരണം ആ ടൈമിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ CA ഒന്നും അത്ര നമ്മൾ അറിഞ്ഞു വരുന്നില്ല. നമ്മുടെ നാട്ടിലാണെങ്കിലും വീട്ടിലാണെങ്കിലും അത് പറയുന്ന സമയത്ത് എല്ലാവരും അതങ്ങനെ കിട്ടാത്ത കോഴ്സ്, അത്ര പെട്ടെന്നൊന്നും ഒരാൾക്ക് നേടിയെടുക്കാൻ പറ്റാത്ത ഒരു കോഴ്സ് എന്നുള്ള മോഡിലൊക്കെയാണ് ആ ടൈമിൽ പറയുന്നുണ്ടായിരുന്നത്. എന്നാലും അത് ഞാൻ നേടിയെടുക്കും. അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ അത് നേടിയെടുക്കുന്നുള്ള ഒരു വാശി അന്ന് മുതലേ ഉള്ളിൽ കയറിയിട്ടുണ്ട്. പിന്നെ 10th ഒക്കെ എത്തി, 10th 7A+ ഒക്കെ ക്ലിയർ ചെയ്ത് പാസ്സായി വരുന്ന ആ ടൈമിൽ എന്ന് പറഞ്ഞാൽ പൊതുവെ എല്ലാവരും പറയുന്നത് സയൻസ് പഠിക്കണം എന്ന് വെച്ചാൽ കുറച്ച് A+ ഒക്കെ വാങ്ങി മാർക്ക് പഠിച്ചവർക്കുള്ളതാണ് സയൻസ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഒരു മോഡൽ. പക്ഷെ അന്നും എനിക്ക് CA പഠിക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ എനിക്ക് എന്തോ കൊമേഴ്സ് മാത്സിനോട് ഭയങ്കര ഇഷ്ടമായി. മാത്സ് അത്ര വലിയ ബുദ്ധിയായിട്ടൊന്നുമല്ല, പക്ഷെ 10th പഠിക്കുന്ന സമയത്ത് ലാസ്റ്റ് എക്സാം ആവുന്ന സമയത്താണ് മാത്സിനോട് ഒരു പ്രത്യേക ഇഷ്ടം വന്നിട്ട് കൊമേഴ്സ് മാത്സ് ചൂസ് ചെയ്ത്. അപ്പൊ +1 +2 പറയുന്ന സമയത്ത് പറഞ്ഞാൽ ഫ്രണ്ട്സ് ഒന്നുമില്ല, നമ്മൾ ഒരുമിച്ച് ഒരു ഗാങ് ഒക്കെ ഉണ്ടായിരുന്നു. ആ ഒരു ഗാങ് ഒന്നും ഇല്ലാതെ ഒറ്റക്കാണ് ഞാൻ കൊമേഴ്സ് മാത്സും തപ്പി നടന്നതല്ലേ. അങ്ങനെ എന്ത് ചെയ്ത് എൻ്റെ നാട് മലപ്പുറമാണ്. അവിടെ പൊന്നാനി ഗേൾസിൽ ഞാൻ ജോയിൻ ചെയ്ത്. അവിടെ ജോയിൻ ചെയ്ത് പിന്നീട് ഒരു 2 ഇയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം എന്ന് വെച്ചാൽ എല്ലാത്തിനും പേടിച്ച് നിന്നിരുന്ന ഒരാൾ എല്ലാത്തിനും മുന്നിൽ ഇറങ്ങാനൊക്കെ തുടങ്ങി. പക്ഷെ എന്നാൽ പോലും അവിടെ നമ്മളൊരു ക്ലോസ് സർക്കിൾ, ഒരു ക്ലോസ് ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെയാണ്. എന്നാൽ പോലും വല്ലാതെ അങ്ങനെ ഇറങ്ങി തിരിച്ച് സംസാരിക്കുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഒരു ഉള്ളിൽ നിന്നിട്ട് ഒരു ക്ലാസ് ലീഡർ ഒക്കെ തന്നെയായിരുന്നു.
+1 പഠിക്കുമ്പോൾ അവിടെ നമ്മള് ക്ലാസ്സിലൊക്കെ ഭയങ്കര അടിപൊളിയാക്കിയിട്ട് നടക്കും. പക്ഷെ +2 എത്തിയ സമയത്താണ് എല്ലാവർക്കും +1 ഞാൻ ലീഡർ ആക്കി ഇഷ്ടപ്പെട്ടു. അപ്പൊ +2 ഞാൻ തന്നെ ലീഡർ ആണെന്ന്. പക്ഷെ ഈ കേസിൽ ആർക്കും അങ്ങനെ അറിയില്ല. പക്ഷെ ഇവിടെ ഞാൻ റിവീൽ ചെയ്യാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ +2 എന്നെ തന്നെ ലീഡർ ആക്കണം, നമുക്ക് ഇലക്ഷൻ ഒന്നും വേണ്ട പറഞ്ഞ സമയത്ത് അവിടെ എൻ്റെ ഉള്ളിലുള്ള യഥാർത്ഥ പേടി അവിടെ നിന്ന് തിരിച്ചറിഞ്ഞു. എന്ന് വെച്ചാൽ +2 ക്ലാസ് ലീഡർ ആവണം എന്ന് പറയുന്ന സമയത്ത് എന്ത് ചെയ്യും, സ്കൂൾ ഇലക്ഷനിലേക്കും കൂടെ പോകും. അപ്പൊ നമുക്ക് എങ്ങാനും സ്കൂൾ ലീഡറിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ചുമ്മാ ഇരിക്കാനൊന്നും പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം, പെർഫോം ചെയ്യേണ്ടി വരും. ഓരോ സ്പെഷ്യൽ ഡേയ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ സ്പീച്ചും കാര്യങ്ങളും അങ്ങനെയൊക്കെ വരും. അപ്പൊ ആ ഒരു പേടിയുള്ളതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം അവിടെ ഡിഫെൻഡ് ചെയ്തിട്ട് നിന്നിട്ടുണ്ടെന്ന്. എങ്ങനെ പറഞ്ഞാലും എന്ത് ചെയ്യൂല, ക്ലാസ് ലീഡർ ആവാൻ ഞാൻ നിൽക്കൂല. കാരണം അങ്ങനെ ഓരോ റീസൺസ് ആണ്. അത് പറ്റൂല ഇത് പറ്റില്ല. ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞാൽ അത്രയും എന്റെ ബെസ്റ്റ് ഫ്രണ്ട് കണപ്പ, അവളൊക്കെ അങ്ങനെ പറയും, പശു നീ നോക്ക്, കാരണം എല്ലാരും പറഞ്ഞില്ല നമുക്ക് ഇലക്ഷനേ വേണ്ട നമ്മുടെ ക്ലാസ്സിൽ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന പോവില്ല, പഠിക്കാണ്ട് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ റീസൺസ് പറഞ്ഞിട്ട് അവരൊക്കെ ഒരു വഴക്കിടുമായിരുന്നു. അങ്ങനെ എന്ത് ചെയ്ത് അതിൽ നിന്ന് നൈസായിട്ട് എസ്കേപ്പ് അടിച്ചു. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്ത് ഒരു സ്ഥലത്ത് എസ്കേപ്പ് ചെയ്ത്, അത് എന്തുകൊണ്ടാ, പബ്ലിക്കലി ഒന്ന് അപ്പിയർ ചെയ്യാനുള്ള ഫിയർ ഉണ്ട്. എന്നാലും നമ്മൾ എന്ത് ചെയ്ത് ബാക്കി ഇങ്ങനെ ഉള്ളിലൊക്കെ കയറുന്ന എല്ലാ ടീച്ചേഴ്സിനൊക്കെ ആയിട്ട് അങ്ങനെ അടിപൊളിയായിട്ട് നടക്കും. ബാക്കി പഠിത്തവും കാര്യങ്ങളും എല്ലാം ആയിട്ട് ഒരു +2 കാലഘട്ടമൊക്കെ അങ്ങനെ കഴിഞ്ഞു പോയി. അപ്പൊ ഇവിടെ എന്തുണ്ട്, നമ്മുടെ ഉള്ളിൽ ഒരു ഡ്രീം ഉണ്ട്. അവിടെ എന്താരും എന്തെന്നെ പറയുമ്പോഴും, ഇപ്പൊ നമ്മൾ +2 പഠിക്കുമ്പോഴാണ് ഒരുപാട് കോളേജസിന് ഒരുപാട് ആളുകൾ വന്നിട്ട് ഓരോ ഡിഫറെന്റ് കരിയറിനെ കുറിച്ചൊക്കെ നമുക്ക് ഇങ്ങനെ പരിചയപ്പെടുത്തി തരും. അപ്പോഴൊക്കെ നമുക്ക് അതിനെ കുറിച്ചൊന്നും വേണ്ട, ഇല്ല ഞാൻ CA-ക്കാണ് പോണത്, എവിടെ പോണം, എന്ത് പോണം എന്ന് വരെ നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഇമേജ് ഉണ്ട്. അത് കഴിഞ്ഞ് +2 കഴിഞ്ഞ് പിന്നെ ഞാൻ എന്ത് ചെയ്തു, CA-ക്ക് ജോയിൻ ചെയ്ത് തൃശ്ശൂര് ജോയിൻ ചെയ്ത സമയത്ത് എന്ന് പറഞ്ഞാൽ, കാരണം നമ്മൾ ഇതിനു വേണ്ടി വന്നതാണല്ലോ, ഒരു 6 മന്ത്സോളം നമ്മൾ ഫുൾ കുത്തിയിരുന്ന് പഠിക്കുക. ആ ഒരു ജേണി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നവംബർ എക്സാം വരുന്നതിന്റെ മുമ്പ് തന്നെ നമ്മൾ ഫുൾ ഇരുന്ന് പഠിക്കുക. ഉറക്കമില്ല, ഊണില്ല എന്നൊക്കെ പറഞ്ഞാൽ, കാരണം എക്സാമിന് അറിയാം ഒരു എൻട്രൻസ് എക്സാം എന്ന് വരുമ്പോൾ അത് എത്രത്തോളം അതിനൊരു ടഫ്നെസ് ഉണ്ട് എന്നുള്ളത്. പക്ഷെ നമുക്ക് പറഞ്ഞാൽ നമ്മൾ എൻ്റെ മാത്രം ഓർമ്മ ഉണ്ടായിരുന്നുള്ളൂ, എക്സാം വരുമല്ലോ ക്ലിയർ ചെയ്യണമല്ലോ എന്നുള്ള ഒരു തോട്ട് മാത്രം. ഇത് ഒരു നമ്മൾ പറയില്ലേ, ഒരു ടെൻഷൻ അടിച്ചിട്ടുള്ള ഒരു ജീവിതം. അതുവരെയുള്ള ഒരു ജേണി, എൻഡ് റിസൾട്ട് മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതും അതിന്റെ പാത്തിലുള്ള ഒരു ജേണി നമ്മൾ എൻജോയ് ചെയ്യുന്നില്ല. ഫുൾ കുത്തിന്ന് പഠിക്കുക, റൂമിനുള്ളിൽ കുത്തിന്ന് പഠിക്കുക, ഒരു ഇവന്റ്സ് ഇല്ല, ഒന്നുമില്ല. പക്ഷെ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന പല രീതിയിൽ നമുക്ക് എൻജോയ്മെന്റും കാര്യങ്ങളും ഹോസ്റ്റലിൽ അങ്ങനെയൊക്കെ ഉണ്ടാവുമായിരുന്നെങ്കിൽ കൂടെ നമ്മൾ ടെൻഷൻ അടിച്ചിട്ടുള്ള ലൈഫ്. അങ്ങനെ എന്ത് ചെയ്ത് ആ ഒരു ജേണി ആ ഫസ്റ്റ് അറ്റംപ്റ്റിൽ എന്ത് ചെയ്ത് എൻട്രൻസ് ക്ലിയർ ചെയ്ത്. അപ്പോൾ നമ്മൾ ഓക്കെ എൻട്രൻസ് ഒക്കെ ക്ലിയർ ചെയ്ത്, അങ്ങനെ കിട്ടൂല എന്ന് പറഞ്ഞവരടക്കം ഓക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്, എൻട്രൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്, ഞാൻ ഇവിടെ ക്ലിയർ ചെയ്തിട്ടുണ്ട്, നമുക്കൊരു സ്റ്റെപ്പ് കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്ത് സെക്കൻഡ് ലെവലിന് ജോയിൻ ചെയ്ത്. അവിടെ അന്നാണ് ശരിക്കും നമ്മളൊരു ജേണി ഒരു ഭയങ്കര ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നത്. കാരണം ജോയിൻ ചെയ്ത് ക്ലാസ് ഒക്കെ അടിപൊളിയാന്ന് പോകുന്നത്. പിന്നെ നമ്മളൊരു 40 സ്റ്റുഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ള ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവിടെ നിന്ന് എന്ത് ചെയ്ത് നമ്മള് ഒരു ഗാങ് ഒക്കെ ആയി, നമ്മൾ പഠിക്കാനും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യത്തിന് ഈ പറഞ്ഞ പോലെ അന്നത്തേനൊക്കെ 8 സബ്ജക്റ്റ് ആണ്, ഏതെങ്കിലും ഒരു പേപ്പർ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ എല്ലാ പേപ്പേഴ്സും ആദ്യം മുതൽ എഴുതണം. ആ ഒരു ജേണി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് അറ്റംപ്റ്റ് എഴുതി കിട്ടിയില്ല, രണ്ടാമത്തെ അറ്റംപ്റ്റ് എഴുതി അതും കിട്ടിയില്ല. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മളെല്ലാവരും വില്ലനായിട്ട് കാണുന്ന കോവിഡ് വന്നത്. എന്റെ കേസിലും കോവിഡ് എന്ന് പറഞ്ഞ ഒരു വില്ലൻ തന്നെയായിരുന്നു. പക്ഷെ പലവർക്കും എന്താണ് അതൊരു ഭയങ്കരമായിട്ടുള്ള ഒരു ബ്ലെസ്സിങ്സ് ആയിട്ട് മാറിയിട്ടുണ്ട്. പക്ഷെ ഞാനൊക്കെ കോവിഡിന് ഒരു വില്ലനായിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. കാരണം ആ ടൈമിൽ എന്ന് പറഞ്ഞാൽ കോവിഡും കൂടെ വന്നപ്പോൾ നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അന്നൊന്നും ഓൺലൈൻ ആയിട്ടൊന്നും ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടൊന്നും ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലാസ്സസ് ഒന്നുമില്ല. പിന്നെ കോവിഡ് നല്ല രീതിയിൽ എഫക്ട് ചെയ്ത് ഇതെല്ലാം കൂടെ പോകുന്ന സമയത്താണ് നമുക്ക് എന്ത് ചെയ്ത് സെക്കൻഡ് വേവിന്റെ ഒക്കെ മുന്നായിട്ട് മാരേജും കൂടെ കഴിഞ്ഞു. കാരണം അറ്റംപ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ എന്ത് ചെയ്ത് ഇങ്ങനെ ഒരു പെൺകുട്ടിനെ സംബന്ധിച്ച് എല്ലാവരും പറയുന്നത്, നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, നമ്മുടെ സൊസൈറ്റി സറൗണ്ടിങ്സ്, ഫാമിലി എല്ലാവരും എന്താ അടുത്തത് പഠിച്ചോട്ടെ, പക്ഷെ അതിന്റെ കൂടെ എന്ത് ചെയ്ത് മാരേജും എന്താണ് വേണമെന്ന് പറഞ്ഞിട്ട് മാരേജും കഴിഞ്ഞു. ഇത് കഴിഞ്ഞ സമയത്താണ് കോവിഡ് നല്ല രീതിയിൽ എന്നെയും കൂടെ എഫക്ട് ചെയ്ത്. അപ്പൊ സ്റ്റഡീസിനൊക്കെ നല്ല രീതിയിൽ ബാധിച്ച്. പിന്നെ ഓൺലൈൻ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ വന്നിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്ത് അറ്റംപ്റ്റ് എടുക്കുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യുന്നില്ല, ക്ലിയർ ആവുന്നില്ല. ഇങ്ങനെ ഒരു 2 ഇയേഴ്സിന്റെ ഒരു ജേർണി ആയിരുന്നു. എക്സാം എഴുതുന്നുണ്ട്, പാസ്സാവണില്ല. അങ്ങനെ അങ്ങനെ പോകുന്ന സമയത്താണ്
പിന്നീട് എന്ത് ചെയ്ത് അത്യാവശ്യത്തിന് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയി നല്ല കുത്തിയിരുന്ന് ഈ പറഞ്ഞ പോലെ കുത്തിയിരുന്ന് പഠിക്കലാണല്ലോ മെയിൻ. നമുക്ക് അങ്ങനെ ഇരുന്ന് പഠിച്ചാൽ തന്നെയാണ് എന്ത് എങ്ങനെയാലും പാസ്സായി പോകുള്ളൂ. ഇത് നമ്മൾ കേൾക്കുന്നത് നമ്മുടെ ഫ്രണ്ട്സിന് സീനിയേഴ്സിന്റെ ആണെങ്കിലും എല്ലാം കുത്തിയിരുന്ന് പഠിച്ച് വേറെ എവിടെയും പോവാതെ കുത്തിയിരുന്ന് പഠിച്ച് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഈ പറഞ്ഞ പോലെ തന്നെ അവിടെ ഒരു 6 മന്ത്സ് അടഞ്ഞു കിടന്ന് ഫുള്ള് ഇരുന്ന് പഠിച്ച് ആ അറ്റംപ്റ്റില് നമ്മൾ ഉറക്കമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ലാസ്റ്റ് എക്സാംസ് ഒക്കെ ആവുന്ന സമയത്ത് നല്ല രീതിയിൽ അതൊക്കെ എഫക്ട് ചെയ്യുന്നുണ്ട്. അതെന്ത് ചെയ്ത് ആ ഒരു ഫസ്റ്റ് ഗ്രൂപ്പ് ക്ലിയർ ചെയ്തെന്നുള്ള അത് ക്ലിയർ ചെയ്ത സമയത്ത് പിന്നീട് നമുക്ക് എന്തുണ്ട് ആർട്ടിക്കിൾഷിപ്പും കാര്യങ്ങളൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റും. അതിനെല്ലാം ജോയിൻ ചെയ്തു. പക്ഷെ ഇങ്ങനെയൊക്കെ പോകുമ്പോഴും ലൈഫിന് ഒരു ഫുൾഫിൽമെന്റ് ഇല്ല. എല്ലാം കൊണ്ടും എന്താ ലൈഫാണെങ്കിലും ഫുൾ എക്സാം പഠിത്തം ഇത് പാസ്സാവുന്നില്ല. ഇതിന്റെ ഒരു സ്ട്രെസ്സും കാര്യങ്ങളും എല്ലാം കൂടായി പിന്നെ റിലേഷൻഷിപ്പിലുള്ളതും അങ്ങനെ എല്ലാം കൂടായിട്ട് നമ്മൾ വല്ലാത്തൊരവസ്ഥയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നവംബർ 2022 എന്നൊക്കെ പറയുന്ന സമയത്ത് ശരിക്കും എക്സാം കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. എല്ലാം എല്ലാം കഴിഞ്ഞു പോയി. എന്താണ് ഇനി മുന്നോട്ട് നമുക്കൊരു ലൈഫിനൊരു എക്സ്പെക്ടേഷൻ ഇല്ല. കാരണം CA എന്ന് പറഞ്ഞാൽ അത്രയും ഇഷ്ടപ്പെട്ടെടുത്ത കോഴ്സ്. ആരെന്തെന്നെ പറഞ്ഞാലും നമ്മളത് വിട്ടുകൊടുക്കൂല. കാരണം നമുക്കതിന് മുമ്പിൽ നമ്മൾ ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അതൊക്കെ ഒരു ഇന്റൻഷനാണ്. അതിന് ഇന്റൻഷനൊക്കെ നമ്മൾ എങ്ങനെ സെറ്റ് ചെയ്ത. കാരണം നമ്മളത് ചെയ്യുന്ന സമയത്ത് അല്ലാതെ ഒപ്പിട്ട ലക്ഷങ്ങൾ കിട്ടുന്ന കോഴ്സ് എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾക്ക് ഇത് എടുക്കുന്ന സമയത്ത് നമ്മുടെ മുന്നിലുണ്ടാവും ഫാമിലി അങ്ങനെ നോക്കണം. ഇതുപോലെ നമ്മുടെ മുന്നിൽ ഒരുപാട് പേര് വരുന്ന സമയത്ത് നമുക്ക് അവരെങ്ങനെ ഹെൽപ്പ് ചെയ്യാം അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ചിന്തിച്ചിട്ടാണ് അന്ന് ഇത് എടുത്തത് എന്നുള്ളത് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു തോട്ട് അല്ലെങ്കിൽ ആ ഒരു ചിന്ത അത് ഡ്രോപ്പ് ചെയ്യാൻ ഇന്ന് വരെ തോന്നിയിട്ടില്ല എന്നുള്ളതാ. അത്രയും പ്രഷറിലും ഓരോ കാര്യങ്ങളിൽ പോകുന്ന സമയത്തും ഈ ഒരു കോഴ്സ് നമുക്ക് ഡ്രോപ്പ് ചെയ്യാൻ തോന്നുന്നുണ്ട്. കാരണം അതിന്റെ പിന്നില് നമ്മളത് കുഞ്ഞു പ്രായത്തിലാണെങ്കിലും പല കാര്യങ്ങളും ഇന്ന് നമുക്ക് ഗൈഡ് പറഞ്ഞു തരുന്ന പല കാര്യങ്ങളും ആ കാലത്ത് ഈ രീതിയിൽ ചിന്തിച്ചു പോയിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും നമ്മുടെ ആ ഒരു കുഞ്ഞു പ്രായത്തിലുള്ള ആ ഒരു മനസ്സിന് പക്ഷെ അത്രയും ഒരു പവർ ഒന്നും ഉണ്ടായിരുന്നില്ല. ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു കാര്യത്തിന് അത്രയും സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിലും ഒരു പവർ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഒരു ഡിസംബർ 2022 ഒക്കെ ആവുന്ന സമയത്ത് എല്ലാം കഴിഞ്ഞു പോയ പോലെ ഇരിക്കണേ. ഒരു എക്സാം കഴിഞ്ഞ് ഇപ്പൊ 2 മന്ത്സ് ഒക്കെ ഉണ്ടാവും റിസൾട്ട് അറിയാൻ. ആ ഒരു 2 മന്ത്സ് എന്ന് പറഞ്ഞാൽ ഉറക്കം ഉണ്ടാവൂല. എന്ത് ചെയ്യും, ഇടക്കിടക്ക് ഞെട്ടിണീക്കും, ഉറക്കത്തിലൊക്കെ ഞെട്ടിണീക്കും. എന്നിട്ട് എന്താ കാണുന്നത്, മാർക്ക് ഷീറ്റ് പാസ്സാണോ ഫെയിൽ ആണോ എന്നുള്ളത്. കാരണം ഏതെങ്കിലും ഒരു പേപ്പറിൽ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, എല്ലാ പേപ്പറും ഫെയിൽ ആയ അവസ്ഥ. പിന്നെ ഒരു 60+ ഉണ്ടെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എക്സാം വരെ നമുക്ക് ഫുൾ ടെൻഷനാണ്, എക്സാം കഴിഞ്ഞാലും ടെൻഷനാണ്, റിസൾട്ട് അറിയുന്നവർ. ഇതാണ് ഒരു ലൈഫിന്റെ ഒരു പാറ്റേൺ. പിന്നെ ലൈഫിലുള്ള പല കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയി നമുക്ക് തോന്നില്ല ചില മൊമെന്റ് ശരിക്കും അങ്ങനെ അതൊക്കെ അങ്ങനെ ചിന്തിച്ചു പോകും. ഒരാൾ എന്തിനാണ് ഇപ്പൊ ഇങ്ങനെ ചിന്തിക്കുന്നത് നോക്കുന്ന സമയത്ത് നമ്മൾക്ക് എല്ലാം ഉണ്ട്. ഫാമിലിയുടെ സപ്പോർട്ട് ഉണ്ട്, ബാക്കി ഫ്രണ്ട്സ് ആയിട്ടുണ്ട്. നമ്മളെ എന്തിനും എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഓടിച്ചാടി വരാൻ എല്ലാവരും ഉണ്ട്. പക്ഷെ എന്നാൽ പോലും ഒരു വ്യക്തി ഒരൊറ്റക്കായിട്ട് ഇരിക്കുന്ന സമയത്ത് അവരുടെ ഉള്ളിൽ വരുന്ന കുറെ തോട്ട് ഉണ്ട്. ആ ഒരു തോട്ടിന് ശരിക്കും നമുക്ക് പല ടൈമിലും നമുക്കത് ചിന്തിച്ചിരിക്കാൻ പറ്റില്ല. നമ്മൾ അത് വരുന്ന സമയത്ത് നമ്മൾ തന്നെ കുറെ പരാതികളായിരിക്കും, എന്തിപ്പോ ഇങ്ങനെ ആയി പോണത്. പിന്നെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് വരാൻ തുടങ്ങി. കാരണം ഉറക്കമില്ലാതെ പീരീഡ്സ് റെഗുലർ ആവുക, പിന്നെ ഹെഡ് ഏക്കും കാര്യങ്ങളും ഭയങ്കരമായിട്ടുള്ള എന്ന് വെച്ചാൽ എക്സാം ഒക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് നൈറ്റ് ഒരു പാരസിറ്റമോൾ കഴിച്ചിട്ടില്ലെങ്കിൽ അന്ന് എനിക്ക് പിന്നെ തല പൊങ്ങൂല എന്നുള്ളതാ. അപ്പൊ മെഡിസിൻ നമ്മളൊരു പാർട്ടായി മാറും. എന്ന് വെച്ചാൽ പാരസിറ്റമോളും കാര്യങ്ങളും അതിന്റെ ഇൻടേക്സ് നല്ല. അപ്പൊ ഇത് കഴിക്കുന്ന സമയത്ത് എന്താ കിഡ്നി അടിച്ചു പോകും. അപ്പൊ ഇനി അടിച്ചു പോകും കിഡ്നിയും കാര്യം അവസാനം സിയൊക്കെ ആയിട്ട് അടിച്ചു പോകും. ആ ഒരു തോട്ടം അതൊന്നും പോകുണ്ടാവില്ലായിരിക്കും പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ നടക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ലൈഫ് ഇങ്ങനെ പോകുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഹുസ്ന നസ്രിന്റെ വീഡിയോ ആണ് എല്ലാവരും നമ്മള് നമ്മുടെ മൈൻകോസ് ഹുസ്ന നസ്രിന്റെ ത്രൂ ആണ് പലരും വന്നിട്ടുള്ളതെന്ന്. അപ്പൊ അതിലിങ്ങനെ പറയുന്ന സമയത്ത് ഭയങ്കര സന്തോഷമാണ്. കാരണം ആ ഒരു ഇൻസ്റ്റയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യാലോ, കൂടുതലൊക്കെ ഞാൻ നോക്കിയിരുന്നു പറഞ്ഞാല് നമ്മുടെ കുറെ ട്രോൾസും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ അതൊക്കെ കണ്ടിരിക്കാൻ ഒരു രസമാണ്. നമ്മൾ എക്സാം ടൈമിലൊക്കെ ഇതൊക്കെ ക്ലോസ് ചെയ്യുമെങ്കിൽ നമ്മൾ ഇടയ്ക്കൊന്ന് പോയി നോക്കുക, രസമായി ഇങ്ങനൊക്കെ എന്താ നമ്മളൊക്കെ ക്ലിയർ ആയി പോകും. ആ ഒരു ട്രോള് കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു സന്തോഷമല്ലേ. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഹുസ്ന നസ്രിന്റെ കറക്റ്റ് ആയിട്ട് ഏത് ടൈമിലാണ് നമ്മൾ കാണേണ്ടത്, നമ്മൾ എപ്പോഴാണ് എത്തിപ്പെടേണ്ടത്, ആ ഒരു ടൈമിൽ അവിടെ എത്തി എന്നുള്ളതാണ്. എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ പ്ലസ്ഡ് റീസൺ എന്ന് പറയുന്ന പോലെ ആ ഒരു വീഡിയോയില് നമ്മൾ കണ്ട സമയത്ത് നമുക്ക് ഈ ഒരു പ്രൊഫഷൻ കൊണ്ട് തന്നെ നമുക്ക് കോട്ടും സൂട്ട് ഇടുന്നത് അതിനോടൊക്കെ ഭയങ്കര ഇഷ്ടമല്ല. പക്ഷെ അതൊക്കെ എത്താൻ കുറെ ഉണ്ടല്ലോ, ജേണി കുറെ ഉണ്ട്. പക്ഷെ അങ്ങോട്ട് എത്തുന്നില്ല. നമ്മളാണെങ്കിൽ ഇത് വാങ്ങിയിടത്തൂല.
പക്ഷെ ഇത് കാണുന്ന സമയത്ത് എല്ലാവരും ഭയങ്കര കൂട്ടും സൂട്ടും കാര്യങ്ങളൊക്കെ അതൊക്കെ കാണുന്ന, പിന്നെ നോക്കി നോക്കുമ്പോ ഗൈഡിന്റെ പേജിൽ പോകുന്ന എഡിയൻ ടോക്സ് കാണുന്നു. അപ്പൊ അവിടുന്ന് എന്തോ ഒരു എനർജി, ഭയങ്കര ഒരു എനർജി ഫീൽ ചെയ്ത്, മൈൻഡ് എന്തോ ഒരു കാംനെസ് ഒക്കെ ഫീൽ ചെയ്യുന്നു. നമുക്ക് വേറെ ഒന്നുമില്ല, അവര് അവിടെ ഇൻസ്റ്റയിൽ എന്തൊക്കെ ഇടുന്നുണ്ട്, അത് നമ്മൾ കാണുന്നുള്ളു. പക്ഷെ ഇത്രയും ഡിസ്റ്റൻസിൽ നിന്നിട്ട് നമുക്ക് അവിടെ എന്താ ഫീൽ ചെയ്യണമെന്ന് നമുക്ക് അന്ന് അറിയാൻ പറ്റുന്നുണ്ടായി. പക്ഷെ എന്തൊരു സമാധാനമൊക്കെ കാണുന്നുണ്ട് ആ പേജൊക്കെ കാണുമ്പോൾ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, പഴയ കുറെ എന്ത് ചെയ്യും, ഉള്ളതൊക്കെ നമ്മൾ പോയി ഒരാളെ ഒരു ഇൻസ്റ്റഗ്രാം പേജ് കിട്ടിയിട്ട് നമ്മൾ ഫുൾ ഡീറ്റെയിൽസ്, ഇന്നിപ്പോ യൂട്യൂബ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, ഇതിലെല്ലാത്തിലും പോയിട്ട് നമ്മൾ നിരത്തി തപ്പി നോക്കുന്നുള്ള ഈ പണി തന്നെ ഞാനൊന്നും ചെയ്തു. അപ്പൊ എല്ലാത്തിലും പോയി നോക്കുന്ന സമയത്ത് അവിടുന്ന് എന്തോ സംതിങ്, എന്തോ ഒരു സ്പാർക്ക് കിട്ടിയിട്ട് ഞാൻ അതിന്ന് ഇൻസ്റ്റയിൽ നിന്ന് മെസ്സേജ് ചെയ്തത് നമ്മുടെ ഹുദ മാമിനായിരുന്നു. അപ്പൊ എന്റെ മെന്റർ ഹുദ മാം ആണ്. അപ്പൊ ഹുദ മാമിന് മെസ്സേജ് ഒക്കെ അയച്ച് അങ്ങനെ അയച്ച ടൈമിൽ ഹുദ മാം ഇങ്ങനെ ഗൈഡ് ടോക്കിന്റെ ലിങ്ക് ഒക്കെ അയച്ചു ജോയിൻ ആക്കുന്ന കുറെ. അപ്പൊ ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് ജോയിൻ ആക്കും. അങ്ങനെ ജോയിൻ ആക്കിയാലും കുറെ ഇങ്ങനെ ആൾക്കാരൊക്കെ കാണാൻ പറ്റും. ഇതൊക്കെ പറഞ്ഞാൽ സൂം ഒക്കെ പറഞ്ഞാൽ നമ്മൾ ഓൺലൈനായിട്ട് ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോഴും നമ്മൾ ഇവിടെ ക്യാമറ ഓഫ് ആക്കിയിട്ടിരുന്ന ആക്കുന്നതാ. പക്ഷെ ഇവിടെ പറഞ്ഞാല് കുറെ പേര് വ്യത്യസ്തമായിട്ട് വന്നിട്ട് ഇരിക്കുന്ന സംസാരിക്കുന്നതൊക്കെ കാണുമ്പോൾ എന്തോ ഒരു സ്പെഷ്യാലിറ്റി തോന്നുന്നു, എന്തോ സംതിങ് ഉണ്ടല്ലോ എന്നുള്ള രീതി. ഈ പറഞ്ഞ പോലെ ബാക്കി എല്ലാ സീരീസും കാര്യങ്ങളും യൂട്യൂബിലുണ്ട്, പിന്നെ ആൽക്കമിസ്റ്റിന്റെ സീരീസ് ഉണ്ട്. ഇതൊക്കെ കണ്ട സമയത്ത് എന്തോ ഒരു ഭയങ്കര ഷിഫ്റ്റ് ആണ് ഫീൽ ചെയ്തത്. പക്ഷെ ഞാൻ ഇതൊക്കെ തപ്പിപ്പിടിച്ച് നടക്കുന്ന സമയത്ത് ഞാൻ ആർട്ടിക്കിൾഷിപ്പിനും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു വർക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് ചെയ്ത് സേവ് ചെയ്യാതെ പിറ്റേ ദിവസം എന്താണ് വർക്ക് സബ്മിറ്റ് ചെയ്യാൻ പറയുന്ന സമയത്ത് ആ വർക്ക് സേവ് ചെയ്തിട്ടുണ്ടാവില്ല. കാരണം അമ്മ അതിന് ഒരു പീക്ക് ലെവലിൽ പോയിക്കാൻ ലൈഫിന് ഒരു എൻഡ് റിസൾട്ട് പോലും വെച്ചിട്ട് ഒരു ക്രോസ് മാർക്ക് ഇട്ടില്ല. ലൈഫ് ഈക്വൽ ടു ക്രോസ് മാർക്ക് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ജീവിതം കഴിഞ്ഞ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു മൊമെന്റിലാണ് ഇതൊക്കെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ടൈമില് ഞാൻ എന്ത് ചെയ്ത് ഹുദ മാമിനായിട്ട് കണക്ട് ചെയ്ത്, അപ്പൊ മാം പറഞ്ഞിങ്ങനെ ജാനുവരി ബാച്ച് ഉണ്ട്, GC ഉണ്ട്. അപ്പൊ എന്ത് GC, അന്ന് GC എന്നൊക്കെ പറയുമ്പോ നമ്മൾ അതിന് വേറെ വല്ല എക്സ്പാൻഷൻ അതൊക്കെയാണ് നമ്മൾ കൊടുത്തു. പിന്നെയാണ് അതൊക്കെ ഇങ്ങനെ അറിയുന്ന സമയത്ത് ആ ന്യൂ ഇയർ ബാച്ച് ആണ്, സ്പെഷ്യൽ ബാച്ച് ആണ്, ഇതൊക്കെ അറിയുന്ന സമയത്ത് ആഹാ രസമുണ്ടല്ലോ, എന്തോ ന്യൂ ഇയർ ബാച്ച് എന്നൊക്കെ പറയണ്ട, എന്തായിരിക്കും എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ഉമ്മാട് പറഞ്ഞു ഉമ്മ അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ നമ്മൾ ഓൾറെഡി ഹോസ്റ്റൽ ഫീസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ ആ മന്ത് എത്ര എമൗണ്ട് പറഞ്ഞ വേറൊരു കോഴ്സിനാ, നമ്മൾ അങ്ങനെയാണല്ലോ, ഇതൊരു കോഴ്സ് അത്ര നമുക്കറിയില്ല. അപ്പൊ ഈ ഒരു കോഴ്സ് ഇങ്ങനെ ഉണ്ട് പറഞ്ഞപ്പോ ഇപ്പൊ അവരൊക്കെ സംസാരിച്ച ടൈമില് ഇപ്പൊ പറഞ്ഞു ഇത്രയും ഇതൊക്കെ കൊടുത്തിട്ട് എന്താ കോഴ്സ് എന്നുള്ളതൊക്കെ ചോദിച്ചു. അപ്പം പറഞ്ഞു എന്തൊക്കെ ഇങ്ങനെ മൈൻഡ് എന്തൊക്കെ പറയുന്നുണ്ട്, കാര്യമായിട്ടൊന്നും അറിയില്ല, നമുക്ക് എന്തായാലും നോക്കി നോക്കാം. എനിക്ക് ആ ടൈമിലാണെങ്കിൽ എന്റെ മൈൻഡ് ശരിക്കും ഷിഫ്റ്റ് ചെയ്യണമായിരുന്നു. എനിക്ക് ആ ഉള്ള പ്രസന്റിൽ നിന്ന് അറിയണമായിരുന്നു ഇതിൽ എന്ത് ചേഞ്ച് വരിക അങ്ങനെയുള്ളതൊക്കെ മനസ്സിലാവുന്നത്. പക്ഷെ ആ ഒരു ടൈമിൽ നമുക്ക് ഇതെല്ലാം കൂടെ ആക്സെപ്റ്റ് ചെയ്യാനും കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. നമുക്കൊരു സമാധാനം ഇതൊക്കെ കാണുമ്പോൾ കിട്ടുന്നുണ്ടെങ്കിലും നമ്മളെ മൈൻഡ് അത്ര പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യില്ലല്ലോ. കാരണം കുറെ ഫേസ് നമ്മുടെ ലൈഫിൽ നടക്കുന്ന ഓരോ ഫേസിൽ കൂടെ പോകുമ്പോഴും ഇത് അത്ര പെട്ടെന്നൊന്നും ആക്സെപ്റ്റ് ചെയ്യൂല. അപ്പൊ അത് സംഭവിച്ച ടൈമിൽ ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എന്തായാലും ജാനുവരിയിൽ എന്തായാലും റിസൾട്ടും വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയമാണ്, ഞാൻ എന്തായാലും ഹോസ്റ്റലിലൊന്നും പോകില്ല. അപ്പൊ ഹോസ്റ്റൽ റെന്റ് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എക്സാം ഇതിന് ചെയ്യാലോ, ജോയിൻ ആക്കാലോ. അപ്പൊ അവിടെ നമുക്ക് ഓരോ ടൈമിൽ നമ്മൾ പാരന്റ്സിനെ അങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് ഞാൻ ഈ ഒരു പൊസിഷനിൽ കൊണ്ടുപോകും. അതൊക്കെ എങ്ങനെ സംഭവിച്ചൊന്നും അറിയില്ല. കാരണം ഇവിടെ വന്നതിന്റെ നമുക്ക് അതിനൊന്നും ടൈം എടുത്ത് ക്ലിയർ ചെയ്യേണ്ട കുറെ കാര്യം. അപ്പൊ അതിന്റെ മുമ്പ് തന്നെ പാരന്റ്സ് എല്ലാം ആ ഒരു സംഭവത്തിൽ തന്നെ ഓക്കെ ആയി എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ ജാനുവരി ബാച്ചിൽ GC ജോയിൻ ചെയ്തു. GC ജോയിൻ ചെയ്ത് ഒരു നാലാമത്തെ ദിവസം എന്താണ് എന്റെ റിസൾട്ട് അറിയുന്നു. പക്ഷെ GC ജോയിൻ ചെയ്തതിന് ശേഷം സത്യം പറഞ്ഞാൽ ഞാൻ എന്താ മറന്നു, എന്റെ റിസൾട്ട് ഉണ്ട് എന്നുള്ള സാധനം മറന്നു. റിസൾട്ട് അനൗൺസ് ചെയ്യുന്നുള്ള കാര്യം തന്നെ ഞാൻ മറന്നിട്ടുണ്ട്. കാരണം അത്രക്കും നമ്മൾ ഈ ഒരു കാര്യത്തിൽ ഇതിനോടുള്ള ക്യൂരിയോസിറ്റി, ഇതെന്താണ് അറിയുന്നത്, നമ്മുടെ ലൈഫിൽ ഞാൻ പോലും അറിയാതെ പല ഷിഫ്റ്റും നടക്കുന്നുണ്ടായിരുന്നു. കാരണം റിസൾട്ട് അറിയുന്ന ഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ വെളുക്കുമ്പോ ഉമ്മ ഫുള്ള് ഇതെല്ലാം ക്ലീനൊക്കെ സെറ്റ് ആക്കിയിട്ട് ഇരിക്കും. കാരണം എല്ലാം കഴിഞ്ഞ് ഈവനിങ് ഒക്കെയാണ് അറിയാം. അപ്പൊ ഇതിങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കണ്ടേ. ഞാനാണെങ്കിൽ എന്തോ ഒന്നും അറിയണ്ടല്ലോ വിചാരിച്ചിട്ട് കുറെ ടൈം കിടന്നുറങ്ങും. ഫുഡ് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, അത്രയും പീക്ക് ലെവലിലായിട്ടായിരിക്കും എന്റെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ സമയത്ത് GCയുടെ ഇടയിൽ ആ റിസൾട്ട് അറിയുന്നുണ്ട്, ഭയങ്കര കൂളായിട്ടിരിക്കുന്നു, അറിയുന്നേ ഇല്ല. റിസൾട്ടിന്റെ ആണോ, അപ്പൊ ഉമ്മമ്മ അങ്ങനെ അവരൊക്കെ വരും, എന്താണ് കസിൻസ് അവരൊക്കെ വരുന്നുണ്ട്. കാരണം റിസൾട്ട് അല്ല, CA റിസൾട്ട് അറിയാൻ പോവാണല്ലോ, എന്തും സംഭവിക്കാം. അപ്പൊ ഒരു ആശ്വാസത്തിന് എല്ലാരും വരുന്നു. പക്ഷെ ഞാൻ ഭയങ്കര കൂളായി തുള്ളിച്ചാടി നടക്കും. അവർക്ക് എന്തായാലും എന്തപ്പോ പറ്റി, പഠിച്ച് വട്ടായതാണോ അതോ എന്ത് സംഭവിച്ച ഒരു ഷിഫ്റ്റ് ഒക്കെ കാണുന്നത്.
അങ്ങനെ ഇരിക്കുന്ന സമയത്ത് റിസൾട്ട് വന്ന് നൈസായിട്ട് പൊട്ടിയെന്ന് മാത്രമേ അല്ല, ഒരു പേപ്പറിൽ എക്സംഷൻ ഉണ്ടായിരുന്നു, അത് ഭയങ്കര ഷിറ്റ് രണ്ടും. എന്ന് വെച്ചാൽ ഒരു മധുരം അറിയാൻ പറ്റിയ ഒരു വിഷമം ഉണ്ടാവില്ല, അത് എക്സംഷൻ എന്ന് പറഞ്ഞാൽ ആ പേപ്പറിൽ കിട്ടാൻ അത്യാവശ്യത്തിന് പാടാണ്. അത് ശരിക്കും തന്നെ നമുക്കൊരു എക്സ്ട്രാ ഒരു സ്വീറ്റ്നെസ് ഉണ്ട്, അത് തന്ന് നേരെ മറിച്ച് പൊട്ടി. അപ്പൊ നമ്മള് ഇരുന്ന് മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഞാൻ ഭയങ്കര, അതെന്താ സാരമില്ല, ഇനിയുണ്ടല്ലോ നമുക്ക് അടുത്തേല് പിടിക്കാം, ഇവിടെ എക്സംഷൻ കിട്ടിയില്ല, അതില് സന്തോഷം കണ്ടെത്തുന്നു നിന്ന്. നേരെ മറിച്ച് പണ്ടെങ്ങാനും ആയിരുന്നെങ്കിൽ ആ പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ എക്സംഷൻ കിട്ടിയിട്ട് അതിന്റെ സെലിബ്രേഷൻ ഒന്നുമില്ല, ഫുൾ കുത്തിന്ന് കരച്ചിലായിരിക്കും. കാരണം ആഹാ എന്താ അപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുക, അത് മാത്രമായിരിക്കും അവിടെ സംഭവിക്കുക. പക്ഷെ നേരെ മറിച്ച് അപ്പൊ അവിടെ അപ്പൊ ഞാൻ അലേർട്ട് ആവാം, എന്തോ സംഭവിച്ചിരുന്നല്ലോ, ഇതല്ലല്ലോ, ഞാൻ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, എന്തോ സംഭവിച്ചിട്ട്. അപ്പൊ അവിടുന്ന് നമുക്കൊരു ഫസ്റ്റ് കാര്യം മനസ്സിലായി. പിന്നീട് എടുത്തു നോക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ ചെയ്യണ അപ്പൊ ഓഡിറ്റിങ് കാര്യങ്ങളും ഇതൊക്കെ വരുന്ന സമയത്ത് ആ ഒരു ടൈം മുതൽ ലൈഫിലുള്ള ഓരോ കാര്യങ്ങളിലും ഷിഫ്റ്റ് കൊണ്ടുവരാൻ പറ്റി എന്നുള്ളതാണ്. ഇപ്പൊ ഡേ 1 മുതൽ തന്നെ നമ്മളിങ്ങനെ ജോയിൻ ചെയ്ത് ഫസ്റ്റ് നമുക്ക് GC-ലുണ്ട് പെയർ ഉണ്ടാവില്ല, എന്റെ പെയറാണ് യാസിൻ. ഈ ഒരു പെയറിന്റെ ഒരു സംഭവം ഉണ്ടല്ല, ഫസ്റ്റ് ഡേ ഞാൻ ഓഫീസിൽ പോണോണ്ട് തന്നെ മെസ്സേജ് അയച്ചപ്പോ അന്ന് ഫുൾ ഷോക്ക് ആണല്ലോ GC വരുന്ന സമയത്ത്. അപ്പൊ മെസ്സേജ് അയച്ചപ്പോ ഞാൻ പറഞ്ഞു ഇല്ല ഓഫീസിലാണ്, അങ്ങനെ കോളാക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ പറഞ്ഞു. നൈറ്റ് വന്ന സമയത്തും വന്ന ഉടനെ മെസ്സേജ് കോളാക്കാൻ പറ്റും, ഇല്ല ഇല്ല. പക്ഷെ എന്താണ് കുറച്ച് ലേറ്റ് ഒരു 9 ഒക്കെ ആയപ്പോ ചോദിച്ചപ്പോ ഫ്രീ ആണ്, കോൾ ചെയ്ത്. ഇപ്പൊ എന്തായാലും പറഞ്ഞല്ല, എന്നാ കോൾ ചെയ്യാം. കോൾ ചെയ്തിട്ട് അങ്ങോട്ടാണ് വിളിച്ചത്, എന്നിട്ട് ഇവിടെ കഥ പറയുന്നത് ആരും ഞാൻ. അതിന്റെ ആ ഒരു, ഇപ്പൊ ഞാൻ 23, ആ ഒരു ഏജിലുള്ള 22 ഇയേഴ്സിലുള്ള പകുതി മുക്കാലും കാര്യങ്ങൾ ആ ഒരു ഡേയില് നമ്മളിങ്ങനെ ഷോർട്ടാക്കിയിട്ട് ഇപ്പൊ ഒരു 2 മിനിറ്റ്സിന്റെ ഉള്ളിലൊക്കെ നമ്മൾ ഷോർട്ട് വീഡിയോ ഒക്കെ ചെയ്യുമല്ലോ, അതുപോലെ എന്റെ ലൈഫ് പകുതി മുക്കാൽ എന്നറിയാത്ത ഒരാളാണ്. അങ്ങനെയുള്ളത് നോക്കാതെ എന്തിനാ അവിടെ സംഭവിച്ചത് എന്നാൽ ഒരു ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ എല്ലാം ഓപ്പൺ ആയി എന്നുള്ളത്. അത്രക്കും കാര്യങ്ങൾ, ഓരോ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്തു. അതുകൊണ്ട് തന്നെ ഇന്ന് വരെ ഇപ്പൊ ഈ ഒരു ജേർണി ഇവിടെ എത്തി നിൽക്കുന്ന സമയത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട്, ഏറ്റവും പവർഫുൾ ആയിട്ട് ഒരു കോളിനപ്പുറം അല്ലെങ്കിൽ ഒരു വിളിക്കപ്പുറം ഫാമിലി ആണെങ്കിൽ എല്ലാം കണക്ട് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് മാറി എന്നുള്ളത്. അങ്ങനെ ആ ഒരു ജേർണി അവിടെ സ്റ്റാർട്ട് ചെയ്ത് ഒരു ജാനുവരി ഒക്കെ കഴിഞ്ഞ് GC ഒക്കെ കഴിഞ്ഞ് നല്ല അടിപൊളിയിൽ ഇങ്ങനെ പോകുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നമുക്ക് 1 by 1 ആയിട്ട് നമുക്ക് ഷിഫ്റ്റ് കൊണ്ടുവരാൻ പറ്റിയത്. ഇപ്പൊ മെഡിസിൻസിന്റെ ഒക്കെ കേസ് ഒക്കെ പറഞ്ഞല്ലോ, നമ്മള് ഹെഡേക്കും കാര്യങ്ങളും ഒന്ന് ജസ്റ്റ് പുറത്തിറങ്ങിയാൽ തന്നെ, ഇപ്പൊ നമ്മൾ പുറത്തൊക്കെ പോയാൽ നമ്മൾ എന്ത് ചെയ്യും, കുളിക്കൂല, തല നനക്കാതെ പോവുക. അത് എന്തുകൊണ്ടാ, തല നനച്ചിട്ടുണ്ടെങ്കിൽ ഷോളൊക്കെ ചുറ്റിയിട്ടുണ്ടെങ്കിൽ വെള്ളം ഉണ്ടല്ലോ, അപ്പൊ അതുകൊണ്ടാണ് പുറത്തിറങ്ങിയാല് വെയിലൊക്കെ കൊള്ളുമ്പോ എന്ത് ചെയ്യും തലവേദന വരും എന്നുള്ള ഒക്കെ ഒരു ബിലീഫാണ്. പക്ഷെ ഇപ്പോ എന്ന് പറഞ്ഞാൽ അതൊക്കെ മാറി, കാരണം അങ്ങനെയുള്ള ഒരു ബിലീഫ്, അതുകൊണ്ടാണ് എനിക്ക് തലവേദന വരുന്നത്. ഈ ഒരു കേസിൽ അല്ലെങ്കിൽ ഒരാളെ കണ്ട് എന്താണ് പുറത്തിറങ്ങാൻ പേടി, ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പേടി, കാരണം എക്സാം എന്തായി ചോദിക്കും, കല്യാണം കഴിയാത്തതിന് മുമ്പേ കല്യാണത്തിന് പ്രായമായില്ല, എന്താ അവളെ കെട്ടിക്കാത്ത. അപ്പൊ ഇങ്ങനെയുള്ള ഓരോ ക്വസ്റ്റ്യൻസ് കേൾക്കുന്ന സമയത്ത് ഫംഗ്ഷൻസിന് പോകില്ല, കാരണം ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കേൾക്കണ്ടേ. ഇത് കേട്ടുകൊണ്ട് 4 എന്തിനായിരിക്കും അവർ ചോദിച്ചത്, അവർ ആ ഒരു ടൈം ഒരു തവണ ചോദിച്ചിട്ടുണ്ടാവുള്ളൂ. പക്ഷെ ഈ കാര്യം എന്ത് ചെയ്യും, ഇങ്ങനെ ഇട്ടിട്ട് എന്നാലും അവരെന്നോട് അങ്ങനെ ചോദിച്ചു, പിന്നെ പരാതി അവിടെ വന്ന് പിന്നെ കരച്ചു, എന്നാലും അവരങ്ങനെ പറഞ്ഞു, എന്തായിരിക്കും, എന്തിനായിരിക്കും ഇന്ന് അങ്ങനെ പറഞ്ഞു. ഈ സെയിം സാധനം തന്നെ കുറെ നാളുണ്ടാവും, പിന്നെ അടുത്ത ആൾ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നവരെ നമുക്ക് എന്ത് ചെയ്യും, ഈ ക്വസ്റ്റ്യന്റെ പ്രസക്തി എന്ന് പറഞ്ഞാൽ വളരെ വലുതായിരിക്കും. പിന്നെ എന്ത് ചെയ്ത് ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പോലും അറിയാതെ ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളത്. ഈ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന് ഇതാവാതിരിക്കുക. പിന്നെ വീട്ടിലാണെങ്കിലും അവർക്കും ഉണ്ടാവുമല്ലോ ഓരോ പ്രഷറും കാര്യങ്ങളും, കാരണം അവരോട് ബാക്കിയുള്ളവർ ചോദിക്കുന്ന സമയത്ത്. ഇപ്പൊ ഞാനിതൊന്നും മൈൻഡ് ചെയ്യാതെ ഈ കാര്യങ്ങളൊന്നും ഞാൻ പറയാതിരിക്കുന്ന സമയത്ത് അവരെ പോലും അതൊന്നും എഫക്ട് ചെയ്യാതിരിക്കുക, അവരിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഷിഫ്റ്റ് കാണാൻ പറ്റി എന്നുള്ളത്. കാരണം ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ, പല ക്വസ്റ്റ്യൻസും നമ്മൾ കേൾക്കുന്നതിന് പകരം നമ്മുടെ ഫാമിലിയും കൂടെ കേൾക്കും. കാരണം കോഴ്സിന്റെ കാര്യമാണെങ്കിലും ലൈഫിന്റെ കാര്യമാണ്, ഓരോ കാര്യത്തിലും അവര് പോലും ക്വസ്റ്റ്യൻസ് കേൾക്കുന്ന സമയത്ത് അവര് ഒരു കാര്യം നമ്മളോട് വന്ന് പറയും, പാരന്റ്സ് ഇങ്ങനെ ഉണ്ടായി എന്ന് പറയുമ്പോൾ അവരങ്ങനെ അങ്ങനെ പറഞ്ഞല്ലേ പറഞ്ഞിട്ട് നമ്മൾ അവിടെ ആ ഒരു രീതിയിൽ ആ ഒരു വാവാക്കി എടുത്തിട്ട് നമ്മൾ കുറച്ചും കൂടെ വലുതാക്കി കാണുന്ന സമയത്ത് അവർക്ക് എന്താ, എന്റെ മോൾക്കും വിഷമാവുന്നുണ്ടല്ലോ എന്നുള്ളൊരു ഫീലും കൂടെ വരുമ്പോ അവരും അവിടെ വിഷമിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഈ ജീസ് ഒക്കെ കഴിഞ്ഞ സമയത്ത് നമുക്ക് അതിലും കൂടെ ഷിഫ്റ്റ് ചെയ്യും. ഇനി അവരെന്തെങ്കിലും അതെന്തുമ്മാ പറഞ്ഞോട്ടെ, സാരമില്ല, അത് മൈൻഡ് ആക്കണ്ട, അതിപ്പോ അവര് പറഞ്ഞ അവരത് എപ്പോഴോ മറന്നിട്ടുണ്ട്, നമ്മളാണ് മറക്കാത്തത്. ആ ഒരു ഇതോട് കൂടെ തന്നെ എന്ത് ചെയ്യും, അത് നമുക്ക് അവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്.
പിന്നെ ടീമിൽ വന്ന ടൈം മുതൽ തന്നെ നമുക്ക് കണ്ടിട്ടില്ലല്ലോ, ടീമിന് ഗൈഡിനാണെങ്കിലും മെന്റേഴ്സിനെ ആരെയും കണ്ടിട്ടില്ല. അവര് മീറ്റ് ചെയ്യണം എന്നുള്ള ഒരു ഫീല് വരാൻ തുടങ്ങി. അപ്പൊ GCTP 10th ബാച്ച് ആകുമ്പോഴാണ് നമുക്ക് കൺവൊക്കേഷനൊക്കെ ഒന്ന് പോവാലോ. അപ്പൊ ആ ഒരു ഡേ ഫസ്റ്റ് ആയിട്ടാണ് ഇതുപോലെ തന്നെ ഇതിലുള്ള നമ്മുടെ GC30 ബാച്ചിലുള്ള രഹന. അപ്പൊ അവളെ കൂടെ പോകുന്ന ഫസ്റ്റ് ടൈമാണ്. നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും പുറത്തിറങ്ങാറാ, നമ്മുടെ അത്രയും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിന്റെ കൂടെ നമ്മൾ അത്രയും പരിചയം ഉണ്ടെങ്കിൽ മാത്രം പോകും. ഇത് ആളൊരു കോളേജ് എനിക്കിങ്ങനെ പോകണമെന്ന് ഇൻട്രസ്റ്റ് ഉണ്ട്, നീ പോകുന്നുണ്ടോ? അപ്പൊ ഫസ്റ്റ് ടൈമാ കോൾ ചെയ്യുന്നത്. എനിക്കും ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ട്, ലീവ് കിട്ടുമെന്ന് അറിയില്ല. നീ ചോദിച്ചോക്ക് പോയിട്ട് മാമിനോട്. നമ്മള് ഒരു കാര്യം എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇപ്പൊ നമ്മൾ ഓഫീസിലാണെങ്കിൽ നമ്മൾ ലീവ് പറയണം എന്നുണ്ടെങ്കിൽ നമ്മൾ A to Z എല്ലാം പറഞ്ഞ് നമ്മൾ ഇതാക്കണ്ടേ. പക്ഷെ അന്ന് ഞാൻ എനിക്ക് ഫംഗ്ഷൻ ഉണ്ട് എന്ന് മാത്രം പറഞ്ഞോളൂ. അത് പറയുമ്പോക്കും തന്നെ അവിടെ നമുക്ക് സാങ്ഷൻ കിട്ടുന്നത് എന്നുള്ളതാ. അപ്പൊ അത്ഭുതം, നമുക്ക് എല്ലാ കാര്യത്തിലും അത്ഭുതം. നമ്മൾ കൂടുതൽ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മൾ കാര്യങ്ങൾ കണ്ടെത്തിയിട്ട് ഇതൊക്കെ പറഞ്ഞാൽ അവിടുന്ന് ഒരു കാര്യം നമുക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള തോട്ട് ചിന്തിക്കുന്ന സമയത്താണ് നമുക്കത് ഭയങ്കര ഡിഫിക്കൽറ്റി ആണ്. നമുക്കൊരു കാര്യം ആവശ്യം ഉണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യില്ല, നമ്മളത് ചോദിക്കൂല എന്നുള്ളതാ. നമ്മളിങ്ങനെ ഇരിക്കും, എന്നിട്ടോ ആ കാര്യം നടക്കുകയില്ല. എന്നാ കുറേ കാലത്തിന് എന്നാലും ചോദിച്ചാൽ മതി, ചോദിച്ചാൽ നടക്കുക, ചിലപ്പോ നടക്കാൻ ചാൻസ് ഇല്ല, അതുകൊണ്ടാ ചോദിക്കാൻ തോന്നാത്തത്. ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ ആ കാര്യത്തെ കുറിച്ച് നടക്കും. പക്ഷെ ഇവിടെ എന്ത് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഞാൻ ഷിഫ്റ്റ് കൊണ്ടുവരാൻ നോക്കിയത്. ഒരു കാര്യം വേണമെന്നുണ്ടെങ്കിൽ അത് ആ മൊമെന്റിൽ ക്ലിയർ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നീ ക്ലിയർ ചെയ്തിട്ട് കിട്ടിയിട്ടില്ലെങ്കിലും ചിലപ്പോ അതായിരിക്കും നമുക്ക് ആ ഒരു ടൈമിൽ ചിലപ്പോൾ അതായിരിക്കും നമ്മുടെ ബെസ്റ്റ് എന്ന് വിശ്വസിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ എന്നാലും അങ്ങനെ തന്നില്ലല്ലോ ക്രിയേറ്റർ, അപ്പൊ അങ്ങനെ തരാതെ നിന്നാലും അവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ, അങ്ങനെ ചിന്തിക്കുന്നതൊക്കെ എന്ത് ചെയ്ത് ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. പിന്നീട് ആ ഒരു ജേർണി ആണെങ്കിൽ പോവാണ്, എറണാകുളം പോവാണ്. പക്ഷെ നമുക്കറിയില്ല എവിടെ ഞാൻ എറണാകുളം പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഈ ലേമദ്യം പറഞ്ഞ സംഭവം എവിടെ എന്താണ് ഇതാക്കുന്നത് നമുക്ക് ഗൂഗിൾ മാപ്പ് എടുത്താൽ നോക്കാന്നല്ലാതെ എങ്ങനെ പോകണം ഒന്നും അറിയാം. ഇവിടുന്ന് ട്രെയിൻ കയറാൻ അറിയാം, കുറ്റിപ്പുറത്ത് നിന്ന് ട്രെയിനൊക്കെ കയറി. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്ത് ഞാൻ ഏതായാലും പോവാണ് ഒരു സ്ഥലത്തേക്ക്. ഒരു ബുക്സ്, അപ്പൊ ആ ടൈമിൽ പറഞ്ഞാൽ കുറെ ബുക്സും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ അറിയാലോ, ഗൈഡ് ഇങ്ങനെ റെഫർ ചെയ്യുന്ന ഓരോ ബുക്സ് ഒക്കെ ആകുമ്പോൾ നമ്മൾ ട്രെയിനിൽ അതൊക്കെ കിട്ടി. അപ്പൊ അതൊക്കെ എടുത്തിട്ട് വായിക്കുന്ന ഒരു ഇതിട്ട സമയത്ത് എറണാകുളമുള്ള എന്റെ ഫ്രണ്ട് നീ എറണാകുളം വരുന്നുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് കാണാലോ. അപ്പൊ പറയാം കാണാനൊന്നും പറ്റൂല, ഞാനിങ്ങനെ പോവാണ് ലെമൺ. വലിയ പുള്ളി എന്നുവെച്ചാൽ അവരുടെ നാട്ടില് ലെമൺ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ലക്ഷറി ഹോട്ടൽ. അപ്പൊ ഞാൻ പറഞ്ഞു നീ ലെമർഡിലൊക്കെ വരുന്നു? അപ്പൊ വരുന്നൊക്കെ ഉണ്ട്, പക്ഷെ എന്താ നമുക്കറിയില്ലല്ലോ അതിന്റെ ഒരു പവർ, അതൊന്നും നമുക്ക് അറിയില്ല ആ ഒരു സ്റ്റേജിൽ. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ നീ എങ്ങനെ വരുന്നത്? അപ്പൊ പറഞ്ഞു അതൊന്നും അറിയില്ല, ട്രെയിൻ കയറിയിട്ടുള്ള എങ്ങനെ വരുന്ന. പക്ഷെ ആ ഒരു ടൈമില് നമുക്ക് എന്താണോ വേണ്ടത് അത് എങ്ങനെ, ഇപ്പൊ നമ്മള് റൂട്ട് ഇന്ന സ്ഥലത്ത് ഇറങ്ങണം, ട്രെയിൻ ഇറങ്ങുക, ട്രെയിൻ ഇറങ്ങിയിട്ട് അവിടുന്ന് ഇന്ന റൂട്ടിൽ നിന്ന് മെട്രോ കയറുക, മെട്രോ കയറിയിട്ട് ഓട്ടോ വിളിച്ച എല്ലാ റൂട്ടും ഇങ്ങനെ 1 by 1 ആയിട്ട് എനിക്ക് ഇങ്ങനെ ഏരോ മാർക്കിട്ട് അയച്ചു തരിക. ഈവൻ ഓട്ടോ ഫെയർ വരെ ഇവിടുന്ന് ഇത്ര ആവുള്ളൂ, നീ പൊക്കോ സെറ്റാണ്. അങ്ങനെ നമുക്ക് തിരിച്ചു വരാനുള്ളത്. പിന്നെ എന്തപ്പോ സംഭവിക്കണം, ഞാൻ രഹനോട് എടാ റൂട്ടൊക്കെ സെറ്റ് ശരിക്കും ആയോ? അപ്പോ അങ്ങനെ ഏത് ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കണം, ഇന്ന ഹോട്ടലിൽ കയറിയാൽ വെജിറ്റേറിയൻ മാത്രം കിട്ടുള്ളൂ, ഇന്ന ഹോട്ടലിൽ കയറിയാൽ നോൺ വെജ് മാത്രം. ഇതെല്ലാം നമ്മൾ തപ്പിപ്പിടിച്ച് കണ്ടുപിടിക്കേണ്ട അവസ്ഥ. പക്ഷെ നമ്മളൊരു കാര്യത്തിന് അവിടെ ഇറങ്ങിയ സമയത്ത് നമുക്ക് എന്ത് നമ്മുടെ ചുറ്റിലെല്ലാം പ്രകൃതി മാറി നിൽക്കുന്നു. പക്ഷെ ഒരു കുഞ്ഞു കേസാണെങ്കിൽ പോലും നമുക്ക് നമുക്ക് ഇങ്ങനെ അറിയാൻ പറ്റും. നമുക്ക് ഓരോ മൊമെന്റിലും ഓരോ കാര്യങ്ങളിൽ നമ്മളിങ്ങനെ കൊണ്ടിട്ടിട്ട്, പക്ഷെ അവിടെ നിന്ന് ഞാൻ പിന്നോട്ട് മാറുകയാണെങ്കിൽ എനിക്ക് ആ ഒരു കാര്യം ആ ഒരു യാത്രയാണ്, നമ്മുടെ യാത്രകളിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നവരാണ്. അതുപോലെ തന്നെ ആ ഒരു ജേർണിയിൽ നിന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു, ഒരുപാട് പേരെ മീറ്റ് ചെയ്ത്. അപ്പൊ ബാക്കിയൊന്നും നോക്കാല്ല, സ്മൂത്ത് ആയിട്ട് പോയി. ലെമറ്റുണ്ട് അപ്പൊ ഫ്രണ്ടിലെത്തുമ്പോ പറഞ്ഞൊക്കെ ശരിയാണല്ലോ, ഇത് സെറ്റാണല്ലോ. അപ്പൊ അവിടെ പോയി നമ്മൾ ഗൈഡിനെ മീറ്റ് ചെയ്ത ആ ഒരു ഫസ്റ്റ് മൊമെന്റ് എന്നൊക്കെ പറയുമ്പോ ശരിക്കും ഭയങ്കര ഒരു, കാരണം അത്രയും ഹമ്പിൾ ആയിട്ട് അത്രയും നമ്മള് ഫസ്റ്റ് ടൈമാണ് നമുക്ക് അവിടെ കാണുന്നതെന്ന് പറയാൻ പറ്റില്ല. കാരണം അവിടെ പോയി ആ ഒരു ടീമിന്റെ കൂടെ ജോയിൻ ചെയ്ത് ആ ഒരു കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തുള്ളൂ, പക്ഷെ അവിടുന്ന് എന്തൊക്കെയോ ഒരു എനർജി കയറി എന്നുള്ളതാണ്. കാരണം ഞാന് GC ജോയിൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു കോച്ച് ആവാനോ ട്രെയിനർ ആവാനോ ഒന്നല്ല, പക്ഷെ ആ ഒരു ടീമിന്റെ ഒരു ബ്യൂട്ടി കണ്ടിട്ട് തന്നെ. പക്ഷെ ഇതിലുള്ള ഓരോ കാര്യം എങ്ങനെ GCTP ആണ് ഇതിന്റെ ടേം എന്ന് പോലും അത്രയും നമുക്കൊന്നും അറിയൊന്നുമില്ല. പക്ഷെ അവിടുന്ന് ആ ഒരു 10th ബാച്ചിന്റെ ആ ഒരു കൺവൊക്കേഷൻ കഴിഞ്ഞ സമയത്ത് തന്നെ ഉള്ളിലൊരു കത്തൽ, ഇത് എന്തോ ഉണ്ട് എന്നെ ഇങ്ങനെ അട്രാക്ട് ചെയ്തോണ്ടിരിക്കുക. എന്തോ എനിക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട്, ഓരോ വേർഡ്സ് കേൾക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് എന്തോ ചെയ്യാനുണ്ട് എന്നുള്ള ഒരു തോട്ട് അവിടുന്ന് ഫീൽ ചെയ്യാം.
പിന്നീട് നാട്ടിലെത്തിയിട്ടാണെങ്കിലും ഞാൻ ഈ പറഞ്ഞല്ലോ, നമ്മൾ കോൾ ചെയ്യാറുണ്ട്, പെയറാണ്, നമ്മൾ എല്ലാം ഷെയർ ചെയ്യണം. നമ്മുടെ ഓരോ ജേണിയിൽ ഓരോ മൊമെന്റ് നമ്മൾ ഒരുമിച്ചാണ് മുന്നോട്ട് പോയിരുന്നത്. അപ്പോൾ ഇതെല്ലാം പറയുന്ന സമയത്ത് നമുക്കും ചെയ്യാലോ, നമുക്ക് GCTP ചെയ്യാം. ഇപ്പൊ ഈ യാസ്മിന്റെ കേസ് പറഞ്ഞാൽ അവള് GCTP ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം കൂടെ പറഞ്ഞ് നമ്മൾ ഓരോ മൊമെന്റിലും നമ്മുടെ ലൈഫിൽ എന്ത് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റെപ്പ് എടുക്കുന്നത് കുറച്ചും കൂടെ ഒരു മൈൻഡ്ഫുൾ ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ അടിപൊളിയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റി എന്നുള്ളതാണ്. പിന്നീട് റുമിനേറ്റ് വന്ന് അത് അറ്റൻഡ് ചെയ്ത് ഈ GCTP അവിടുന്ന് പോയി വന്നതിന്റെ ശേഷം ഗൈഡിന്റെ മെന്ററിങ് തന്നെ എടുക്കണം എന്നുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു. ഗൈഡിന്റെ ബാച്ച് 4 മെന്റിയാണ്. അപ്പൊ ആ ആ ഒരു ടൈമില് നമുക്ക് പേയ്മെന്റ് ഒക്കെ ഒരു 1 lakh എന്നൊക്കെ പറയുമ്പോൾ പേയ്മെന്റ് അത്യാവശ്യം വലിയ എമൗണ്ട്. നമ്മളിത് എങ്ങനെ ഏൺ ചെയ്യും എന്നുള്ള സംഭവം ഒക്കെ ഉണ്ടല്ലോ, പാരന്റ്സിനൊക്കെ എങ്ങനെ കൺവിൻസ് ചെയ്യുന്നു. പക്ഷെ അതെല്ലാം അതിന്റെ ഒരു സ്മൂത്ത് ആയിട്ട്, കാരണം നമ്മൾ ആ ഒരു കാര്യത്തേക്ക് ഇറങ്ങി നിൽക്കുന്ന സമയത്ത് എല്ലാം നമ്മളോട്ട് വരുന്നുള്ളത് പല മോഡിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് തന്നെ പിന്നെ ഡൗട്ടും കാര്യങ്ങളൊന്നും ഇല്ല. ലൈഫിൽ ഓരോ ഡേ ഇനി എന്തായിരിക്കും ന്യൂ ആയിട്ട്, ഇനിയിപ്പോ എന്താ എനിക്ക് വരാൻ പോണത്, ഞാൻ അതിൽ നിന്ന് എന്താ പഠിക്കാൻ പോണത്, ആ ഒരു മോഡിലായിരുന്നു കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നീട് മെന്ററിങ് ജോയിൻ ചെയ്ത് ആ ഒരു ജേർണി അപ്പോഴാണ് മെന്ററിങ് ഒക്കെ ഇങ്ങനെ ഓരോ സൈഡ് എടുത്തിട്ട് ഗൈഡ് ഇങ്ങനെ ഫുൾ പണി തരലാണല്ലോ, ഓരോന്നും ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഈ ഒരു 22 ഇയേഴ്സിൽ നമ്മൾ എന്താണ് നമ്മൾ ലൈഫിൽ കണ്ടുപോയിട്ടുള്ളത് എന്നുള്ളതാണ്. കാരണം ഓരോ മൊമെന്റിലും എത്രത്തോളം നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് ഇരുന്നിട്ടുണ്ട്. ഈ ഗ്രാറ്റിറ്റ്യൂഡ്, നമ്മളിപ്പോ ഒരാൾ ഒരു മിഠായി വാങ്ങി തന്നാലും പെൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓക്കെ താങ്ക് യു എന്ന് പറയും. അത് എത്രത്തോളം ഫീൽ ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത് എന്നുള്ളത്. പലതിനും നമുക്ക് അത്ര ഫീൽ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ചിലപ്പോ ഒരാൾ എന്തെങ്കിലും തരുന്ന സമയത്ത് നമ്മൾ തരുന്നതെന്ന് മാത്രമല്ല, നമ്മൾ അവിടെ ഇവിടെ ഒക്കെ നോക്കിയിട്ട് അവൻ പറയുന്നുണ്ടാവും. ആ ഒരാളെ പ്രസന്റ് ചെയ്യുന്ന, ഒരാളെ കാണുമ്പോൾ നമ്മൾ അവരോട് ബിഹേവ് ചെയ്യുന്ന രീതിയിൽ, ഇങ്ങനെയുള്ള ഓരോ കാര്യത്തിനും ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് മാത്രമല്ല ഫോർഗിവ്നെസ് ആണ്. സോറി പറയാൻ നല്ല മടിയുള്ള ഒരാളായിരുന്നു ഞാൻ. തുറന്നു തന്നെ പറയും. കാരണം ഫോർഗിവ്നെസ് ചാനലൊക്കെ എഴുതാൻ തുടങ്ങിയപ്പോ ഇതിനൊക്കെ സോറി പറയുന്നതല്ലേ. കാരണം സോറി പറയാനാണെങ്കിലും ഇനിയിപ്പോ ഒരാള് നമുക്ക് അത്രയും ഹേർട്ട് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ ഒരാൾ നമ്മളോട് സോറി പറയുന്ന സമയത്താണെങ്കിലും അത് ആക്സെപ്റ്റ് ചെയ്യാൻ നല്ല മടിയുള്ള ഒരു കൂട്ടത്തിലായിരുന്നു. കാരണം നമ്മൾ അത്രയും നമുക്ക് ഒരു കാര്യം നമ്മൾ വിഷമിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും ഉള്ളിൽ അത്രയും ഹേർട്ട് ചെയ്ത് നമ്മൾ അത്രയും ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു രീതിയിൽ നിൽക്കുന്ന മൊമെന്റ് ആയിരിക്കും. അപ്പൊ അതിങ്ങനെ മാറ്റണം എന്നൊക്കെ പറയുന്ന സമയത്ത് പഠിച്ചോ എന്ന് വെച്ചാൽ പറയും നമ്മള് എല്ലാം പുറത്തു തരും എന്നൊക്കെ പറയുന്ന സമയത്തും നമുക്കത് പുറത്തു കൊടുക്കാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലൊക്കെ. പിന്നീട് അതിന്റെ ബ്യൂട്ടി ഒക്കെ മനസ്സിലാക്കാൻ തുടങ്ങി എന്നുള്ളതാ. അനങ്ങിയ സോറി ചോദിക്കലായി എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ഇതുണ്ടല്ലോ, നമുക്ക് ഇനി നമ്മളെ കൊണ്ട് അവർക്കൊരു ഇതായിട്ടുണ്ടാവും. കാരണം നമ്മൾ പിന്നത്തേക്ക് മാറ്റി വെക്കാൻ പറ്റില്ല. അപ്പൊ ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ചോദിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ലൈഫിൽ ഇങ്ങനെ പോയി ഗ്രാറ്റിറ്റ്യൂഡിന്റെ, ഫോർഗിവ്നെസിന്റെ, അൺകണ്ടീഷണൽ ഇതിന്റെ എല്ലാത്തിന്റെ ബ്യൂട്ടി അറിഞ്ഞിട്ടുള്ള ഒരു ജേർണി ആയിരുന്നു പിന്നീട് എന്നുള്ളത്. പിന്നെ മെന്ററിങ് കഴിഞ്ഞ് അത് കഴിഞ്ഞതിന് ശേഷം ജൂണിൽ വരുന്നുണ്ടായിരുന്നു GCTP. ആ ഒരു ടൈമിൽ വരുമ്പോ 11th ബാച്ചിന് പിന്നെ ഈ ദുബായ് ബാച്ച് വന്ന മുതൽ അത് കുറച്ചും കൂടെ സംതിങ് നമ്മൾ കുറച്ചും കൂടെ റിസ്ക് എടുക്കേണ്ട ഒരു എലമെന്റും കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. അപ്പൊ അതെന്നെ ജോയിൻ ചെയ്യണം എന്നുള്ള ഒരു മൂഡിക്ക് മാറി. അപ്പൊ മെയിൽ എനിക്ക് എക്സാം ഉണ്ട്. അപ്പൊ മെയിൽ എക്സാം കഴിഞ്ഞിട്ട് ജൂണിൽ പോവാം എന്നുള്ളത് വന്ന ടൈമിലാണെങ്കിലും ഈ ഒരു ഫാക്ടർ ഉള്ളതുകൊണ്ട് തന്നെ ഞാനത് മാറ്റി വെച്ചു എന്നുള്ളതാണ്. പിന്നീട് പലപ്പോഴായിട്ട് നമ്മൾ പോകണം എന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഒരിക്കലെങ്കിലും പോകണം, വിസിറ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം, അജ്മീർ പോകണം, ഡൽഹി അവിടെയൊക്കെ പോകണം എന്നുള്ളത് ഒരുപാട് കാലത്ത് ആഗ്രഹിക്കുന്നു. പക്ഷെ അതൊന്നും നടക്കാതെ ഇങ്ങനെ ഇട്ടിരിക്കുന്നു. ആ ഒരു ജേർണി പെട്ടെന്ന് തന്നെ എല്ലാം എക്സ്പെക്റ്റഡ് ആയിട്ട് എല്ലാം മുന്നിൽ വന്ന്, അതും വേറെ കാര്യം എന്ന് പറഞ്ഞാൽ വിത്തിൻ ഒരു 2-3 ഡേയ്സ് കൊണ്ടാണ് അത് ഫുൾ പ്ലാൻ ചെയ്തത്. നമ്മൾ ട്രെയിനിനൊക്കെ പോകണമെങ്കിൽ മുമ്പേ ബുക്ക് ചെയ്യണമായിരുന്നു. പക്ഷെ അത് നടക്കൂലായിരുന്നു. നമ്മള് എന്താണ് ഫ്ലൈറ്റ് എടുത്ത്, പക്ഷെ അതിന്റെ നമ്മൾ അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പാസ് ചെയ്യാനുള്ളതും റൂമും കാര്യങ്ങളും എല്ലാം ഞാൻ ഫുൾ പ്ലാൻ ചെയ്തുകൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ശരിക്കും ആ ജേർണി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്ന, നമ്മള് പേടിച്ചിട്ടൊക്കെ എന്തെങ്കിലും കാര്യം പിന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് നടക്കൂല എന്നുള്ളത് നമ്മൾ മുന്നിട്ട് ഇറങ്ങിയാൽ തന്നെ അതിനുള്ള റിസൾട്ട് ഉണ്ടാവുള്ളൂ എന്നുള്ളതൊക്കെ അതിൽ നിന്ന് മനസ്സിലാവാൻ പറ്റും. പിന്നെ വേറെ കേസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ വില്ലനാണ് എന്റെ ഡ്രൈവിംഗ് പഠിക്കുക എന്നുള്ളത്. കാരണം 18 വയസ്സായപ്പോ എന്ത് ചെയ്തു, എക്സാമും അതിന്റെ ഇടയിലൊന്നും എനിക്ക് പോയിട്ടുണ്ടായിരുന്നു, കമ്പി മറിച്ചിട്ട് പോരുക എന്നല്ലാതെ അതിന്റെ അപ്പുറം ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടില്ല. എട്ടിട്ട് സ്കൂട്ടി എന്തോ ഫസ്റ്റ് ഇതിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു, സ്കൂട്ടി ലൈസൻസ്. പക്ഷെ കാറിന്റെ കിട്ടിയിട്ടുണ്ടായില്ല. 3 വട്ടം കാരണം പ്രാക്ടീസ് ചെയ്യാൻ ഒന്നും പോകില്ല. പക്ഷെ ഈ GC ഒക്കെ കഴിഞ്ഞൊരു ടൈമിലാണ് ഇതിനെന്തായാലും ഒന്ന് നോക്കി നോക്കണം.
കാരണം ഗൈഡിന്റെ മെന്ററിംഗ് ഒന്നും എടുക്കണം. ഇത്രയൊക്കെ പഠിച്ചിട്ട് മൈൻഡിന്റെ പവർ മനസ്സിലാക്കിയിട്ട് ഒരു ലൈസൻസ് ഇല്ല എന്നൊക്കെ പറയുമ്പോൾ, ഒരു കാറിന്റെ ലൈസൻസ് ഒക്കെ എടുത്തില്ല എന്ന് പറയുമ്പോൾ കുറച്ചൊരു മോശമായി തോന്നി. എന്ന് വെച്ചാൽ പഠിക്കണം, നമുക്ക് അറിയണമല്ലോ, നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ എല്ലാത്തിലും ഒന്ന് അപ്ലൈ ചെയ്യണം. അതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കേസ് അല്ലേ വിചാരിച്ചിട്ട് അങ്ങനെ വലിയതിലൊക്കെ പോയി ജോയിൻ ചെയ്തു. ഈ പറഞ്ഞ പോലെ ഓഫീസിന്റെ ഇടയിൽ റംസാൻ ടൈം വരുന്ന ക്ലാസ്സിനൊന്നും പോകാൻ പറ്റില്ല. ഈ പറഞ്ഞ പോലെ എച്ചിടാരൊന്നും പോകാൻ പറ്റില്ലായിരുന്നു. സൺഡേസ് ഒക്കെ ഒന്ന് പോവായിരുന്നു. അപ്പൊ പിന്നെ എന്തിനാണ് ഈ മൈൻഡൊക്കെ തന്നുള്ളത് പറഞ്ഞിട്ട് ഫുൾ വിഷ്വലൈസേഷൻ, മാനിഫെസ്റ്റേഷൻ, ഈ സാധനങ്ങൾ ഇങ്ങനെ യൂസ് ചെയ്തിട്ട് അവസാനം ഞാൻ എന്ത് ചെയ്ത്, നമ്മളെ പഠിപ്പിക്കൂല, ആളോട് പറഞ്ഞ് നിങ്ങളൊരു ഓഡിയോ അയച്ചു തരുമോ, ഈ വണ്ടി ഓടിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ഇങ്ങനെ പറയില്ല നമ്മള്, കണ്ണാടി ഇങ്ങോട്ട് വന്ന് നമ്മൾ ഇങ്ങോട്ട് ഇത്ര ഓഡിയോ ഓടിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇതിന്റെ ഓഡിയോ ഒന്ന് അയച്ചു തരുമോ ചോദിച്ചു. അങ്ങനെ ആള് ഓഡിയോ അയച്ചു തന്ന് ഒന്ന് രണ്ട് എച്ച് ക്ലാസ്സിന് പോയി, ഒന്ന് രണ്ടെണ്ണത്തിന് പോയി. അങ്ങനെ എന്ത് ചെയ്ത് റോഡിന് പോവായിരുന്നു. അവസാനം ഈ പറഞ്ഞ പോലെ ഫുൾ നല്ല പേടിയായിരുന്നു ഞാൻ പോകുന്ന സമയത്ത്. പക്ഷെ ഡേറ്റ് എടുത്തതെന്ന് പറഞ്ഞാല് ആള് ചോദിക്കും വിളിച്ചിട്ട് ഡേറ്റ്, ടൈം ആയിട്ടില്ല എന്ന് വെച്ചാൽ ഇതൊക്കെ പഠിക്കുന്നുണ്ട് പക്ഷെ ടൈം ആയിട്ടില്ല, കൊടുത്തിട്ടില്ല. 1 മന്ത് കഴിഞ്ഞ് 2 മന്ത് കഴിഞ്ഞ് അപ്പോഴും ഡേറ്റിന് കൊടുക്കുന്നില്ല. അപ്പൊ ഉമ്മ എല്ലാം ഭയങ്കര വിഷ്വലൈസേഷൻ എല്ലാം യൂസ് ആക്കണ്ടല്ലോ, ഡേറ്റ് എന്താ കൊടുക്കാതെ, എടുക്കാത്ത എന്താ ഡേറ്റിന്. അപ്പൊ ഞാൻ അതൊക്കെ എടുക്കേ, വെയിറ്റ് ആക്കേ, ടൈം ഉണ്ടെന്ന് പറഞ്ഞ പോലെ എന്റെ കൂടെ കൊടുത്തവരൊക്കെ ഡേറ്റ് ഒക്കെ എടുത്ത് അവരൊക്കെ പാസ്. അപ്പൊ ഞാൻ എടുക്കാം, എന്തപ്പോ ഡേറ്റ് എടുക്കാത്തന്ന്. അങ്ങനെ ലാസ്റ്റ് എന്ന് പറഞ്ഞ പോലെ ഒരു നല്ലൊരു ഫാൻസി നമ്പർ ഒക്കെ വന്ന ടൈമിൽ ഞാൻ അന്ന് ഇനി എടുക്കാം. അടുത്ത ടൈമിലാണെങ്കിൽ അധികം ദൂരമില്ല ആ ഡേറ്റിന്. അപ്പൊ അങ്ങനെ കിട്ടൂല എന്നൊക്കെ പറഞ്ഞ് അവസാനം ആള് പറഞ്ഞു എന്നാലും നീ ഇപ്പോഴെങ്കിലും ഒന്ന് പറഞ്ഞല്ലേ ഡേറ്റ്, അപ്പൊ നമുക്ക് എടുത്തരാന്നൊക്കെ പറഞ്ഞു. എടുത്ത സമയത്താണെങ്കിലും ആ സൺഡേ എനിക്ക് പോവാൻ പറ്റുമെന്ന് വിചാരിച്ചു. ഞാൻ അങ്ങനെയൊക്കെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു സൺഡേയിൽ പ്രാക്ടീസിന് പോവാന്നുള്ളത്, പക്ഷെ അതും പോവാൻ പറ്റില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഓടിയൊക്കെ ഉണ്ടല്ലോ ഫുൾ സെറ്റ്. അവിടെ പോയ ടൈമിൽ നമ്മളുണ്ടല്ലോ എവിടെയെങ്കിലും ഇപ്പൊ എക്സാമിനാണെങ്കിൽ എക്സാം ഹാളിൽ കയറുന്ന മുന്നേ നമുക്കൊരു പ്രിപ്പറേഷൻ ഉണ്ടല്ലോ, ആ ക്വസ്റ്റ്യൻ അവിടെ നിന്ന് ഇത് പഠിച്ച് അത് റിവൈസ് ചെയ്താന്നൊക്കെ പറഞ്ഞു. അതുപോലെ ഒരു ലെവലായിരുന്നു. എല്ലാവരും ഇതിങ്ങനെ ഓടിക്കണ്ടേ, ഫസ്റ്റ് ഇങ്ങോട്ട് ലെഫ്റ്റ് പിന്നെ റൈറ്റ് ഇതൊക്കെ ഇന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇരുന്ന് ടെൻഷനായി. ഞാൻ ഭയങ്കര കൂളായിരുന്നു. ഉമ്മ പറഞ്ഞു ഞാൻ ഇവിടെ നിൽക്കണില്ല, ഞാൻ പോവാണ്, ഇവിടെ നിന്നാൽ ശരിയാവില്ല. ഉമ്മാക്കും ടെൻഷൻ ആവാൻ തുടങ്ങി. കാരണം ഇത് ഭയങ്കര വൻ ബിൽഡപ്പ് കൊടുത്തിട്ടാണ് ഞാൻ ക്ലിയർ ചെയ്തിട്ടാ വരിക പറഞ്ഞിട്ട് വൻ ബിൽഡപ്പ് കൊടുത്തിട്ട് പോകുന്നതാ. അപ്പൊ പേടിയൊന്നുമില്ല, ഒന്നും പേടിക്കുന്നൊന്നുമില്ല. അപ്പൊ എന്റെ കൂടെ ആളുണ്ടായിരുന്ന ആളിങ്ങനെ പറഞ്ഞ പോലെ പേടിക്കൊന്നും വേണ്ടട്ട നമ്മള്, എനിക്ക് പേടിയൊന്നുമില്ല. അവസാനം പോയി എന്താണ് ഇതെടുത്ത് കഴിഞ്ഞ് വന്ന സമയത്ത് എന്താണ് ആള് ചോദിക്കുന്നത്, അല്ല ഇതെങ്ങനെ ഇങ്ങനെ കറക്റ്റ് കൊണ്ടുവന്നിട്ട്. ഞാൻ ചോദിച്ചു ഇതിങ്ങനെ ആരും എടുത്ത് കൊടുന്ന് വെച്ച പോലെ ഉണ്ട്. അപ്പൊ അത്രക്കും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതാ. കാരണം അവിടെ എന്ന് പറഞ്ഞാൽ ആ ഒരു കോൺസെൻട്രേഷൻ ഉണ്ടല്ലോ, കാരണം ടെൻഷൻ ഇല്ലാതെ ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്ക് ആ ഒരു കാര്യം ചെയ്യാൻ പറ്റും. അപ്പൊ ഇതുപോലെ നമുക്ക് ഓരോ കാര്യത്തിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മാക്സിമം നമ്മുടെ ആ ഒരു എന്താണ് എഫേർട്ട് എടുത്തിട്ട് നമുക്ക് എല്ലാ പവറും നമ്മുടെ തന്നിട്ടുണ്ട്. നമുക്ക് മൈൻഡിൽ നിന്നൊരു പാട്ടിൽ നമുക്ക് എല്ലാ പവറും തന്നിട്ട്, അപ്പൊ അത് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതിന്റെ ഓരോ റിസൾട്ട്. അപ്പൊ എനിക്ക് ഇതിന്റെ ഒരു ഇതായിരുന്നേ, എന്താണ് ഒരു ആവശ്യമായിരുന്നു. കാരണം ഇതിന്റെ ഇതൊക്കെ യൂസ് ചെയ്ത് നമുക്ക് എന്തൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ പല കാര്യങ്ങളിലും ചില ടൈമിൽ നമുക്ക് ഡിലേ അനുഭവപ്പെട്ടിട്ടുണ്ട്. കുറെ കാര്യങ്ങളിൽ ലൈഫിൽ സ്ട്രഗിൾസ് ഒക്കെ നടക്കുമ്പോൾ ചിലപ്പോൾ ഈ GC കഴിഞ്ഞാൽ അത് സംഭവിക്കുന്ന സമയത്ത്, ആ ഒരു ഡിലേ വരുന്ന സമയത്ത് എന്നെ തന്നെ ഒന്ന് ഡൗട്ട് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾക്കൊരു ക്വസ്റ്റ്യനിങ് മൈൻഡ് നമുക്ക് എപ്പോഴും വരുമല്ലോ. നമ്മള് സിയല് പറയാ ക്വസ്റ്റ്യനിങ് മൈൻഡ് വേണം. ഒരു പ്രൊഫഷണൽ ആവുന്ന സമയത്ത് നമുക്ക് എപ്പോഴും ഒരു ക്വസ്റ്റ്യനിങ് മൈൻഡ് വേണമെന്ന്. പക്ഷെ അത് ലൈഫിൽ ആ ഒരു ക്വസ്റ്റ്യനിങ് മൈൻഡ് കൊണ്ടുവന്ന് നടന്നിട്ട് ആ ഒരു പ്രൊഫഷണൽ പാർട്ടിൽ വേണമെന്നല്ല, അത് ലൈഫിൽ കൊണ്ടുവന്നിട്ട് ഒരു കാര്യമില്ലാന്ന് GC കഴിഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു കാര്യം വെച്ചിട്ട് ഏതൊരു കാര്യത്തിൽ ഡിലേ അനുഭവിക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെ ചെയ്യാറില്ല. കാരണം എന്തോ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ടൈം ഉണ്ട്, ആ ഒരു സമയത്ത് അതിനുള്ളതെല്ലാം ആ പാത്ത് ശരിക്കും ഓപ്പൺ ആയിട്ട് വരും എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റിൽ തന്നെ ഇരിക്കുന്നുണ്ട്. പല കാര്യങ്ങളും നമ്മൾ പോലെ എക്സ്പെക്ട് ചെയ്യുന്ന, ഇപ്പൊ ലൈഫിൽ ഇൻസിഡന്റ് അത് ഇതുപോലെ ആയിരിക്കും അല്ലെങ്കിൽ ഇന്നത് കൊണ്ടായിരിക്കും എന്ന് പ്രഡിക്റ്റ് ചെയ്യുന്നതിന്റെ മുമ്പ് തന്നെ അതെന്താണ് എന്നുള്ളത് ഓപ്പൺ ചെയ്തിട്ട് വരാറുണ്ട് പല ടൈമിലും. ഈ പറഞ്ഞ പോലെ തന്നെ GCTPയുടെ കേസ് ആണെങ്കിലും ഒരിക്കലും ഒരു നിലക്കും പോവാൻ പറ്റൂല എന്ന് നിന്നിരുന്ന ഒരു മൊമെന്റിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ഭയങ്കര ഈസിനെസ്, അതിൽ വന്ന ഒരു ഈസിനെസ് എന്താണ് എങ്ങനെയെന്ന് എനിക്ക് ഇപ്പോഴും എങ്ങനെ അത് സംഭവിച്ചു, അതെങ്ങനെ സംഭവിച്ചു എന്നുള്ള ആ ഒരു മിറാക്കിൾ ഇപ്പോഴും അതിന്റെ ആ ഒരു പാത്ത് എനിക്ക് കറക്റ്റ് ആയിട്ടില്ല. കാരണം എന്നാലും അവിടെ എത്തിയല്ലോ, ആ ഒരു മൊമെന്റ് ആയാലും അത് ദുബായിൽ തന്നെ ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ളത് എല്ലാം
എന്താണ് ടൂൾസിന്റെ പവർ കൊണ്ട് തന്നെ ഇതിന്റെ ഇടയിൽ എക്സ്ട്രാ ആയിട്ടൊരു എഫേർട്ട് ആ ടൂൾസിന് എന്താ ഗൈഡ് എന്താണോ പറഞ്ഞിട്ടുള്ളത് അതിനപ്പുറം എന്റെ ഒരു ഭാഗത്ത് നിന്ന് എഫേർട്ട് എടുത്തിട്ട് ചെയ്യുന്ന ഗൈഡ്, കാരണം എല്ലാം ഗൈഡ് തന്നെ പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ നമ്മൾ പോയിട്ട് ഇങ്ങനെ കാര്യം ചെയ്ത് നോക്കണം എന്ന് ചിന്തിക്കേണ്ട ആവശ്യം പോലും എല്ലാ കാര്യങ്ങളും അതിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോ GCTP ജേർണി ആണെങ്കിലും ദുബായിലെത്തി അവിടെ എത്തുന്ന ടൈം വരെ ആണെങ്കിലും റൂമും കാര്യങ്ങളും ഒന്നും സെറ്റ് അല്ലായിരുന്നു. കാരണം ബാക്കി എല്ലാതും 1 by 1 ആയിട്ട് എന്ത് ചെയ്ത് നമുക്ക് അവിടെ പോയി എല്ലാം അതിലൂടെ തന്നെ നമുക്ക് നേടിയെടുക്കാൻ പറ്റി എന്നുള്ളത്. അവിടെ ആ ഒരു എന്താണ് 12 days ആണെങ്കിലും ശരിക്കൊരു ഒരു വല്ലാത്തൊരു ജേർണി തന്നെയാണ് അതൊക്കെ പറയുമ്പോൾ. കാരണം അവിടെ പോയിട്ടുള്ള മൊമെന്റ്സ് ആണ് നമുക്ക് ആ ഒരു പ്രസന്റിൽ എപ്പോഴും പറയുന്ന പോലെ നമുക്ക് ഒരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ അവിടുത്തെ ഒരു സോളായി മാറണം എന്ന് പറയുന്ന പോലെ ആ ഒരു സ്ഥലം ശരിക്കും നമ്മളോട് ആവാഹിച്ചെടുക്കാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നത്. കാരണം അതുകൊണ്ട് തന്നെ ഇനിയും പോകണം. കാരണം ആ ഒരു ജേർണിക്കുള്ള പല ഓപ്പണിങ്ങും ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുക. അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് പല കാര്യങ്ങളിലും നമുക്ക് ആ ഒരു ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ ടൂൾസിന്റെ പവർ കൊണ്ട് തന്നെയാണ്. കാരണം ഇങ്ങനെ വിഷമിച്ച് നടന്ന് എല്ലാത്തിന്റെ ഫ്രണ്ടിലേക്ക് വരാൻ പേടിച്ച് നിന്നിരുന്ന ഒരാള് ഇന്നിപ്പോ എന്താണ് സൂമിലൊക്കെ ഇരുന്ന് സെഷൻ എടുക്കാൻ പറ്റുന്നുണ്ട്. ഒരുപാട് സെഷൻസ്, പിന്നെ 1-to-1 മെന്ററിങ് ഇപ്പൊ തന്നെ ഒരു 1 monthനുള്ളിൽ തന്നെ ഏൺ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ്. കാരണം ഒക്കെ ആയിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് ആ കോട്ടും സൂട്ടൊക്കെ ഇട്ട് നടക്കണം. അങ്ങനെ നമ്മൾ അതൊക്കെ സ്വപ്നം കണ്ടിരുന്ന ഒരു ജേർണി ഉണ്ട് കുറെ അകലെ. ഈ എക്സാം ഒക്കെ ക്ലിയർ ചെയ്ത് ഇനി 2 year ഉണ്ടാകും. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സ്വപ്നം കണ്ടിരുന്ന ഒരു ജേർണി ഗൈഡും ടീമും ഉള്ളതുകൊണ്ട് എനിക്ക് അതെല്ലാം ഫാസ്റ്റ് അത് കുറച്ചും കൂടെ മൈൻഡ്ഫുൾ ആയിട്ട് അതാണ് ആഡ് ചെയ്യേണ്ട ഒരു ഫാക്ടർ. കാരണം ഞാൻ പറയുമായിരുന്നല്ലോ, നമ്മൾ ഇത്രയും ടെൻഷൻ അടിച്ചൊക്കെ പോയി കുറെ മെഡിസിൻസ് ഒക്കെ കഴിച്ച് അവസാനം വല്ല ഹാർട്ട് ഫെയിലർ അങ്ങനെയുള്ള പല ദീപാണ് അത് എഫക്ട് ചെയ്യുക. കാരണം മെഡിസിൻസിനൊക്കെ നല്ലോണം കഴിച്ചിരുന്ന ഒരാളാണ്. എന്താണ് തലവേദന അപ്പൊ ഒരു മെഡിസിൻ കഴിച്ച പിന്നെ നമ്മൾ അറിയണ്ടല്ലോ ആ രീതിയിൽ പോകുന്നത്. പക്ഷെ ഇപ്പൊ മെഡിസിൻ ഒന്നും വേണ്ടേ. 12 days ഒക്കെ എന്ന് വെച്ചാൽ നമ്മൾ ഉറക്കണ്ടാവില്ല. 2 hour 3 hour ഒക്കെ ചിലപ്പോൾ ഉറങ്ങുന്നുണ്ടാവും. കുറെ സെഷൻസ് ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ എല്ലാവരും കൂടെ ഇരുന്ന് സംസാരിച്ച് ആ ഒരു ഡേ ഒക്കെ ഷെയർ ചെയ്തിട്ട് ഉറങ്ങാതിരിക്കുന്ന സമയത്ത് ഈവൻ ഒരു പാരസിറ്റമോൾ പോലും ഇപ്പൊ വേണ്ട എന്നുള്ളതാണ്. കാരണം ആ ഒരു രീതിയിൽ നമുക്ക് മാറാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മൈൻഡിന്റെ പവർ കൊണ്ട്. ഇപ്പൊ പീരീഡ്സ് ഇറഗുലർ ആന്ന് പറഞ്ഞു, അതും ഇന്ന ഒരു ഡേറ്റ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നാ എന്റെ ഡേറ്റ് വെച്ചാൽ അതൊന്നും എനിക്കറിയാം. പക്ഷെ ഇപ്പൊ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡേറ്റ് വെച്ച് അതാണ് എന്റെ ഡേറ്റ്. ആ ഒരു ഡേറ്റ് ആകുമ്പോഴേക്കും തന്നെ നമുക്ക് അങ്ങനെ നമ്മുടെ ഹെൽത്ത് പോലും നമ്മുടെ ഓരോ സെല്ല് പോലും നമ്മളിലുള്ള ചേഞ്ചസ് അറിയുന്നുണ്ടെന്ന്, ആ ഒരു ചേഞ്ച് പോലും അറിയാൻ പറ്റുന്നുണ്ട് എന്നുള്ള. അപ്പൊ അത്രക്കും എന്ന് വെച്ചാൽ നമ്മൾ പറയില്ല ഇതൊക്കെ നമ്മുടെ കയ്യിൽ കെടുക്കുന്നതല്ല എന്ന് പറയും, നമ്മുടെ ഹെൽത്തിലുള്ളവരൊക്കെ നമ്മുടെ കയ്യിൽ കെടുക്കുന്നത്. പക്ഷെ എന്നാൽ പോലും നമുക്ക് ആ ടൂൾസിന്റെ പവർ വെച്ചിട്ട് നമുക്ക് അതിൽ പോലും ഒരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെന്റെ ലൈഫിൽ ടീമും ഗൈഡും ഏരിയൻ ടോക്സ് ഉള്ളത് കൊണ്ട് തന്നെയാണ്. കാരണം ആ ഒരു ഷിഫ്റ്റ് പോലും വന്നിട്ടുള്ളത് ഇതുകൊണ്ട് തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം അതങ്ങനെ പറയണം, അതിന്റെ അപ്പുറം അവിടെ വേറെ ഒന്നുമില്ല. കാരണം ഇപ്പൊ എക്സാമിന്റെ കേസ് ആണെങ്കിലും ഇപ്പൊ ഓഫീസിന്റെ കേസ്, എല്ലാ കാര്യത്തിനും ഇപ്പൊ ഫാമിലിയിലാണെങ്കിലും ഇപ്പൊ എല്ലാവരും നമ്മളൊന്നും എന്താണ് പറഞ്ഞ പോലെ അത് അത്ര പെട്ടെന്ന് ക്ലിയർ ചെയ്യൂല എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ ഒരാൾ കാണുമ്പോൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഓക്കെ ഞാൻ CS സ്റ്റുഡന്റ് ആണ് എന്നാ പറയാറ്. അപ്പൊ തന്നെ അവര് എല്ലാവരും ഒരു തിളക്കം കാണും, ലക്ഷ്യങ്ങള്, ആ ഒരു മൈൻഡ് സെറ്റ്. അപ്പൊ അവര് ലക്ഷ്യങ്ങൾ ആലോചിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഇവിടെ ഇങ്ങനെ വിഷമ. കാരണം ഇതൊക്കെ പാസ്സാവണ്ടേ, ടൈം എടുക്കുമല്ലോ. നമ്മുടെ ആ ജേർണിയുടെ കഷ്ടപ്പാടും വിഷമമാണ്. പക്ഷെ ഇന്ന് ഒരാൾ വന്നിട്ട് ഒരാൾ കാണുന്ന സമയത്ത് എന്താ ചെയ്യുന്നത്, CS സ്റ്റുഡന്റ് ആണ്, മൈൻഡ് പവർ ട്രെയിനർ ആണെന്ന് പറയുമ്പോൾ അവിടെ ഒരു വിഷമത്തിന് ഒന്നിനും ഒരു ചാൻസ് ഇല്ല. ഇന്നും ഞാൻ ആർട്ടിക്കിൾഷിപ്പ് ചെയ്യുന്നുള്ളു, പക്ഷെ എന്നാൽ പോലും അവിടെ വേറെ ഒന്നിനും ചാൻസ് ഇല്ല. കാരണം എന്റെ കൂടെ ആ മൈൻഡ് പവർ ട്രെയിനർ എന്നുള്ള ആ ഒരു മൈൻഡ് കോഴ്സ് എന്നുള്ള ആ ഒരു ടാഗ് ലൈൻ കൂടെ വരുന്ന സമയത്ത് അത് എനിക്ക് എന്റെ കയ്യിൽ ഹോൾഡ് ചെയ്ത് തരുന്ന അല്ലെങ്കിൽ എന്നിലൂടെ തരുന്ന ഒരു പവർ ഉണ്ട്. അതെന്തുകൊണ്ടാ, നമ്മൾ ഈ ഒരു ജേർണിനെ അത്രയും ബിലീവ് ചെയ്ത് അത് എന്തും കൊടുക്കാൻ വേണ്ടി റെഡി ആയതുകൊണ്ട് മാത്രമാണ്. കാരണം എന്നെ കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞിട്ട് മാറി നിന്നിരുന്ന കുറെ സംഭവങ്ങളുണ്ട്. എന്നെ കൊണ്ട് പറ്റൂല, എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ വിശ്വസിച്ചിരുന്നു. പക്ഷെ പറ്റും എന്ന് ആ ഒരു ബിലീഫോട് കൂടിയിട്ട് ഇരുന്ന സമയത്ത് കുറെ കാര്യങ്ങളാണ് ഷിഫ്റ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളത് എന്നുള്ളത്. കാരണം അത് വല്ലാത്തൊരു ബ്യൂട്ടിയാണ്. അതിന്റെ ബ്യൂട്ടി ശരിക്കും നമ്മൾ അനുഭവിച്ചറിയണം എന്ന് പറയില്ലേ. കാരണം ഇപ്പൊ നമ്മളെ GC ഫാമിലി ആണെങ്കിലും GC30 ആയിരുന്നു, അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ റിപ്പീറ്റ് ചെയ്ത് GC32 റിപ്പീറ്റ് ചെയ്ത് അതൊക്കെ എന്ന് പറഞ്ഞാൽ ആ ഫാമിലിയിലൊക്കെ ഉള്ളത് പലപ്പോഴും നമുക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റാറില്ല എന്നുണ്ടെങ്കിൽ പോലും നമ്മളെ എപ്പോഴും നമ്മുടെ കൂടെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴാണെങ്കിലും ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഫീലിൽ നമുക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട് ഉള്ളതാണ്. അപ്പൊ അതുപോലെ കുറെ കാര്യങ്ങളിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ചേഞ്ചസ് വരാൻ പറ്റിയിട്ടുണ്ട്.
പിന്നെ എല്ലാവരും ഇതുപോലെ സപ്പോർട്ടീവ് ആയിട്ടുള്ള, നമ്മൾ വീണ് പോവും എന്ന് എപ്പോഴേലും നമുക്ക് തോന്നുന്ന സമയത്ത് നമുക്ക് ഓടിച്ചെല്ലാൻ പറ്റുന്നു. നമുക്ക് ഇനി നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ളൊരു ഫീൽ ഉണ്ടല്ലോ, നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ട് എന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഈ ഇവിടെ എല്ലാവരും ഉണ്ട് എന്ന് പറയുന്നതിന് ഒരു പ്രത്യേക പവറാണ്. പണ്ട് നമ്മളെപ്പോഴും നമ്മൾ ഒറ്റയ്ക്ക് നമുക്ക് കുറെ ആൾക്കാരുണ്ട്, നമ്മളിപ്പോ എവിടെയെങ്കിലും പോകുമ്പോൾ ഇരുട്ടത്തൊക്കെ വായ ഒരാളുടെയും കൂടെ ഫ്രണ്ടിനെ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ നമുക്കൊരു ധൈര്യം. പക്ഷെ അതിനേക്കാൾ അപ്പുറം ഒരു വലിയ കമ്മ്യൂണിറ്റി കൂടെ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങോട്ടും എന്തിനും ഇറങ്ങി തിരിക്കാനുള്ള ഒരു ധൈര്യം വരും എന്നുള്ളത്. കാരണം നമ്മൾ എവിടെയും വീണ് പോകില്ല. ഇനി വീണ് പോയാൽ തന്നെ അത് വീണതായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. കാരണം അവിടെ നമുക്ക് എണീറ്റ് നിൽക്കാനുള്ള ഒരു പവർ നമുക്ക് അപ്പൊ തന്നെ കിട്ടുന്നത്. കാരണം ഈ ഒരു ലാസ്റ്റ് മൊമെന്റിൽ പോലും GCDP ജോയിൻ ചെയ്യുന്ന ലാസ്റ്റ് മൊമെന്റിൽ പോലും എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്ന സമയത്ത് എനിക്ക് കൂടെ നിന്നത് അല്ലെങ്കിൽ അതെന്റെ ടീമും മാത്രമായിരുന്നു, ടീമും ഫാമിലിയും തന്നെയായിരുന്നു. കാരണം ആ ടൈമിൽ എന്നെ എണീറ്റ് നിക്ക്, നിക്കാൻ നീ പഠിച്ചിട്ടുണ്ട്, നിക്ക്. അപ്പൊ എനിക്ക് ശരിക്കും പഠിച്ചിട്ടുണ്ട്. എന്നൊന്ന് നോക്ക്, ഒരു കുഞ്ഞു കുട്ടി നമ്മളിങ്ങനെ അവർക്ക് വീണ്ടും വീണ്ടും വീണു പോവും അല്ലെ, വീണു പോവും. അപ്പൊ അത് കുറച്ചും കൂടെ നമ്മൾ സ്ട്രോങ് ആയിട്ട് നടന്നു തുടങ്ങുമ്പോഴാണ് ആ കുട്ടി നടക്കാൻ പഠിക്കുള്ളൂ. അതുപോലെ തന്നെ നീ നോക്ക്, വീഴുമ്പോ ഞങ്ങൾ പിടിക്കാം, നീ നിൽക്കുന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ ഒരു നിർത്തുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ, അത് എന്ത് ചെയ്യാൻ പറ്റി, അന്ന് കാണാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോ ഒരുപാട് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടാവും വിശ്വസിക്കുന്നുണ്ട്. എന്തായാലും ഇത്രയും നേരം സമയം ഇവിടെ എല്ലാവരും കേട്ടതിന് ഭയങ്കര സന്തോഷമുണ്ട്, എല്ലാവരും കാണുന്ന സമയത്ത്. അപ്പോ ജേണിന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റണം, നമുക്ക് എല്ലാവർക്കും പറ്റട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു ഫൈസ, താങ്ക് യു സോ മച്ച്. അപ്പൊ എല്ലാരും മെഡിറ്റേഷൻ കഴിഞ്ഞ് ഫൈസയുടെ ഗൈഡഡ് ജേർണി കാര്യങ്ങളൊക്കെ കേട്ടിട്ട് എന്തായാലും ഒരുപാട് പേർക്ക് ഒരുപാട് ഇൻസ്പിറേഷനും കുറെ ലെസൺസ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും. കാരണം നമുക്കറിയാം പല ആൾക്കാരും പല സ്റ്റെക്നെസ്സിലും, ഈവൻ നമ്മുടെ സ്റ്റഡീസിലാണെങ്കിലും നമ്മുടെ റിലേഷൻഷിപ്പിലാണെങ്കിലും പല ഇഷ്യൂസിലും സ്റ്റെക്ക് ആയിട്ട് പലപ്പോഴും നിൽക്കാറുണ്ട്. അപ്പൊ അങ്ങനെ സ്റ്റെക്നെസ് ഫീൽ ചെയ്യുന്ന അല്ലെങ്കിൽ വാട്ട് നെക്സ്റ്റ് എന്നുള്ള ഒരു ബിഗ് ക്വസ്റ്റ്യൻ മാർക്കിൽ നിൽക്കുന്ന ആൾക്കാർക്കുള്ള ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു ലെസൺ ആണ് ആക്ച്വലി എന്ത്, നമ്മുടെ ഫൈസയുടെ ഗൈഡഡ് ജേർണി എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇൻ ബിറ്റ്വീൻ ഒരുപാട് പേര് വീഡിയോ മോഡിൽ ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരൊക്കെ വീഡിയോ മോഡിൽ വരാം. കാരണം ഒരുപാട് വട്ടം വീഡിയോ മോഡിന്റെ ഇമ്പോർട്ടൻസ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വീഡിയോ മോഡിൽ വരുന്ന സമയത്ത് കുറച്ചുകൂടി എന്താണ് നിങ്ങൾക്ക് അത് നമ്മുടെ സെൽഫിലേക്കുള്ള ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു ഷിഫ്റ്റിന്റെ ഒരു ഭാഗമാണ് ആക്ച്വലി വീഡിയോ മോഡിൽ വരുന്നത് എന്നുള്ളത്. പറ്റുന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്യാം, വീഡിയോയിൽ അപ്പിയർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇനിയിപ്പം എന്താ പറയാ, ഇതുവരെ വീഡിയോയിൽ വരാത്ത ആൾക്കാർ ഇന്ന് എന്താ അതിലേക്കുള്ള ഒരു ഗ്രേറ്റ് സ്റ്റെപ്പ് ബിഗിനിങ് ആയിട്ട് എടുക്കാന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ പെട്ടെന്ന് തന്നെ എല്ലാവരും വീഡിയോ മോഡിൽ പറ്റുന്ന ആൾക്കാരൊക്കെ വീഡിയോയിൽ അപ്പിയർ ചെയ്യാം കേട്ടോ. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുള്ളത് നമ്മുടെ ലൈഫിൽ സ്റ്റെക്നെസ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇപ്പം ഫൈസ എന്നിപ്പോ ഗൈഡഡ് ജേർണിയിൽ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തപ്പോൾ നമുക്ക് എന്താണ് അതൊരു ലെസൺ ആണ്. അപ്പം ഇനി അങ്ങോട്ട് നിങ്ങൾ എല്ലാവരും എന്താ ഇത് ആക്ഷനിൽ കൊണ്ടുവരാന്നുള്ളതാണ്. എങ്ങനെങ്കിലൊക്കെ സ്റ്റെക്നെസ്സോ അല്ലെങ്കിൽ ഇനി വാട്ട് നെക്സ്റ്റ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്കിൽ നിൽക്കുന്ന സമയത്ത് ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. ഓക്കെ, അപ്പം എന്താണ് വേ വിൽ കം എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ മൈൻഡ് അത്രയും എന്താണ് അത്രക്കും ഗ്രേറ്റ് ആണ്, അല്ലെങ്കിൽ എന്തും പറ്റും എന്നുള്ളതാണ്. നമ്മൾ തന്നെയാണ് ആക്ച്വലി നമ്മുടെ മൈൻഡിനെ എന്ത് ചെയ്യുന്നത്, ലിമിറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു മൈൻഡിനെ അൺലിമിറ്റ് ചെയ്യാന്നുള്ളത് എന്താണ് നമ്മുടെ ഓരോരുത്തരുടെ ഡിസിഷനാണ്. അപ്പം ആ ഒരു ഡിസിഷൻ എന്ത് ചെയ്യാം ഇന്ന് നമ്മൾ ചെയ്തു പോവാന്നുള്ളതാണ്. ഓക്കെ, ലൈഫിലെ സ്റ്റെക്നെസിന്റെ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ എന്ത് ചെയ്യാം, ഇന്ന് വന്നിട്ടുള്ള ആൾക്കാർ ജസ്റ്റ് ടേക്ക് യുവർ ഡിസിഷൻ ദാറ്റ് ഇനി മുതൽ അങ്ങോട്ട് എന്ത് ചെയ്യും നിങ്ങളുടെ ലൈഫിൽ. ഇപ്പൊ നമുക്കറിയാം ന്യൂ ഇയർ കൂടി വരാൻ പോവാണ്. ഇനി ന്യൂ ഇയർ ആവാൻ അല്ലെങ്കിൽ 2024 ആവാൻ ഇനി വളരെ കുറച്ച് വീക്ക് കൂടി ഉള്ളൂ, 1 or 2 weeks ഉള്ളൂ നമ്മുടെ നെക്സ്റ്റ് ഇയറിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യണം. അപ്പൊ എന്താ ഇന്നത്തെ അല്ലെങ്കിൽ സംടൈംസ് ലേറ്റർ ബിക്കംസ് നെവർ എന്നൊക്കെ പറയുന്നത് പോലെ നാളെ എന്നുള്ളത് എന്താണ് ആക്ച്വലി ഒരു എക്സ്ക്യൂസ് ആണ്. അപ്പൊ നാളത്തേക്ക് മാറ്റി വെക്കാണ്ട് ഇന്നത്തെ ഗൈഡഡ് ജേർണി അല്ലെങ്കിൽ ഇന്നത്തെ ഗൈഡഡ് ടോക്ക് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പോണേ, എന്റെ ലൈഫിൽ ചെറിയ സ്റ്റെപ്പ് ഞാൻ എന്തായാലും എടുക്കും എന്നുള്ളൊരു ഡിസിഷൻ എന്ത് ചെയ്യാം
നിങ്ങൾ എടുക്കാന്ന്, നിങ്ങൾ ഓരോരുത്തരും എടുക്കാന്നുള്ളത്. അപ്പൊ നമ്മുടെ ലൈഫിൽ നമ്മുടെ ഡിസിഷൻ എടുക്കാന്നുള്ളത് നമ്മൾ തന്നെയാണ്. ഓക്കെ, അപ്പൊ അതില് ഒരു പുഷ് വേണം, അല്ലെങ്കിൽ എനിക്ക് പറ്റൂലാലോ, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെയൊക്കെ നടക്കോ, അല്ലെങ്കിൽ എന്റെ ഏജ് ഇതല്ലേ, അല്ലെങ്കിൽ ഞാൻ ഇത്ര ചെറുതല്ലേ, അല്ലെങ്കിൽ ഞാൻ ഇത്ര വലുതല്ല, എന്റെ സിറ്റുവേഷൻ അങ്ങനെയല്ലേ, അതിലൊന്നും മാറ്റർ ഇല്ല. മൈൻഡ് കൊണ്ട് നമ്മൾ എല്ലാവരും എന്താണ്, വളരെ റിച്ച് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ മൈൻഡ് കൊണ്ട് റിച്ച് ആണ്. അപ്പൊ എന്താ, ഈ ഒരു 2024 എന്ത് ചെയ്യും, ഞാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എന്റെ വേർഷനിലേക്ക് ഞാൻ എത്തും എന്നുള്ള ഒരു ഇന്റൻഷൻ ഇന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യാം, വെക്കാന്നുള്ളതാണ്. അപ്പൊ നാളെ വെക്കാലോ, അല്ലെങ്കിൽ എന്താ പറയാ, ഇനി ഡിസംബർ 31/12 അല്ലെങ്കിൽ 11:59 വെക്കാലോ എന്ന് എന്ത് ചെയ്യരുത്, ഡിസിഷൻ എടുക്കരുത്. പലപ്പോഴും നമ്മൾ അങ്ങനെ ഡിസിഷൻ എടുക്കുന്നത് കൊണ്ടാണ് എന്താവുന്നത്, അവിടെ വീണ്ടും സ്റ്റക്ക് ആവുന്നതും എപ്പോഴത്തെ പോലെ തന്നെ നമ്മുടെ ഇയർ എന്താവുന്നത്, സെയിം ആയിട്ട് പോകുന്നത്. അപ്പൊ 11:59 ഡിസംബർ 31 കാത്തു നിൽക്കാണ്ട് ഇന്ന് തന്നെ എന്ത് ചെയ്യാം, ആ ഒരു ഡിസിഷൻ എടുക്കാന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്. ചില ആൾക്കാർക്ക് വീഡിയോയിൽ അപ്പിയർ ചെയ്യാൻ വേണ്ടി ലിമിറ്റേഷൻ ഉള്ള ആൾക്കാരുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, ഓക്കെ, ഇന്നത്തെ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, വീഡിയോ മോഡിൽ തന്നെ വരാൻ പോവാണ് എന്നുള്ള ഒരു ഡിസിഷൻ എടുക്കാന്നുള്ളതാണ്. അപ്പൊ നമുക്ക് തോന്നും ഇത് വലിയ കാര്യമായിരിക്കും എന്നുള്ളത്, അല്ലെങ്കിൽ പലപ്പോഴും തോന്നും ഇത് ചെറിയ കാര്യമല്ല, ഇതിലൊക്കെ വലിയ കാര്യം ഉണ്ടോ എന്നുള്ളത്. പക്ഷെ പലപ്പോഴും ചെറിയ കാര്യങ്ങളും, അല്ലെങ്കിൽ നമ്മൾ വലുതെന്ന് വിചാരിക്കുന്ന വലിയ കാര്യങ്ങൾ എന്തായിരിക്കും നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ള കാര്യമായിട്ട് വരാന്നുള്ളത്. സോ എന്ത് ചെയ്യാ, നാളെ എന്ന് മാറ്റി വെക്കാണ്ട് ഇന്ന് തന്നെ എന്ത് ചെയ്യാം, വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മുടെ ഏറ്റവും കൂടുതൽ ബിഗ് ഫിയർ ആയിട്ട് കാണുന്നതിൽ എന്ത് ചെയ്യാം, ഇന്ന് നമ്മൾ ഡിസിഷൻ എടുക്കാന്നുള്ളതാണ്. ആൻഡ് നമ്മള് ഗൈഡ് റെഡി ആയിട്ടുണ്ട്. സോ എല്ലാരും വെയിറ്റ് ചെയ്യുന്നതും ഗൈഡിന് വേണ്ടിയിട്ട് തന്നെയാ അല്ലെ. സോ ഓവർ ടു യു ഗൈഡ്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. രണ്ടു പേർക്ക് ഗുഡ് മോർണിംഗ് ഉള്ളോ? ആ, 3 പേർക്കുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്ന് നമ്മുടെ GC കോച്ച് UAE GCTP അറ്റൻഡ് ചെയ്ത നമ്മുടെ ഫൈസയുടെ എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക. പലരും പറയാറുണ്ട്, എല്ലാ സൺഡേസും ഇങ്ങനെ നമ്മുടെ പല കോച്ചസിൻ്റെയൊക്കെ എക്സ്പീരിയൻസ് കേൾക്കുമ്പം പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റാറുണ്ട്, അവരെ ലൈഫായിട്ട് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റാറുണ്ട് എന്നുള്ളത്. ആക്ച്വലി നമ്മളെ ഗൈഡ് ടോക്കിൽ ഒരു പ്രധാന ഭാഗം കൂടിയാണ്, അല്ലെങ്കിൽ അതിൻ്റെ സക്സസിൻ്റെ റേറ്റ് കൂട്ടുന്ന ഒരു പ്രധാന ഭാഗം കൂടിയാണ് നമ്മുടെ ലൈഫായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ആൾക്കാരുടെ എക്സ്പീരിയൻസ് കൂടി കേൾക്കാന്നുള്ളത്. ഞാൻ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലർ ആ ഗൈഡ് അങ്ങനെ പറഞ്ഞു, ഗൈഡ് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞതിന് പകരം നിങ്ങൾക്കിടയിലുള്ള ഒരാൾ തന്നെ ഇതുപോലെ ഗൈഡ് ടോക്കിലൊക്കെ ഇരുന്നവർ തന്നെ വന്ന് സംസാരിക്കുമ്പോൾ നിങ്ങളിൽ ഒരാൾ സംസാരിക്കുന്ന ഫീലിംഗ് ഉണ്ടായിരിക്കും. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എന്നിങ്ങനെ ഗൈഡ് പറഞ്ഞു, കോച്ച് പറഞ്ഞു, സാറ് പറഞ്ഞു എന്ന് പറഞ്ഞതിനപ്പുറത്ത് ഞാനും നിങ്ങളിൽ ഒരാൾ തന്നെയാണ്. നിങ്ങളെപ്പോലെയൊക്കെ തന്നെ ഇങ്ങനെ എത്രയോ കുറേ മുന്നേ പല ഇതുപോലത്തെ സെഷനുകളൊക്കെ അറ്റൻഡ് ചെയ്ത് ഒന്നുമില്ലാത്ത അവസ്ഥയൊന്നും ഇങ്ങനെയൊക്കെ ആവണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ട് എൻ്റെതായ ഒരു പത്ത് കണ്ടെത്തിയതാണ്. അപ്പൊ എന്നെ നിങ്ങളിൽ ഒരാളായിട്ട് കാണണം എന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ കാണുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ ഏതായാലും ഫൈസക്ക് എല്ലാവിധ ആശംസകൾ അറിയിക്കുകയാണ്. ഒരുപാട് വളരട്ടെ. സ്വന്തം ലൈഫ് തന്നെ മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷൻ ആക്കി മാറ്റിയിട്ട് ഒരുപാട് പേർക്ക് തളർന്നിരിക്കുന്ന, ലൈഫ് സ്റ്റക്കായി തോന്നിയിരിക്കുന്ന, ജീവിതം മടുക്കുന്നു തോന്നുന്നവർക്കൊക്കെ ജീവിതത്തിൽ നിന്ന് തന്നെ പാഠം നൽകിയിട്ട്, ഫൈസയുടെ ലൈഫും തന്നെ പാഠങ്ങൾ നൽകിയിട്ട് ഉയർത്തി കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പം കഴിഞ്ഞ ഗൈഡ് ടോക്കിന് ശേഷം പലരും പറഞ്ഞു, ആ ഗൈഡ് ടോക്ക് കേട്ടിട്ട് കിളി പോയി എന്നൊക്കെ ചിലർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഏതായാലും വീണ്ടും കാണാൻ ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു, അത് കാണാത്തവരെ കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇന്ന് ഞാൻ അത്തരം ഒരു ടോക്കിലേക്ക് പോകുന്നില്ല. നമ്മുടെ ന്യൂ ഇയറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് ഓൾറെഡി മൈൻഡിലുണ്ടായിരുന്നു, കഴിഞ്ഞ വർഷം കഴിഞ്ഞ ഡിസംബറിൽ ഒക്കെ നമ്മൾ ഇതുപോലെ ഗൈഡ് ടോക്ക് നടത്തുന്നുണ്ട്. അപ്പം ആ സമയത്ത് നമ്മൾ ന്യൂ ഇയർ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് ഗൈഡ് ടോക്കിൽ ആദ്യം തന്നെ നമ്മൾ ഈ ഗൈഡ് ടോക്ക് ഫാമിലിയിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട്, ഏഷ്യൻ ടോക്സ് ഫാമിലിയിലെയും ഗൈഡ് ടോക്ക് ഫാമിലിയിലെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു ന്യൂ ഇയർ ചലഞ്ച് സെറ്റ് ചെയ്താൽ എങ്ങനെ ഇരിക്കുമെന്ന് ആലോചിച്ചു. നമുക്ക് അങ്ങനെ ഒരു ചലഞ്ച് സെറ്റ് ആക്കിയാലും നിങ്ങളൊക്കെ റെഡിയാണോ? ഈ ഗൈഡ് ടോക്ക് ഫാമിലിക്ക് സ്പെഷ്യലായിട്ട് ഒരു ന്യൂ ഇയർ ചലഞ്ച്, പുതിയ വർഷമൊക്കെ വരാൻ വേണ്ടി പോവാണല്ലോ. അപ്പോൾ നമുക്ക് ഒരു ന്യൂ ഇയർ ചലഞ്ച് ഉണ്ടാക്കിയാൽ എങ്ങനെയാണെന്ന് ആലോചിച്ചു. എല്ലാവരും കട്ടൊക്കെ കൂടെ നിൽക്കുമോ? ഞാൻ ന്യൂ ഇയർ ചലഞ്ച് പറഞ്ഞു പോയിട്ട് നിങ്ങളെ പാട്ടിന് പോയ പരിപാടി എടുക്കൂല. എല്ലാവരും ഓക്കെ ആണെങ്കിൽ ലെറ്റ്സ് ഡു. കഴിഞ്ഞ വർഷം ഒരു നല്ല സക്സസ് ആയിരുന്നു, ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു കഴിഞ്ഞ ന്യൂ ഇയർ ചലഞ്ച്. ഓക്കെ, വണ്ടർഫുൾ. നിങ്ങൾ എന്തായാലും കട്ടൊക്കെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. നിങ്ങൾ അതുകൊണ്ടാണല്ലോ ഇത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് സെഷനിൽ വന്നിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്.
അപ്പൊ നമുക്ക് ഏതായാലും ന്യൂ ഇയർ ചലഞ്ചും എങ്ങനെ ന്യൂ ഇയറിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യണം, ഈ ചലഞ്ചുമായി അസോസിയേറ്റ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ നമുക്ക് പ്രാക്ടിക്കലി കുറേ സെഷൻസ് കേട്ടില്ല. അപ്പൊ നമുക്ക് ഈ കുറച്ചൊരു 2 വീക്കോളം വരുന്ന ഒരു 2 വീക്സോളം ന്യൂ ഇയർ വരെയുള്ള ടൈമും നമുക്കൊന്നൊരു പ്രാക്ടിക്കൽ അപ്രോച്ചിലേക്ക് പോകാം, ഗൈഡ് ടോക്ക് എന്നൊരു ടേക്ക് അവേ എന്നുള്ള രീതിയിൽ. അപ്പൊ സിംപ്ലി കഴിഞ്ഞ ഡിസംബറിൽ നമ്മൾ വെച്ചൊരു ചലഞ്ച് ഇതായിരുന്നു, 1000 ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് ആയിരുന്നു. 1000 കാര്യങ്ങൾക്ക് നന്ദി ചെയ്ത ജീവിതത്തിൽ സംഭവിച്ച. ഇപ്രാവശ്യം നമ്മൾ അതെന്നാണ് റിപ്പീറ്റ് ചെയ്യണത്. ഇപ്രാവശ്യം നമ്മൾ 1000-ൽ നിന്ന് കൂട്ടുന്നുണ്ട്. 1000 കുറഞ്ഞു പോകാൻ, കഴിഞ്ഞ പ്രാവശ്യം 1000 ആയതുകൊണ്ട് അതിൽ കൂട്ടാന്നാണ് പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ കുറച്ച് കൂട്ടിയിട്ടാണ് പറഞ്ഞത്. ഇപ്രാവശ്യം നമ്മൾ കഴിഞ്ഞ വർഷത്തിനേക്കാളും എന്തെങ്കിലും ഇന്ന് ഈ വർഷം കൂടാനല്ല, അപ്പോഴേ രസമുള്ളൂ. അതുകൊണ്ട് ഈ വർഷം ഗൈഡഡ് ടോക്ക് ഫാമിലി, നമ്മൾ ഏഡിയൻ ടോക്സിലെ ഗൈഡഡ് ടോക്ക് ഫാമിലി ഏറ്റെടുക്കുന്ന ചാലഞ്ച് 1001 ഗൈഡഡ് ടോക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ചാനലിംഗ്. കുഴപ്പമില്ലല്ലോ, 1001. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ തുടങ്ങുകയാണ്. ഇന്നത്തെ ഗൈഡ് ടോക്ക് കഴിഞ്ഞതോട് കൂടിയിട്ട് ഡിസംബർ 31-നിടയിൽ നിങ്ങളുടെ ലൈഫിൽ ലഭിച്ചിട്ടുള്ള ബ്ലെസ്സിങ്സുകൾ, അത് ചെറുതാകട്ടെ വലുതാവട്ടെ, എന്തെല്ലാം കാര്യങ്ങൾ കുറേ കാലം മുന്നേ സംഭവിച്ചതാവാം, ഇന്ന് സംഭവിച്ചതാവാം, ഇന്നലെ സംഭവിച്ചതാവാം, നിങ്ങൾക്ക് ജീവിതത്തിൽ ബ്ലെസ്സിങ്സ് ആണ് എന്ന് തോന്നുന്ന, നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ് എന്ന് തോന്നുന്ന ഓരോ കാര്യങ്ങൾ എടുത്തിട്ട്, പ്രത്യേകിച്ച് ഈ വർഷത്തത് പ്രത്യേകം എഴുതണം. ഈ 2023-ൽ നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് തോന്നിയിട്ടുള്ള, ബ്ലെസ്ഡ് ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ എന്ത് ചെയ്യാം, 1001 ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതാന്നുള്ളതാണ്. അപ്പം ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ്ങിന്റെ ഒരു ഫോർമാറ്റ്, കാരണം നമുക്കറിയാം ഗ്രാറ്റിറ്റ്യൂഡ് അത്രക്കും പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. നമ്മുടെ പ്രോഗ്രാമിലൊക്കെ വരുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് എങ്ങനെ നമ്മുടെ ലൈഫ് മാറ്റുന്നു. ഇപ്പൊ നമ്മളെ കോച്ചസ് തന്നെ അവരെ എക്സ്പീരിയൻസും അച്ചീവ്മെന്റ്സ് ഒക്കെ പറയുമ്പോൾ പലപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് അവരുടെ ലൈഫിൽ എത്ര ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം പറയാറുണ്ട് എന്നുള്ളതാണ്. അപ്പം ഈ 1001 ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ എഴുതുന്ന സമയത്ത് പ്രത്യേകിച്ചിട്ട് അത് എഴുതുന്ന ഒരു ഫോർമാറ്റ് ഉണ്ട്. അപ്പൊ ആ ഒരു ഫോർമാറ്റിൽ തന്നെ എഴുതുന്നതാണ് കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നന്ദിയുള്ളവരാവണം. അത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അല്ലെ. നന്ദിയുള്ളവർക്ക് കൂടുതൽ ലഭിക്കുമെന്നാണല്ലേ, ഇൻ ഷക്കർത്തും അസീദന്നക്കും എന്നൊക്കെ പറയും പോലെ അല്ലെ. നന്ദിയുള്ളവർക്ക് കൂടുതൽ കിട്ടുന്നുള്ളതാണ്. അപ്പോൾ ഉള്ളതും കിട്ടാത്ത അവസ്ഥയിലാണ് നിൽക്കണതെങ്കിൽ കൂടുതൽ കിട്ടാനുള്ള ഒരു ഓഫറും ഓപ്പർച്യൂണിറ്റിയാണ് എന്ത് ചെയ്യുക, നമ്മൾ നന്ദി വർദ്ധിപ്പിക്കുക എന്നുള്ളത്. നന്ദി കുറയുന്നവർക്ക് പരീക്ഷണങ്ങൾ വരുമെന്നതിലൊരു സംശയമില്ല. നന്ദി കൂടുന്തോറും അനുഗ്രഹങ്ങളും അവസരങ്ങളും കൂടുതലായിട്ട് തുറന്നു കിട്ടുന്നതാണ്. ഞാൻ ഗൈഡഡ് കോഡിലൊക്കെ പ്രത്യേകം പറയാറുണ്ട്, നിങ്ങൾക്ക് ലൈഫിൽ എവിടെയെങ്കിലും സ്റ്റെക്നെസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആക്ച്വലി അതിന് റിസൾട്ട് ഉണ്ട്, അതിന് സൊല്യൂഷൻസ് ഉണ്ട്. പക്ഷെ സൊല്യൂഷൻസ് കാണാൻ പറ്റാത്തതിനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് വൈബ്രേഷൻ അല്ലാത്തത് കൊണ്ടാണ്. ആരാണോ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഫ്രീക്വൻസിയിലും വൈബ്രേഷനിലും എനർജിയിലും നിലനിൽക്കുന്നത്, ആ സമയത്ത് നമ്മുടെ ബ്രെയിന് പീക്ക് പെർഫോമൻസ് സ്റ്റേറ്റിലായിരിക്കും. ഏത് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്കും ആക്ച്വലി ഉത്തരങ്ങളുണ്ട്, അതൊരു വാസ്തവമാണ്. ശരിക്കും ഞാൻ പലപ്പോഴും ക്ലാസ്സിൽ പറയാറുണ്ട്, ഉത്തരങ്ങളെ ഇവിടെ ഉള്ളൂ. ഉത്തരങ്ങളിലേക്ക് എത്താനുള്ള കുറച്ച് ചോദ്യങ്ങൾ ദൈവം മനുഷ്യന്റെ മുന്നിൽ ഇട്ട് കൊടുക്കുകയാണ്, നിങ്ങൾ ആ ഉത്തരത്തിലെത്താൻ. ഇവിടെ വിമാനം ഉണ്ടാകണം എന്നത് ആദ്യമുള്ള തീരുമാനമായിരുന്നു. പക്ഷെ വിമാനം ആദ്യം വന്നിട്ടില്ല. പക്ഷെ മനുഷ്യനെ പറവകളെ കാണിച്ചിട്ട്, പ്രാവിനെയും പരുന്തിനെയും കാക്കകളെയും കാണിച്ചിട്ട് ചിന്തിപ്പിക്കുകയാണ്, നമുക്ക് എന്തേ ചിറകില്ലാത്ത കുറച്ച് ചോദ്യം. അപ്പൊ ആദ്യം തോന്നിയത് എന്താണ്, നമുക്ക് പരാതിയാണ്, നമുക്ക് ചിറകില്ലാലോ, നമുക്ക് പറക്കാൻ പറ്റുന്നില്ലാലോ, ആ പരുന്തിന്റെ അഹങ്കാരം കണ്ടില്ലേ, ഞങ്ങളെ നോക്കിയിട്ട് കളിയാക്കുന്ന കണ്ടില്ലേ, ദൈവം എന്തിനാ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത്, ഇങ്ങനത്തെ കുറെ ചോദ്യങ്ങളാ വന്നത്, പരാതിയോടുകൂടിയുള്ള ചോദ്യങ്ങളാണ് വന്നത്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ പോയി ദൈവം ഉറപ്പിച്ചിരിക്കുന്നു, മനുഷ്യൻ പരുന്തിനെക്കാളും പറവകളെക്കാളും ഉയർന്നു പറക്കണം. അതുകൊണ്ട് അവന് വിമാനം കണ്ടെത്തേണ്ടവനാണ്. അതുകൊണ്ടാണ് അവന് ചിറക് കൊടുത്തിട്ട് അവനെ ചെറുതാക്കാതിരുന്നത് എന്നുള്ള. നമുക്ക് എങ്ങനെ ചിറകുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഒരു കാലത്തും വിമാനം കണ്ടുപിടിക്കില്ല, ഒരിക്കലും പറ്റില്ല. കാരണം നമുക്ക് ഓൾറെഡി ചിറകുണ്ടല്ലോ എന്ന് കരുതി നമ്മൾ അവിടെ ഇരിക്കുന്നില്ലാണ്. ഇതുപോലെ നമ്മൾക്ക് ഉയർന്നു പറക്കാൻ, നമുക്ക് ഉയരങ്ങളിലേക്ക് എത്താനുള്ള ഉത്തരങ്ങളാണ് ഓൾറെഡി ഇവിടെ ഉള്ളത്. അപ്പം നമുക്ക് ഇപ്പോൾ ഉത്തരം കിട്ടാത്ത കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ആ ചോദ്യങ്ങൾക്ക് ഉത്തരമേ ഉള്ളൂ, അതിലേക്ക് നയിക്കാനുള്ള ചോദ്യങ്ങളാണ് അത് എന്ന തിരിച്ചറിവോടുകൂടി നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോയിട്ട് അതിലേക്കുള്ള ഉത്തരങ്ങൾ കണ്ടെത്തണമെങ്കിൽ നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു ആറ്റിറ്റ്യൂഡാണ് ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ആറ്റിറ്റ്യൂഡിൽ ഇരിക്കുമ്പോഴാണ് കാണാത്ത ഉത്തരങ്ങൾ നമ്മളിലേക്ക് അടുത്ത് വരാമെന്നുള്ള. അപ്പം ഗ്രാറ്റിറ്റ്യൂഡ് എന്നൊരു ഫീലിങ്സിനെ ഏറ്റവും കൂടുതൽ എന്റർടൈൻ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഒരിക്കലും പരാതികളല്ല കൂടുതൽ ഉയർന്നു വരെ മനസ്സിനും. ഇവർക്ക് പരാതിയുടെ ചിന്തകൾ കുറയുകയും ഇവർക്ക് അനുഗ്രഹത്തിന്റെ ചിന്തകൾ കൂടുകയും, അതുകൊണ്ട് തന്നെ എന്ത് പരാതി പറയാനുള്ള അവസരങ്ങളോ പ്രശ്നങ്ങളോ വന്നാലും അതിൻ്റെ അകത്തൊക്കെ അനുഗ്രഹങ്ങൾ ഉണ്ട്. പരാതിയെ കാണുമ്പോൾ തന്നെ അനുഗ്രഹത്തെ മുൻകൂട്ടി കാണാനുള്ള ഒരു ഊർജം, ഒരു മാനസികാവസ്ഥ ഗ്രാറ്റിറ്റ്യൂഡിലുള്ളവർക്ക് കൈവരുന്നതാണ്.
ഇത് ഞാൻ കൂടുതൽ പറഞ്ഞ് അലമ്പാക്കുന്നില്ല, കാരണം ഇതിന് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ഏറ്റവും മനോഹരമായിട്ട് റൂമി റൂട്ട്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചും ഗ്രാറ്റിറ്റ്യൂഡിന്റെ പവേഴ്സിനെ കുറിച്ചും. റൂമി റൂട്ട്സ് എന്ന പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഗ്രാറ്റിറ്റ്യൂഡിന്റെ പോട്ട് പറഞ്ഞുകൊണ്ടാണ്. അത് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ റൂമി റൂട്ട്സ് കാണാം. അപ്പൊ അതിനോളം വരൂല ചിലപ്പോൾ ഞാനിപ്പോൾ സംസാരിച്ചാൽ. അതുകൊണ്ട് ആ തലത്തിലേക്ക് പോകില്ല. ഞാൻ നമ്മുടെ പ്രാക്ടിക്കൽ ടാസ്കിലേക്ക് വരാം. അപ്പൊ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്ന സമയത്ത് ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ കാര്യങ്ങൾക്ക് വരെ നമുക്ക് എന്ത് ചെയ്യാൻ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാം എന്നുള്ളതാണ്. അപ്പൊ ചിലരറിയും 1000 അനുഗ്രഹങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ അതിന് സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചിന്തിച്ചു നോക്കും. പക്ഷെ നമ്മൾ വേർ ദ ഫോക്കസ് ഗോസ് വേർ ദ എനർജി ഫ്ലോസ്. നമ്മളൊരു 10 അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർത്ത് തുടങ്ങുമ്പോഴായിരിക്കും പിന്നെ അതിലേക്ക് ചേർന്നിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ വരിവരിയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ പ്രശ്നങ്ങളെ പറ്റി മാത്രം 10 എണ്ണം ചിന്തിക്കുമ്പോഴേക്കും 100 എണ്ണം അതിന്റെ പിറകെ വരണം നമ്മൾ കാണും. ഇതുപോലെ തന്നെ നമ്മുടെ മനസ്സ് പ്രവർത്തിക്കാം. നമ്മളൊരു 10 അനുഗ്രഹങ്ങളെ പറ്റി ചിന്തിക്കുമ്പോഴേക്ക് തന്നെ പിന്നെ 100 എണ്ണം അതിന്റെ പിറകെ വരുന്നതാണ്. മൈൻഡ് ഈസ് ഓൾവേസ് മൂഡ് ഡിപ്പെൻഡന്റ്. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെ ചിന്തകളെ തിരഞ്ഞെടുക്കാറുള്ളത് പരാതികളെ കുറിച്ച് ചിന്തിക്കാനും പരാതികൾ പറയാനും വേണ്ടിയിട്ടാണെന്നുള്ള. ഇപ്പം ഒരാളെ പറ്റിയിട്ട് ഒരാളൊരു പരാതി പറഞ്ഞു കഴിഞ്ഞാൽ, ചെറിയൊരു പരാതി പറഞ്ഞു കഴിഞ്ഞാൽ ആ പരാതിയുടെ ചിന്ത നമ്മളുള്ളോട്ട് എത്തുമ്പോഴേക്ക് പിന്നെ നമ്മൾ അറിയാതെ നമുക്ക് നീ അതിലേക്ക് ആ പരാതിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതെന്ന് ചിന്തിക്കും അല്ലെ. ഒരു കുട്ടിയെ പറ്റിയിട്ട് ഒരു മനുഷ്യനെ പറ്റിയിട്ട് എന്തെങ്കിലും ചെറിയ ഒരു 2-3 പോയിന്റ് അവർക്ക് ഇങ്ങനെ എത്തുന്നുണ്ട്, അവർ ഇങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ആളാണ് കേട്ടോ, ആള് കുറച്ച് മോശമാണ് കേട്ടോ, ഇങ്ങനെ പറയുമ്പോഴേക്ക് ഇത് നമുക്കൊരു ഇൻട്രസ്റ്റ് ആണ്, ഒരു സെൽഫ് ഇൻട്രസ്റ്റ് ആണ്. ഞാനൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്തില്ലല്ലോ, അയാൾ മോശമാണ് എന്ന് വരുത്തി തീർക്കാൻ. അപ്പോൾ നമ്മളിങ്ങനെ അതാണ് എനിക്കും തോന്നിയിട്ടുണ്ട് കേട്ടോ, ഇതുവരെ തോന്നിയിട്ടുണ്ടാവില്ല, ആ പോയിന്റിന് പറഞ്ഞപ്പോൾ തോന്നുന്നുണ്ടാവേ ഉള്ളൂ. എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു, ഞാൻ ഇങ്ങനൊരു പോയിന്റ് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ 2 ആൾ സംസാരിക്കുമ്പോൾ 3-ാമന് പിന്നെ ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാതിരിക്കാൻ പറ്റൂല. അപ്പൊ അയാൾ ഔട്ടായി പോലെ. അതുകൊണ്ട് അയാളും എന്ത് ചിന്തിക്കും, പുതിയ എന്തെങ്കിലും ഉണ്ടാക്കാനുണ്ടോ. എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ, അങ്ങനെയും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ പുതിയ പരാതികളുടെ കംപ്ലൈന്റുകളുടെ അവസ്ഥകൾ നമ്മൾ എന്ത് ചെയ്യും, സീക്ക് ചെയ്ത് കൊണ്ടുവരും. ഇത് നേരെ തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയേ. എൻ്റെ ലൈഫിലുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് ഞാനിങ്ങനെ ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സ് വീണ്ടും ഇങ്ങനെ തോന്നിപ്പിക്കുകയാണ്, അപ്പൊ ഇങ്ങനെയും ഒരു അനുഗ്രഹം എനിക്കുണ്ടല്ലോ അല്ലെ. മാത്രമല്ല കേട്ടോ, എനിക്ക് തോന്നിയിട്ടുണ്ട് അതും എൻ്റെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായിരുന്നു. ഇങ്ങനെ ചിന്തിച്ചു വരുമ്പോഴേക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പോലും നമ്മൾ പതിയെ അനുഗ്രഹങ്ങളായിട്ട് ചിന്തിക്കും. കാരണം നമ്മളെ മനസ്സങ്ങനെ ചിന്തിപ്പിച്ച് തുടങ്ങും എന്നുള്ളതാണ്. അപ്പൊ ഏതായാലും നമ്മൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, മലയാളത്തിൽ എഴുതാം, ഇംഗ്ലീഷിൽ എഴുതാം. എഴുതുന്ന സമയത്ത് അതിൻ്റെ ഒരു ഫോർമാറ്റ് ഞാൻ പറയാം. ആ ഫോർമാറ്റിൽ തന്നെ നിങ്ങൾ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുമ്പം നിങ്ങൾ എന്ത് വിഷയത്തിലാണ് നിങ്ങൾക്ക് നന്ദിയുള്ളവരായിട്ട് ഫീൽ ചെയ്യുന്നത്, ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ഐ ഫീൽ ഗ്രേറ്റ്ഫുൾ, ഐ എം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ, ഇങ്ങനെയൊക്കെ തുടങ്ങാം. ഞാൻ വളരെയധികം ഗ്രേറ്റ്ഫുൾ ആണ്, ഞാൻ വളരെയധികം നന്ദിയുള്ളവളാണ്, അല്ലെങ്കിൽ ഞാൻ വളരെയധികം അനുഗ്രഹിക്കപ്പെട്ടവനാണ്. എന്ത് കാര്യത്തിലാണ് നിങ്ങൾ നന്ദിയുള്ളവരാകുന്നത്, എന്തുകൊണ്ട് അതിൽ നന്ദിയുള്ളവരാകുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇന്ന് ഞാനിപ്പോൾ എൻ്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ചാനൽ പറയാം, ഒരു എക്സാമ്പിൾ പറയാം, ഒരു സ്റ്റേറ്റ്മെന്റ് പറയാം. ഇന്ന് രാവിലെ ഗൈഡഡ് ടോക്ക് എടുക്കാൻ പറ്റിയതിൽ ഞാൻ വളരെയധികം ഗ്രേറ്റ്ഫുള്ളുമാണ്, ഹാപ്പിയുമാണ്. നിർത്തുന്നില്ല. എന്തുകൊണ്ടാണ്? കാരണം ഗൈഡഡ് ടോക്കിൽ വന്നിട്ട് അവിടുത്തെ ഓഡിയൻസിന്റെ മുഖം കാണുമ്പോഴേക്ക് എനിക്ക് വല്ലാത്തൊരു സന്തോഷം കിട്ടുന്നു. താങ്ക് യു ഓൾ മൈ ഗൈഡഡ് ടോക്ക് പാർട്ടിസിപ്പൻസ്. ഗ്രാറ്റിറ്റ്യൂഡായി. അതിന് ഞാൻ താങ്ക് യു ആർക്കാ കൊടുക്കുന്നത്? ഗൈഡഡ് ടോക്ക് പാർട്ടിസിപ്പൻസിന്. ഇതേ വിഷയത്തിൽ തന്നെ ഞാൻ ഒന്നുകൂടി എഴുതാണത്, ഗൈഡഡ് ടോക്കിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്, ഞാൻ വളരെയധികം ഗ്രേറ്റ്ഫുൾ ആണ്. കാരണം ഗൈഡഡ് ടോക്ക് എടുക്കുന്തോറും എൻ്റെ വിസ്ഡം കൂടി വരുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നു. ഗൈഡഡ് ടോക്ക് എടുക്കാൻ അവസരം തന്ന എൻ്റെ തമ്പുരാന്, എൻ്റെ ദൈവത്തിന്, എൻ്റെ പഠിച്ചവന് ഒരുപാട് നന്ദി. അപ്പം നിങ്ങൾക്ക് സൃഷ്ടാവിനോട് നന്ദി പറയാനുണ്ടാവും, ഗൈഡ് ടോക്കിന് വേണ്ടി സഹായിച്ച ആൾക്കാരോട്, ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്തവരോട്, അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ഒരുപാട് ആൾക്കാരോട് നമുക്ക് നന്ദി പ്രകടിപ്പിക്കാനുണ്ടായിരിക്കും. ആ അവസരത്തിൽ നന്ദി പറയാനുണ്ടായിരിക്കും. എവിടേക്കാണോ എങ്ങനെയൊക്കെയാണോ നിങ്ങളുടെ ഇഷ്ടം പോലെ എന്ത് കാര്യത്തിൽ എന്തുകൊണ്ട് എന്ന് മെൻഷൻ ചെയ്യണം. എന്നിട്ട് മെൻഷൻ ചെയ്തതിന് ശേഷം ലാസ്റ്റ് താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞിട്ട് അവരുടെ പേര് എന്താണോ, ഒരു കൂട്ടമാണോ, എന്താണ്, അല്ലെങ്കിൽ ഒരു പുസ്തകമാണോ, ഒരു അറിവാണോ, അതുകൂടി മെൻഷൻ ചെയ്യും. താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ആർക്കാണോ നിങ്ങൾ താങ്ക് യു കൊടുക്കുന്നത്, നിങ്ങളുടെ ദൈവത്തിനാണോ, നിങ്ങളുടെ അച്ഛനാണോ, അമ്മയ്ക്കാണോ, കൂട്ടുകാർക്കാണോ, ആർക്കാണ് നിങ്ങൾ കൊടുക്കുന്നത്, അവർക്ക് കൂടി എന്ത് ചെയ്യുക, ആ താങ്ക് യു എന്ന് സ്പെസിഫൈ ചെയ്ത് എഴുതാം. ഓക്കെ. അപ്പൊ ഇതുപോലെ എഴുതി കൊടുക്കുമ്പോഴാണ്, ഇത് ഹോംവർക്ക് എഴുതുമ്പോൾ എഴുതരുത്, മറ്റേ 1000 അച്ചീവ് ചെയ്യുക അങ്ങനെയല്ല. ഇമ്പോസിഷൻ എഴുതുമ്പോൾ ഒരിക്കലും എഴുതരുത്. എന്നിട്ട് ഞാൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും എന്ത് ചെയ്യരുത്, ഇത് ചെയ്ത് തീർക്കുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ട് ഒരിക്കലും ചെയ്യരുത്. മനസ്സറിഞ്ഞിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക.
പതിയെ പതിയെ എഴുതാം. അപ്പൊ ചിലപ്പോൾ ഡിസംബർ 31 ഇടയിൽ തീർന്നിട്ടില്ലെങ്കിലും ജനുവരിയിലേക്ക് കയറിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിനുള്ളിൽ തീർത്താൽ ഏറ്റവും നല്ലത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതിയിട്ട് ഈ 1001 ഗ്രാറ്റിറ്റ്യൂഡ് കംപ്ലീറ്റ് ചെയ്ത ഉടനെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടാക്കണം. ബക്കറ്റ് ലിസ്റ്റിനെ കുറിച്ചിട്ട് ഞാൻ പറയാം. ഒന്നുകിൽ ഞാൻ ഇന്ന് അല്ലെങ്കിൽ അടുത്ത ഗൈഡഡ് ടോക്കിൽ ഞാൻ ബക്കറ്റ് ലിസ്റ്റിനെ കുറിച്ച് പറയാം. കാരണം ഈ അടുത്തിടയ്ക്ക് എന്നെ കണക്ട് ചെയ്ത കുറെ ആൾക്കാർ 2023 എഴുതി വെച്ച ബക്കറ്റ് ലിസ്റ്റിൽ 100 എണ്ണം എഴുതാൻ പറയും. അതിൽ 90-92 എണ്ണൊക്കെ കംപ്ലീറ്റ് ചെയ്ത കുറെ ആൾക്കാരുണ്ട്. അതിൽ തന്നെ മെയിൻ ആയിട്ട് 5-10 മേജർ ഗോളുകൾ എഴുതി വെച്ചിട്ട് അതിൽ 5-6 ക്ലിയർ ചെയ്ത ആൾക്കാരുണ്ട്. എന്നോട് പേഴ്സണലി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഹാപ്പി ഫോർ ദാറ്റ്. അപ്പം ബക്കറ്റ് ലിസ്റ്റ് ഓൾറെഡി പലരും ഉണ്ടാക്കാറുണ്ട്. ഇനി അറിയാത്തവർക്ക് ഇവിടെ വരുമ്പോൾ ബക്കറ്റ് ലിസ്റ്റ് പഠിക്കാം, നമുക്ക് ഇവിടുന്ന് പഠിക്കാം. അപ്പൊ ഈ ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടാക്കുന്നതിന്റെ റേറ്റ്, അതിന്റെ റിസൾട്ടിന്റെ റേറ്റ് കൂടും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കംപ്ലീറ്റ് ചെയ്തിട്ട് ബക്കറ്റ് ലിസ്റ്റിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ എന്നല്ല. കാരണം നമ്മുടെ എനർജി ഫുൾ നമ്മൾ പീക്ക് പെർഫോമൻസ് സ്റ്റേറ്റിലേക്ക് ക്ലെൻസ് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങാണ്. ഗ്രാറ്റിറ്റ്യൂഡുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞ സിമ്പിൾ ഒരു എക്സാമ്പിൾ ഉണ്ട്. ഇതൊക്കെ കുറെ പേര് GC കഴിഞ്ഞവരാണ്, പല സെഷൻസിലും കേട്ടുന്നുള്ളത് ഒരു ആവർത്തനം ആവണ്ടെന്ന് കരുതിയിട്ട് ആ ഏരിയയിലേക്ക് ഞാൻ പോവാത്തത്. അപ്പം ഈ ഗ്രാറ്റിറ്റ്യൂഡിന്റെ വിഷയത്തിൽ സിമ്പിൾ ആയിട്ട് ഞാൻ എപ്പോഴും മെൻഷൻ ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ആണ്, നമ്മളൊരു സർക്കാർ ഓഫീസിൽ വർക്ക് ചെയ്യാണ്. ഓക്കെ, നമുക്കൊരു ടേബിൾ ഉണ്ട്, ഒരു ചെയർ ഉണ്ട്, നമ്മുടെ മുന്നിൽ വലിയൊരു ടേബിളാണ് കിടക്കുന്നത്. ഈ ടേബിൾ നിറയെ കുറേ ഫയലുണ്ട്, കുറേ ഫയൽ കെട്ടിക്കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ടേബിളിൽ വെച്ച് തന്ന ഫയൽ നമ്മൾ സൈൻ ചെയ്ത് തീർത്താലേ പുതിയ ഫയൽ തരുള്ളൂ. കാരണം തന്നത് തീരണ്ടേ. അപ്പം ഈ ടേബിളിൽ കെട്ടിക്കിടക്കുന്ന ഫയൽ തീരാത്ത നമ്മൾ പറയുന്നത് പുതിയത് പോന്നോട്ടെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ സ്റ്റാഫ് കൊണ്ടു തരില്ല. സ്റ്റാഫ് എന്താ പറയാ, പുതിയത് അവിടെ നിൽക്കുന്നുണ്ട്, പക്ഷെ ഓൾറെഡി പഴയത് തീർന്നിട്ടില്ല, എന്നിട്ട് തരാന്നാ പറയാം. ഇതേപോലെ ആ ഗ്രാറ്റിറ്റ്യൂഡിന്റെ അവസ്ഥ, ഓൾറെഡി കിട്ടിയതിനൊന്നും നന്ദി സൈൻ ചെയ്ത് വിടാതെ പുതിയത് പോന്നോട്ടെ എന്ന് പറഞ്ഞാൽ വരൂല. മനസ്സിലായല്ലേ? പക്ഷെ നിങ്ങൾ രമണനെ പോലെ പണിയെടുക്കുകയാണെങ്കിൽ, ആത്മാർത്ഥതയോട് കൂടി രമണനെ പോലെ പണിയെടുക്കുക, അങ്ങനെ രമണനെ പോലെ പണിയെടുക്കാം. തിരുമ്പം പണിതരാൻ ഞാൻ എന്താ കുപ്പിന്ന് വന്ന ഭൂതം വെച്ചില്ലേ, അതേപോലെ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ഇങ്ങനെ എഴുതി തീർക്കുന്നതിനനുസരിച്ച് വീണ്ടും പണി തരും. എന്തിന്? ഗ്രാറ്റിറ്റ്യൂഡ് സൈൻ ചെയ്യാനുള്ള. പക്ഷെ നിങ്ങൾ ചൂസ് ചെയ്യണം നിങ്ങൾക്ക് ഏത് ഡിപ്പാർട്ട്മെന്റിലാ ജോലി വേണ്ടതെന്ന്. ചില ആൾക്കാർ ചോദിച്ച് പണി വാങ്ങിക്കും എന്ന് പറഞ്ഞാൽ ചോദിച്ച് നല്ല മുട്ടം പണി വാങ്ങിക്കും. എങ്ങനെ? അവര് ഡിപ്പാർട്ട്മെന്റ് ചൂസ് ചെയ്തതന്നെ, ലൈഫിൽ ഡിപ്പാർട്ട്മെന്റ് ചൂസ് ചെയ്തത് തന്നെ പരാതിയുടെ ഡിപ്പാർട്ട്മെന്റാണ്. അപ്പൊ പരാതിന്റെ ഡിപ്പാർട്ട്മെന്റ് ചൂസ് ചെയ്തായിരിക്കും നമ്മളെന്നും സൈൻ ചെയ്യുന്നത് പരാതിന്റെ ഫയലായിരിക്കും. ഒന്നാമത്തെ പരാതി, എനിക്ക് കാറ് തന്നില്ലല്ലോ ദൈവമേ, ഒരു പരാതി സൈൻ ചെയ്തു. അത് തീരുമ്പോഴേക്ക് അടുത്ത പരാതിയുടെ ഫയൽ എന്ത്, എനിക്ക് 2 നിലയുള്ള വീട് ആയില്ലല്ലോ ദൈവമേ, എനിക്ക് നിറം കുറച്ച് കുറഞ്ഞു പോയല്ലോ ദൈവമേ, എനിക്ക് ശമ്പളം അത്ര ഇല്ലാലോ ദൈവമേ, എനിക്ക് ഇന്നത്തെ ദിവസം ഞാൻ എൻ്റെ ഭാര്യയോട് ഓംലെറ്റിന് പറഞ്ഞിട്ട് അവള് ബുൾസി ആണല്ലോ തന്നത് ദൈവമേ. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് പരാതികൾ മാത്രം എന്ത് ചെയ്യണ്ടോ നമ്മളിങ്ങനെ സൈൻ ചെയ്ത് കൊടുക്കും. അപ്പം എന്ത് ചെയ്യും, തീരുമ്പം തന്നെ ഇത് തീർക്കണതിനനുസരിച്ച് വീണ്ടും പരാതി പറയാനുള്ള ഫയലുകൾ നമ്മളെ ടേബിളിൽ വന്നിരിക്കും. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഏതായാലും വർഷാവസാനത്തിലേക്ക് പോകണല്ലോ, നമുക്ക് മുകളിലേക്ക് ഒരു റിക്വസ്റ്റ് ലെറ്റർ അയക്കാം. എന്താണ് റിക്വസ്റ്റ് ലെറ്റർ? എൻ്റെ ഡിപ്പാർട്ട്മെന്റ് ഒന്ന് മാറ്റിത്തരണം, എനിക്ക് പരാതി പറഞ്ഞ് മതിയായി, ഞാനൊന്ന് ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒന്ന് മാറ്റുമോ എന്നൊരു റിക്വസ്റ്റ് കൊടുത്തിട്ട്, ഈ റിക്വസ്റ്റ് മുകളിലല്ല കൊടുക്കേണ്ടത്, നമുക്കാ കൊടുക്കേണ്ടത്. നിങ്ങളോട് എന്നാ പറയാം, പ്ലീസ് ദയവ് ചെയ്ത് ഇനി പരാതിയുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മാറിയിട്ട് ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫർ, അത് എവിടെയാണെങ്കിലും വേണ്ടില്ല, വല്ല അട്ടപ്പാടിയിലോ എവിടെ ആണെങ്കിലും കുഴപ്പമില്ല, എങ്ങോട്ടാണെങ്കിലും ട്രാൻസ്ഫർ ചെയ്തോളൂ. പക്ഷെ എന്തായിരിക്കണം, ഡിപ്പാർട്ട്മെന്റ് ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കണം. അതുകൊണ്ട് നമ്മൾ ഇന്നൊരു തീരുമാനം എടുക്കുകയാണ്, ഞാൻ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇന്ന് ചാർജ് എടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. എനിക്ക് ഞാൻ സെൽഫ് ഒരു റിക്വസ്റ്റ് ലെറ്റർ കൊടുത്തു, ചാർജ് എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് അടുത്ത 2 ആഴ്ച ഞാൻ തുടർച്ചയായിട്ട് ഗ്രാറ്റിറ്റ്യൂഡിന്റെ പേപ്പർ മാത്രം സൈൻ ചെയ്യുള്ളൂ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും, എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾക്ക് ഞാൻ നന്ദി പറഞ്ഞു തീർക്കാനുണ്ട്. എൻ്റെ കണ്ണ് ഒരു മഹാ അത്ഭുതമാണ്, ഇതിന് കാഴ്ചയുണ്ട്, ഇത് കാര്യങ്ങൾ കാണിച്ചു തരുന്നുണ്ട്. ഈ കണ്ണിനോട് നമ്മൾ നന്ദി പ്രകടിപ്പിക്കണം, ഈ കണ്ണുള്ളതിന് നമ്മൾ നന്ദി പറയണം. കാത് കഴിഞ്ഞൊരു വർഷം കറക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്തിട്ടുണ്ട്, മനസ്സിലായില്ലേ? അതിനും നമ്മൾ എന്ത് ചെയ്യണം, നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം. അതുകൊണ്ട് കേൾവി ശക്തി ഒന്നും ആയിട്ടില്ല, അത് കറക്റ്റ് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ, നമ്മളിൽ തന്നെ നന്ദി പറയാനുള്ള ഘടകങ്ങൾ, എൻ്റെ ചുറ്റുപാടിലും നന്ദി പറയാനുള്ള ഘടകങ്ങൾ, ഞാൻ കഴിച്ച ഭക്ഷണത്തിന്, ആ ഭക്ഷണം സംവിധാനിച്ചു തന്നവർ, അത് ഉണ്ടാക്കി തന്നവർ, അതിലേക്കുള്ള വഴി നടത്തിയവർ, അതിലേക്കുള്ള അറിവ് കൊണ്ടുതന്നവർ, ഇങ്ങനെ നോക്കിയിട്ട് നമ്മുടെ ചുറ്റിലും 100,000 കാര്യങ്ങളുണ്ട്. നമ്മൾ ജസ്റ്റ് ഒരു ചിന്ത കൊണ്ട്, ഒരു ഫീലിങ്സ് കൊണ്ട് അതിൻ്റെ കടം നമുക്ക് തീർക്കാൻ പറ്റും. ഒരു നന്ദിയുടെ ചിന്ത മാത്രം നമ്മുടെ സ്മരണയിൽ വരാന്നുള്ളതാണ്. പക്ഷെ പലപ്പോഴും 100 കണക്കിന് ചെറിയ നന്ദി പറയാനുള്ള അവസരങ്ങൾ നമ്മുടെ വീട്ടുപടിക്കൽ, നമ്മുടെ കൺമുന്നിൽ ഉണ്ടായിട്ടും
ഒന്നോ രണ്ടോ മൂന്നോ സഹിക്കാൻ പറ്റാത്ത പരാതികൾ മുന്നിൽ വന്ന് നിൽക്കുമ്പോഴേക്ക് നമ്മൾ ആ പരാതിയിലേക്ക് നോക്കുന്നതുകൊണ്ട് തന്നെ ഇനി ഞാൻ സന്തോഷിക്കണമെങ്കിലും ഇനി ഞാൻ നന്ദി പറയണമെങ്കിലും ഈ പ്രശ്നം ഒന്ന് തീർന്നു കിട്ടണം എന്നൊരവസ്ഥയിലേക്ക് നമ്മൾ പോവാണ്. നോക്കിയിട്ടില്ലേ, ചില സമയത്ത് പറയും മക്കളുടെ വിഷയത്തിൽ അങ്ങനെ ഇങ്ങനെ, എൻ്റെ കുട്ടിയുടെ കാര്യം ശരിയല്ല, അങ്ങനെയല്ല ഇങ്ങനെയല്ല പരാതി പറഞ്ഞുകൊണ്ടിരിക്കും. അതിൻ്റെ ഇടയിൽ ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ വന്ന് നമ്മളിങ്ങനെ പിടിച്ച് വിഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ കുഞ്ഞുങ്ങൾ ചെറിയ അച്ചീവ്മെൻ്റ് ഒക്കെ ആയിട്ട് നമ്മളടുത്ത് വരും. ആ അച്ചീവ്മെൻ്റ് ഒക്കെ നമ്മളടുത്ത് വന്ന് പറഞ്ഞാലും അർഹിക്കുന്ന അപ്രീസിയേഷൻ കൊടുക്കാൻ നമുക്ക് പറ്റാറില്ല. കാരണം നമ്മൾ തല പുകഞ്ഞിരിക്കുകയാണ്. കൺമുന്നിൽ ഒരു കുഞ്ഞ് അച്ചീവ്മെൻ്റ് ആയിട്ട് വരുമ്പോൾ അവിടെ ഒരു അപ്രീസിയേഷനും അതിൽ നിങ്ങൾക്ക് ഗ്രേറ്റ്ഫുൾ ആവാനും ഒരു അവസരം ഉണ്ടായിട്ട് പോലും നമ്മളത് പരിഗണിക്കാറില്ല. കാരണം എന്താണ്, നമുക്ക് വലിയൊരു പ്രശ്നം കിടക്കുന്നു, ഇത് തീർന്നിട്ടേ എനിക്ക് നന്ദിയുള്ളവരാകാൻ പറ്റുള്ളൂ. എന്നാൽ ഞാൻ വരുന്നു, മല പോലെ വരുന്നത് മഞ്ഞുപോലെ ഉരുകിയിട്ട് നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒഴുകി പോകണമെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ്. ആ മെത്തേഡ് ഇത്രേ ഉള്ളൂ. പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ പർവ്വത സമാനമായി കൊള്ളട്ടെ. നിങ്ങൾ പ്രശ്നങ്ങളെയും പ്രയാസങ്ങളോടെ അടുത്ത് പോയിട്ട് യുദ്ധം ചെയ്യുന്നതിന് പകരം നിങ്ങൾ കണ്ണൊന്ന് മാറ്റിയിട്ട് കണ്ണൊന്ന് തിരിച്ചിട്ട് കുഞ്ഞു കുഞ്ഞു നന്ദി പറയാനുള്ള എന്തൊക്കെ ജീവിതത്തിൽ ശരിയായിട്ട് നടക്കുന്നുണ്ട് അതിനൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുക, അതിനൊക്കെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ കാര്യം ഇങ്ങനെ സംഭവിച്ചല്ലോ, താങ്ക് യു സോ മച്ച്, അൽഹംദുലില്ലാ, താങ്ക് യു മൈ ലോഡ് എന്ന രീതിയിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ പെറുക്കിയെടുത്ത് അതിനിങ്ങനെ നന്ദി പറഞ്ഞു നോക്കിയേ. നിങ്ങൾ പോലും അറിയാതെ ഈ പർവ്വത സമാനമായിട്ടുള്ള കാര്യങ്ങളെ തകർത്തെറിയാൻ, അതിനെ ഉരുക്കി കളയാനുള്ളൊരു പവർ നമുക്ക് കൈവരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ തേന് ശേഖരിക്കുന്നത് പോലെ, ഈ തേനീച്ച തേന് ശേഖരിക്കുന്നത് പോലെ നമ്മൾ ശേഖരിക്കേണ്ട ഒരു തേനാണ് എന്ത് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ശരിയായി നടക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട്, നല്ല നിലയിൽ കഴിഞ്ഞു പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയുണ്ട്, അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് നമ്മൾ നേരെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ആ പ്രശ്നങ്ങളെയും പ്രയാസങ്ങളും നമുക്ക് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാനോ അതും പുറത്തേക്ക് വരാനോ അതിലേക്കുള്ള ഉത്തരങ്ങളിലേക്ക് നയിക്കപ്പെടലേക്കോ അത് സാധ്യമാക്കൂല എന്നല്ല. എന്നാൽ ഗ്രാറ്റിറ്റ്യൂഡിന്റെ വൈന് കുടിച്ചുകൊണ്ട് റൂമി പറയുന്നുണ്ട്, ജലാലുദ്ദീൻ റൂമി പറയുന്നുണ്ട്, ഡ്രിങ്ക് ഗ്രാറ്റിറ്റ്യൂഡ് ലൈക്ക് എ വൈൻ. ഒരു വൈന് കുടിക്കും പോലെ, അല്ലെങ്കിൽ ഒരു തേന് കുടിക്കും പോലെ, അല്ലെങ്കിൽ ഒരു വീഞ്ഞ് കുടിക്കും പോലെ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് അങ്ങ് കഴിക്കുമ്പോൾ, നിങ്ങൾ അങ്ങ് നിങ്ങളുടെ അകത്തേക്ക് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു കിക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഗ്രാറ്റിറ്റ്യൂഡിന്റെ കിക്ക് കിട്ടിക്കഴിഞ്ഞാൽ, നമ്മൾ പറയാറുണ്ട് ഗ്രാറ്റിറ്റ്യൂഡിന്റെ കിക്ക് ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവനാണ് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാം. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാം. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാ എന്ന് പറയുമ്പോൾ പലർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. ചില ആൾക്കാർ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാ എന്നതുകൊണ്ട് മനസ്സിലാക്കി വെച്ചത് എന്താണ്, എന്ത് ചെയ്യാനാണ്, ഇതൊക്കെ തന്നെ, ഇതുകൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം, അതല്ല ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടല്. ആ തൃപ്തിപ്പെടല് നന്ദിയില്ലാതെ തൃപ്തിപ്പെടലാണ്. എന്നാലും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാന്ന് പറഞ്ഞാല് ഇനി എന്ത്, ഇത് തന്നെയല്ലേ ഇഷ്ടം പോലെ, ഇത് തന്നെ ഞാൻ ആസ്വദിച്ച് തീർന്നിട്ടില്ല, ഇത് തന്നെ ഞാനൊന്ന് ആസ്വദിച്ച് തീരട്ടെ എന്ന രീതിയിൽ ഉള്ളതിൽ തൃപ്തി ഉണ്ടാവലാണ്. ആ ഫീലിംഗ് ആണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അല്ലാണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടലാകരുത് നമ്മുടെ ലൈഫ്. അപ്പൊ ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സ് ഉയരും. ആ തലത്തിലേക്ക് നമ്മുടെ മനസ്സ് ഉയരപ്പം നമ്മൾ ഗ്രേറ്റ്ഫുൾ ആകുമ്പോൾ, കാരണം ആ ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് നമ്മളിങ്ങനെ ഓരോന്നെടുത്ത് എന്തൊക്കെ നന്ദി പറയേണ്ടത് അതൊക്കെ ഇങ്ങനെ ഫീൽ ചെയ്ത് നമ്മളങ്ങ് വരുമ്പോഴേക്ക്, ആ ഉയർന്ന നിലവാരത്തിലേക്ക് നമ്മളങ്ങ് വരുമ്പോഴേക്ക് സർവ്വതിലും പിന്നെ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഒരു ഫീലിംഗ് ആയിരിക്കും നമ്മൾ കണ്ടുകൊണ്ടിരിക്കാം. അതിങ്ങനെ പറഞ്ഞു പോയി എല്ലാറ്റിനും ഗ്രാറ്റിറ്റ്യൂഡ്, സംഭവിച്ചതിനും സംഭവിക്കാനുള്ളതിനും അല്ലെ, സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനും എല്ലാറ്റിനും നന്ദി, സർവ്വതിനും നന്ദി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുറച്ചങ്ങ് മുന്നോട്ടെത്തുമ്പോഴേക്ക് നമ്മുടെ ജീവിതത്തിൽ കുറവുകളായിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും നമ്മൾ അറിയാതെ നന്ദി എന്ന് പറഞ്ഞു പോകും. കാരണം നമ്മുടെ നാവിൻ തുമ്പത്തെപ്പോഴും നന്ദി നന്ദി നന്ദി, താങ്ക് യു എന്ന ഫീലിംഗ് വരുമ്പോഴേക്ക് അറിയാതെ അങ്ങ് പറഞ്ഞു പോകും. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് അൺകോൺഷ്യസ്ലി നമ്മളെ എല്ലാറ്റിനും ഗ്രേറ്റ്ഫുൾ ആവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവരുടെ കയ്യിൽ ഒരു മാന്ത്രികത കൈവരുന്നുണ്ട്. ഇവരുടെ കൈകളിലേക്ക് വരുന്ന ഒരു മാന്ത്രിക ശക്തി. നമുക്ക് വേണമെങ്കിൽ 2024 ആ മാജിക്കൽ പവർ കയ്യിലെടുക്കുന്നത് അയക്കാം. വേണമെങ്കിൽ നമ്മുടെ ഒരു ടാർഗറ്റ്. എന്താണ് ആ മാന്ത്രികത? ഈ രീതിയിലേക്ക് അവന്റെ അകത്ത മന്ത്രം മുഴുവനും നന്ദിയുടെ വാചകങ്ങളാകുമ്പോൾ, നന്ദിയുടെ വാക്കുകളാകുമ്പോൾ അവൻ എല്ലാറ്റിനും നന്ദി പറഞ്ഞു. അപ്പൊ നമ്മൾ കാണില്ലേ, ചില ആൾക്കാർ ഇമ്പോസിഷൻ എഴുതി ഇവൻ ഇതിൽ പിടിച്ച് ഉറങ്ങിയാൽ ഇവൻ എഴുതിക്കൊണ്ടിരിക്കും. രാവിലെ വന്ന് തട്ടിയാൽ ഇമ്പോസിഷൻ എന്നായിരിക്കും വായിലൂടെ വന്നുകൊണ്ടിരിക്കണേ. ഇതേപോലെ നമ്മുടെ അകത്ത്, നമ്മുടെ ചിന്തകളിൽ ഒക്കെ, നമ്മുടെ ഫീലിങ്സിൽ, നമ്മുടെ ഊർജത്തിൽ ഒക്കെ ഗ്രാറ്റിറ്റ്യൂഡ് അങ്ങ് നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രശ്നങ്ങളുള്ള കാര്യം വരുമ്പോൾ പോലും അറിയാതെ നമ്മൾ അതിനും നന്ദിന്ന് അങ്ങ് പറഞ്ഞു. ആ നന്ദിന്ന് അങ്ങ് പറയുന്ന പോയിന്റിൽ തന്നെ ഒരു പ്രശ്നം എന്നെ ഭയപ്പെടുത്താൻ മുന്നിലെത്തുന്നു, പക്ഷെ എൻ്റെ ഉള്ളിൽ നന്ദി മാത്രം നിറഞ്ഞേക്കുന്നുണ്ട്. അത് കയറി പറയാണ്ട് ഞാൻ നന്ദിന്ന് അങ്ങ് പറഞ്ഞു നിന്റെ തല എപ്പം വെട്ടും, താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞു പോകുമ്പോഴേക്കും നമ്മൾ ഞാനിപ്പോ എന്താ താങ്ക് യു പറഞ്ഞു, എൻ്റെ തല വെട്ടാനല്ലേ പോണത്. പക്ഷേ
അങ്ങനെ അറിയാതെ താങ്ക് യു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയാൽ നിന്റെ തല വെട്ടാൻ ആരും വരൂല. കാരണം നന്ദി നിറഞ്ഞു നിൽക്കുന്ന ഇടത്തിലേക്ക് ഒരിക്കലും പ്രയാസങ്ങൾക്ക് അത്ര പെട്ടെന്ന് കടന്നു വരാൻ പറ്റൂല. ഇനി കടന്നു വന്നാലും അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എൻ്റെ ഊർജം ഏത് തലത്തിലാണ് നിൽക്കുന്നത്? നന്ദിയുടെ ഊർജത്തിലായതുകൊണ്ട് തന്നെ എൻ്റെ ഉള്ളിൽ പ്രയാസത്തെ കയറ്റാനുള്ള, ശത്രുക്കളെ എടുത്തു വെക്കാനുള്ള ഒരു ഇടമുണ്ടെങ്കിൽ മാത്രമേ ശത്രുക്കൾക്ക് കയറാൻ വേണ്ടി പറ്റുള്ളൂ. ചിന്ത കൊണ്ടാണെങ്കിലും വാക്കുകൊണ്ടാണെങ്കിലും നോക്കുകൊണ്ടാണെങ്കിലും പ്രവർത്തനങ്ങൾ കൊണ്ടാണെങ്കിലും പുറത്തുള്ള ശത്രുക്കൾക്ക് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പറ്റുക. നമ്മുടെ അകത്ത് എവിടെയെങ്കിലും അവരെ സ്വീകരിക്കണം എന്തെങ്കിലും ഉണ്ടായിരിക്കും. എൻ്റെ ഉള്ളിൽ എല്ലാവർക്കും നന്ദിയാണ്. ഇങ്ങനെ നമ്മൾ നന്ദി എഴുതി വരുമ്പോഴേക്ക് കഴിഞ്ഞ കാലത്തിൽ സംഭവിച്ചു പോയ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും പിറകിൽ എന്തൊക്കെയോ നന്ദി പറയാനുള്ള കാരണങ്ങൾ നമ്മൾ കണ്ടെത്തും. അതിനും നന്ദി പറഞ്ഞ് ശീലിക്കുമ്പോഴേക്ക് അപ്പൊ അന്ന് അങ്ങനെ സംഭവിച്ചത് എത്ര നന്നായി. കുറെ ആൾക്കാർ ഏഷ്യൻ ടോക്സിൽ ഒന്ന് ഗൈഡഡ് ടോക്കും GC അറ്റൻഡ് ചെയ്ത ശേഷം പറയുന്നത് ഓള് തേച്ചത് നന്നായി, കാരണം അതുകൊണ്ടല്ലേ ഇവിടെ വന്ന് ഇതൊക്കെ പഠിക്കാനല്ലേ, താങ്ക് യു മോളെ എന്ന് പറയും. അപ്പൊ എന്തേ, ഓൾ അന്ന് തേച്ചത് നന്നായി. ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്, സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാണ്, ഒന്ന് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതേപോലെ അന്ന് എനിക്ക് പണി കിട്ടിയത് നന്നായി, അന്ന് എൻ്റെ പാർട്ട്ണർ എന്നെ പറ്റിച്ചത് നന്നായി, അന്ന് ഇങ്ങനെ പ്രയാസം ഉണ്ടായത് നന്നായി. കാരണം ആ സമയത്താണ് രക്ഷപ്പെടാൻ എന്ത് വഴിയുണ്ടെന്ന് ആലോചിച്ചപ്പോൾ ഇവിടെ എത്തിയത്. അപ്പൊ ഇവിടെ എത്തിയ സമയത്ത് ഈ അറിവ് കിട്ടിയതോട് കൂടിയിട്ട് അതിനേക്കാൾ വലിയ മാറ്റങ്ങൾ എനിക്കുണ്ടായി. അങ്ങനെയാണെങ്കിൽ അന്ന് സംഭവിച്ച ആ പ്രശ്നത്തിന് നന്ദി. അപ്പൊ എന്താ ഇതൊന്നും ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിൽ എന്നെ തേച്ച് പോയ എൻ്റെ എക്സ്-ന് ഒരുപാട് നന്ദി. കാരണം ആ തേപ്പിലൂടെ എനിക്ക് വലിയ അറിവുകൾ കരഗതമാക്കാനും ക്ഷമയുടെ ശക്തി അറിയാനും വിജയത്തിന്റെ ഉയർന്ന നിലവാരം അനുഭവിക്കാൻ അവസരം കിട്ടി. താങ്ക് യു ഡാഷ് മോളെ എന്ന് എഴുതാം. അവിടെ വേണ്ടാത്തൊന്നും എഴുതി വെക്കരുത്. ഡാഷ് സ്നേഹത്തോടുകൂടി അവിടെ പേര് എന്തെങ്കിലും എന്ത് ചെയ്യാം, എഴുതി വെക്കാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ചില ആൾക്കാർക്ക് ഇതിന് മാത്രം 10-15 ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാനുണ്ടായിരിക്കും. കുറെ കാര്യങ്ങൾ എന്തുണ്ടായിരിക്കും, എഴുതി വെക്കാനുണ്ടായിരിക്കുന്നതാണ്. ഇങ്ങനെ നമ്മളെ പറ്റിച്ചോര്, നമ്മളെ ചതിച്ചോര്, നമ്മളെ ഇട്ടേച്ച് പോയവര്, നമ്മളെ ഒറ്റപ്പെടുത്തിയവര്, നമ്മളെ കഷ്ടപ്പെടുത്തിയവര്, ഇവർക്കൊക്കെ ഇന്ന് നന്ദി പറയാൻ എന്തെങ്കിലും കാരണം കാണും. ഇനി അതല്ലെങ്കിലോ എന്തെങ്കിലുമൊക്കെ അവരെ കൊണ്ട് നമുക്ക് ഗുണം കിട്ടിയിട്ടുണ്ടായിരിക്കും, ഒരു സംശയമില്ല. അതെടുത്തിട്ട് അതിന് നന്ദി ഇങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് കൊടുത്തോണ്ട് നോക്കിയേ. അങ്ങനെ കൊടുത്തു വരുമ്പോഴേക്ക് നാളെ നിങ്ങളോട് ഒരാൾ പറയണത് ഇതാ ഇവരുണ്ടല്ലോ, ഇവർ നിന്നെ പ്ലാൻ ഇട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് ഒരിക്കലും താങ്ക്സ്. കാരണം മുന്നേ പറ്റിച്ചവരെ കൊണ്ടൊക്കെ ഉപകാരം ഉണ്ടായിട്ടുള്ളൂ, ഒരു പറ്റിക്കാൻ നിൽക്കുന്നുണ്ടോ, ഭാവിയിൽ അത് ഉപകാരമായിട്ട് മാറുള്ളൂ, ഒരിക്കൽ അഡ്വാൻസ്ഡ് ആയിട്ട് താങ്ക്സ്. ചിലർ ചോദിക്കാറുണ്ട് എന്നോട്, ഈ അഡ്വാൻസ്ഡ് ഗ്രാറ്റിറ്റ്യൂഡ് എങ്ങനെ വർക്ക് ചെയ്യണം? നിങ്ങൾ പാസ്റ്റിലുള്ള കുറേ കാര്യങ്ങളുടെ പ്രശ്നങ്ങളുടെ പാസ്റ്റിൽ സംഭവിച്ച കുറേ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഹൈലി ഗ്രേറ്റ്ഫുൾ ആയിട്ട് മാറുമ്പോൾ നിങ്ങൾക്ക് ഫ്യൂച്ചർ നടക്കാൻ പോകുന്ന കാര്യങ്ങൾക്ക് മുന്നേ ഗ്രേറ്റ്ഫുൾ ആവാതിരിക്കാൻ പറ്റൂല. ചിലർക്ക് എന്താ തോന്നില്ല അറിയാം, ആങ്സൈറ്റി ഉള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഉണ്ടാവുന്ന ചിന്ത, അവരെന്നെ പറ്റിച്ചു, ഇവരെന്നെ പറ്റിച്ചു, ഇനി ഭാവിയിൽ എന്നെ ആരെങ്കിലും പറ്റിക്കുമോ എന്ന് കരുതിയിട്ട് പേടിച്ചിരിക്കുകയാണ്. എന്നാൽ ഗ്രേറ്റ്ഫുൾ ആയിട്ട് പാസ്റ്റിലെ പറ്റിക്കലൊക്കെ ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് മാറ്റിയ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരെന്നെ പറ്റിച്ചു, അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ഉപകാരം ഉണ്ടായി, താങ്ക് യു. ഇവരെന്നെ പറ്റിച്ചു, അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ഉപകാരം ഉണ്ടായി. ഇനി ആരൊക്കെ എന്നെ പറ്റിക്കാൻ പോകുന്നു ഓർക്കൊക്കെ അഡ്വാൻസ്ഡ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിരിക്കുമ്പോൾ പറ്റിക്കുമോ എന്നുള്ള ഭയം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ വാട്ട് യു ഫിയർ യു വിൽ അട്രാക്ട്. നിങ്ങൾ എന്താണോ ഭയപ്പെടുന്നത് അതാണ് ആകർഷിക്കുക. പക്ഷെ ഭയപ്പെടാനൊന്നുമില്ല. കാരണം എന്താ, പാസ്റ്റിൽ നിന്നും ഭയപ്പെടുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡിഫ്യൂസ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട്? ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ട്. അതുകൊണ്ട് അങ്ങനെ പറ്റിക്കാൻ ആരും വരില്ല. ദാറ്റ്സ് എ സീക്രട്ട്. ഇത്രക്കും മാജിക്കൽ ആയിട്ടുള്ള, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് എന്തെന്ന് പറഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്രക്കും നമ്മളൊരു 1000 ഒക്കെ വളരെ കുറവാണ്, പക്ഷെ ഒരു 1000 ഗ്രാറ്റിറ്റ്യൂഡ് എങ്കിലും എഴുതണം. ട്രൈ ടു റൈറ്റ്. ഇതിൽ ഒരിക്കലെങ്കിലും അങ്ങനെ എഴുതണ്ടേ, നന്ദിയുള്ളവരാവണല്ലോ നമ്മൾ. അപ്പൊ നമുക്ക് കുറച്ചെങ്കിലൊക്കെ അത് ചെയ്യണ്ടേ. അതുകൊണ്ട് ഇതൊരു ചലഞ്ച് ആക്കിയിട്ട് എല്ലാവരും കൂടി അങ്ങ് ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കുന്നതാണ്. അപ്പോൾ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യുന്നവർ നമ്മളെ മെന്റേഴ്സിനെ അറിയിച്ചുകൊണ്ടിരിക്കാം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എന്തായിരിക്കും കുറച്ചുകൂടി ബാക്കിയുള്ളവർക്ക് ഒരു ഊർജ്ജമായിരിക്കുന്നതാണ്. ഞാൻ അടുത്ത സെഷനിൽ വരുമ്പോഴേക്കും ഞാൻ ചോദിക്കും എത്ര പേര് എത്ര ടൈംസ് ആയി എന്നൊക്കെ ചോദിക്കുമ്പോൾ ചാറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം. അപ്പോൾ ഞാൻ വന്നിട്ട് മറ്റേ എത്ര ആയി ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടാകുന്നുണ്ട്, എന്നെ അപമാനിക്കരുത് പ്ലീസ്. പിന്നെ അതിന് ഞാൻ അങ്ങനെ ആരെങ്കിലും എഴുതാണ്ടിരുന്ന് എന്നെ അപമാനിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഓർക്കൊക്കെ എപ്പം തന്നെ ഞാൻ താങ്ക്സ് പറയാണ്. അവരെ ക്ഷമിക്കാൻ പഠിപ്പിക്കുകയാണ്, അവരെ സഹിക്കാനും ക്ഷമിക്കാനും പഠിപ്പിക്കുകയാണ്. അവർക്ക് അഡ്വാൻസ് ആയിട്ട് ഇപ്പം തന്നെ താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ ഏതായാലും ഈ രീതിയിൽ നമ്മൾ എഴുതി തുടങ്ങാം. വിശദമായിട്ട് തന്നെ എഴുതാം. 100,000 കാര്യങ്ങളുണ്ട് നമ്മുടെ ലൈഫിൽ നമുക്ക് ഗ്രേറ്റ്ഫുൾ ആവാൻ വേണ്ടിയിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ഗൈഡ് ടോക്കിൽ ഞാൻ എന്തായാലും ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടാക്കുന്നതിനെ പറ്റി പറയും. മാത്രമല്ല നെക്സ്റ്റ് ഗൈഡ് ടോക്കിൽ നമ്മൾ ടോക്ക് ചെയ്യാൻ പോണത് ബക്കറ്റ് ലിസ്റ്റും അതിനോടൊപ്പം തന്നെ വെൽത്ത് ക്രിയേഷനാണ്. സമ്പത്ത്, ക്രിയേറ്റിംഗ് ദ വെൽത്തിന്റെ സീക്രട്സ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണത്.
അതിൽ എഴുതാൻ വേണ്ടി പോണത്. ഡെയിലി എഴുതുന്നവർ വീണ്ടും 1001 എഴുതണോ? നിങ്ങൾ ഡെയിലി എഴുതുന്നത് 10 15 ആണെങ്കിൽ 1000ലേക്ക് ഇതും കൂട്ടിക്കോളൂ, അത് അതിൽ ഉൾപ്പെടുത്താം, നോ പ്രോബ്ലം. പക്ഷെ കുറെ മുന്നേ എഴുതി വെച്ചതെടുത്തിട്ട് ആഡ് ചെയ്യരുത് പ്ലീസ്. ഞാൻ കഴിഞ്ഞ 100 ദിവസമായിട്ട് ചലഞ്ചിൽ എഴുതുന്നുണ്ട്, അപ്പൊ 10 എണ്ണം വെച്ച് എഴുതിക്കണം, കുറച്ച് ഇതൊക്കെ ആഡ് ചെയ്തവർ, അതല്ല, ഇന്ന് മുതൽ തുടങ്ങാം. ഓക്കെ, അഡ്വാൻസ് ചെയ്താം. പക്ഷെ ഇതിലായതുകൊണ്ട് നമ്മൾ ന്യൂ ഇയറിലേക്ക് പോകുന്നതിന് കഴിയുന്നതും കഴിഞ്ഞതിന് തന്നെ എഴുതി തീർക്കുന്നതാണ് നല്ലത് അഡ്വാൻസിനെക്കാളും എന്നുള്ളതാണ്. അഡ്വാൻസ് നമ്മൾ എഴുതേണ്ടത് ബക്കറ്റ് ലിസ്റ്റ് എഴുതുമ്പോൾ നമുക്ക് എഴുതാം. ബക്കറ്റ് ലിസ്റ്റ് ഇതിന് ഓരോ കാര്യങ്ങൾക്ക് നമ്മൾ അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡ് കൂടി വെച്ചിട്ട് പറയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞ അടുത്ത ഗൈഡ് ടോക്ക് ഒരിക്കലും നിങ്ങൾ മിസ്സാക്കരുത്. അടുത്ത ഗൈഡ് ടോക്കിൽ ഞാൻ ബക്കറ്റ് ലിസ്റ്റ് പറയുകയും ബക്കറ്റ് ലിസ്റ്റ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയും ഒരു ഭാഗത്ത് നിങ്ങളുടെ കഴിഞ്ഞതിനുള്ള ഗ്രാറ്റിറ്റ്യൂഡും വേറൊരു ഭാഗത്ത് ബക്കറ്റ് ലിസ്റ്റിൽ അച്ചീവ് ചെയ്യാനുള്ളതിൻ്റെ അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡ്, ഇത് രണ്ടും ഒരുമിച്ച് പോയി കഴിഞ്ഞാൽ യു ക്യാൻ എക്സ്പീരിയൻസ് ലോട്ട്സ് ഓഫ് മിറാക്കിൾസ് ഇൻ യുവർ ലൈഫ്. ഒരുപാട് മിറാക്കിൾസ് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പം എല്ലാവരും ഈ ചലഞ്ച് ഏറ്റെടുക്കുക, അതെന്ത് ചെയ്യുക, അതിൻ്റെതായ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുവന്നത്. അപ്പം ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് ലൈഫ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ഗിഫ്റ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുക, ഒരു ഗിഫ്റ്റ് ആയിട്ട്. ഗ്രേറ്റ്ഫുൾ അല്ലാത്ത അൺഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർക്ക് എപ്പോഴും ലൈഫ് എന്ന് പറഞ്ഞാൽ വിധിയാണ്. വിധി. ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർക്കോ അവർക്ക് ലൈഫ് എന്ന് പറഞ്ഞാൽ നിധിയാണ്. ലൈഫ് ദൈവം തന്ന നിധിയാണ്. നന്ദിയുള്ള സമയത്ത് നമ്മൾ എല്ലാത്തിനും നിധിയായിട്ട് കാണുള്ളൂ. മക്കളെ അങ്ങനെ കാണുമ്പോൾ അങ്ങനെ ദൈവം തന്ന നിധിയാണെന്ന് പറയും, എന്തൊരു ഗ്രേറ്റ്ഫുള്ളാണ്, പഠിച്ചോനെ ദൈവമേ നീ എനിക്ക് തന്നല്ലേ ഈ മുത്തിനെ എന്നൊക്കെ പറഞ്ഞിട്ട് നിധിയായിട്ട് കാണും. കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, ആ എനർജി ഒക്കെ അങ്ങ് പോയി കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാനാ, വിധിയല്ലേ, മക്കളെ കൊണ്ട് പരീക്ഷിക്കുന്നൊക്കെ അല്ലേ പറഞ്ഞത്, ആ പരീക്ഷണമായിരിക്കും. അപ്പൊ എന്തായി, വിധിയായി. ഇത് പരീക്ഷണമൊന്നല്ല, നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു, നിങ്ങൾ അന്ന് കാണിച്ചൊരു ആവേശമല്ലേ, എനിക്ക് എൻ്റെ കുട്ടിയെ കിട്ടിയല്ലോ, മിഠായി കൊടുക്കുന്നു, ആഘോഷിക്കുന്നു, അല്ലേ, എന്തൊക്കെയായിരുന്നു. അപ്പൊ നമ്മൾ വളരെ ഗ്രേറ്റ്ഫുൾ ആയിരുന്നു. ഗ്രാറ്റിറ്റ്യൂഡിന് ഒരുപാട് തലങ്ങളുണ്ട്. ഏതൊക്കെ രീതിയിൽ അപ്രീസിയേഷനിലൂടെയും സെലിബ്രേഷനിലൂടെയും ഒക്കെ നമ്മൾ അന്ന് എന്ത് ചെയ്യായിരുന്നു, ഗ്രാറ്റിറ്റ്യൂഡ് വർദ്ധിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. കുറച്ചങ്ങ് കഴിഞ്ഞപ്പോഴേക്ക് കുട്ടിയുടെ കൈ ആദ്യം നോക്കല്, കൈ വളർന്നോ നോക്കട്ടെ, നഖം വളർന്നോ നോക്കട്ടെ, പല്ല് വന്നോ നോക്കട്ടെ, നിന്നോ നോക്കട്ടെ, നടന്നോ നോക്കട്ടെ, ഇരുന്നോ നോക്കട്ടെ, കിടന്നോ നോക്കട്ടെ, ഇതൊക്കെയാണ് പരിപാടികൾ. ഇതിലൊക്കെ സെലിബ്രേഷനാണ്. നഖം വന്നു, പല്ല് പോയി, ആദ്യത്തെ പല്ല് പോയി, രണ്ടാമത്തെ പല്ല് വന്നു, എല്ലാറ്റിനും ഗ്രാറ്റിറ്റ്യൂഡും സെലിബ്രേഷനും പരിപാടിയാണ്. ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ എന്ത് തുടങ്ങി, പിന്നെ മെല്ലെ മെല്ലെ കളി മാറാൻ തുടങ്ങി. കാരണം എന്താണ്, ഇനിയിപ്പം പെൺകുട്ടിയാണെങ്കിൽ ചിലവരാലേക്കോ 5 വയസ്സായിട്ടുണ്ടാവുള്ളൂ, അപ്പോഴേക്ക് തുടങ്ങുന്നത് ഇവളിപ്പോ കെട്ടിക്കണ്ടേ, കല്യാണം കഴിച്ച് അയക്കണ്ടേ, എന്തായിരിക്കില്ലേ ചെലവ്, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കണം. ആ സമയം മുതൽ ബാധ്യതാബോധം, ഉത്തരവാദിത്ത ബോധം, ഇതൊക്കെ അങ്ങ് കയറി വരുമ്പോഴേക്ക് നമ്മൾ അറിയാണ്ട് നിധിന്ന് മാറിയിട്ട് ഇതൊരു വിധിയാണോ, ഇതൊരു ബാധ്യതയാണോ എന്നൊക്കെ അറിയാണ്ട് അങ്ങ് കയറും. അപ്പോഴും നമ്മളെന്താ പറയും, നമ്മളെ മക്കളെ പറ്റി നമ്മൾ അങ്ങനെ ഒന്നും ചിന്തിക്കില്ല, മക്കളെ പറ്റി അങ്ങനെ ഒന്നും ചിന്തിക്കൂല. പക്ഷെ ഏതൊരു രക്ഷിതാവിൻ്റെ ഉള്ളിൽ ഒരു ആദ്യം ഉണ്ടല്ലോ, ഇവരെ വളർത്തിയെടുക്കണ്ടേ, നോക്കിയെടുക്കണ്ടേ, ഞാൻ എങ്ങനെ. നിങ്ങൾക്കൊരു നിധി കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ആ ഗിഫ്റ്റ് തന്ന ആളെന്നെ അത് മാനേജ് ചെയ്യാനുള്ള സാധനങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ക്വാളിറ്റി ഉള്ള ഗിഫ്റ്റ് ആണെങ്കിൽ അതിന്റെ വാറന്റി കാർഡും ഗ്യാരണ്ടി കാർഡൊക്കെ അതിന്റെ കൂടെ ഉണ്ടാവും, ഉറപ്പല്ലേ. ക്വാളിറ്റി ഉള്ള ഗിഫ്റ്റ് ആണെങ്കിൽ അപ്പൊ അതിന്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ എന്തുണ്ട് അതിൽ ആ പാക്കേജിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. അല്ലാണ്ട് ബെൻസ് കാർ എന്നൊക്കെയാണെങ്കിൽ പെട്രോൾ അടിക്കാൻ എൻ്റെ അടുത്ത് പൈസ ഇല്ല, അതും കൂടി തരാണ്, ഞാനിതെങ്ങനെ ഓടിക്കാനാ എന്ന് ചോദിക്കുന്ന അവസ്ഥയിൽ ഇരിക്കുന്നത്. അത് വിവരമില്ലാത്തവർ തരുന്ന ഗിഫ്റ്റ് ആണെന്നുകൊണ്ടാണ്. വിവരമുള്ള ഒരാളും അങ്ങനത്തെ ആൾക്കാർക്ക് എന്തിനാ, പെട്രോൾ അടിക്കാൻ കാശില്ലാത്തവർക്ക് ബെൻസ് ഗിഫ്റ്റ് കൊടുക്കൂല. അവന്റെ നിലവാരം നോക്കി, അവന്റെ അവസ്ഥ നോക്കിയിട്ടേ കൊടുക്കുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്, മോളിൽ ഒരാൾ നിങ്ങൾക്ക് അസൈൻ ചെയ്തെന്നുള്ള റോള് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന റോളെ തരുള്ളൂ, നിങ്ങളെ കൊണ്ട് ബെയർ ചെയ്യാൻ പറ്റുന്ന റോളെ തരുള്ളൂ. മനസ്സിലായില്ലേ? ഒരു ആത്മാവിനും, ഒരു മനുഷ്യനും, ഒരു സോളിനും അവന് ബെയർ ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയിലുള്ള പരീക്ഷണങ്ങളും വരില്ല എന്നുള്ളതാണ്. കാരണം അത് പരീക്ഷണമേ അല്ല, പരീക്ഷണമായിട്ട് നമുക്ക് തോന്നാനുള്ള കാരണം നമുക്കത് നിധിയായിട്ട് കാണാൻ പറ്റാത്തതുകൊണ്ട്, ഗിഫ്റ്റ് ആയിട്ട് കാണാൻ പറ്റാത്തതുകൊണ്ടാണ്. സോ എന്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ നമുക്ക് തോന്നുന്നുണ്ടോ അതിനെല്ലാം ഗിഫ്റ്റ് ആയിട്ട് പെർസീവ് ചെയ്യാനും എക്സ്പീരിയൻസ് ചെയ്യാനും ഉള്ള സാധ്യതകൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ കിട്ടും. അപ്പൊ ഇവിടെ ഇരുന്നിട്ടൊന്ന് ഫീൽ ചെയ്ത് നോക്കിയാൽ എന്തിനല്ല ഇപ്പോൾ നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആവണം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, ഈ നിമിഷത്തിൽ, ഈ സെക്കൻഡിന് ഞാൻ ഗ്രേറ്റ്ഫുൾ ആവണം, ഈ ശ്വാസത്തിന് ഞാൻ ഗ്രേറ്റ്ഫുൾ ആവണം, ഈ കാഴ്ചയ്ക്ക് ഞാൻ ഗ്രേറ്റ്ഫുൾ ആവണം. ഒരു നിമിഷം, ഒരൊറ്റ നിമിഷത്തിൽ തന്നെ എൻ്റെ കാഴ്ച സംഭവിക്കുന്നു, കേൾവി സംഭവിക്കുന്നു, എൻ്റെ ശരീരം ചലിക്കുന്നു, എൻ്റെ അകത്തെ പ്രവർത്തനങ്ങൾ നടക്കുന്നു, എല്ലാം ഒരു നിമിഷത്തിൽ തന്നെ 100,000 പ്രവർത്തനങ്ങൾ സംഭവിക്കും. ഒറ്റ നിമിഷത്തിൽ, ഒരു നിമിഷത്തിൽ എനിക്ക് ഒരു താങ്ക് യു എന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ അതിൽ 100,000 താങ്ക് യു പറയാനുള്ള കാര്യങ്ങൾ കടന്നുപോയി. നമ്മൾക്ക് കടമല്ലാതെ വേറെന്താ ബാക്കിയാണ് ദൈവവുമായിട്ട്.
ദൈവവുമായിട്ട് നമുക്ക് കടം മാത്രമേ ബാക്കിയാവുന്നുള്ളൂ. കാരണം ഞാൻ എൻ്റെ ഓരോ സെക്കൻഡും വിടാതിരുന്നിട്ട് ആ സെക്കൻഡിൽ സംഭവിക്കുന്ന ഓരോ കാര്യത്തിനും നന്ദി പറഞ്ഞാലും അത് തീരൂല. കാരണം എനിക്ക് ഒരു നിമിഷത്തിൽ ഒരു കാര്യമാണ് ചിന്തിക്കാൻ പറ്റുന്നത്, ഒരു സെക്കൻഡിൽ ഒരു ഗ്രാറ്റിറ്റ്യൂഡാണ് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. പക്ഷേ ആ നിമിഷത്തിൽ തന്നെ 100,000 കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എങ്ങനെ തീരൂല. അതുകൊണ്ട് തന്നെ തീരാത്തതാണെങ്കിൽ കൂടി നമുക്ക് പറ്റാവുന്നതിന്റെ മാക്സിമം വെച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഉള്ളതിനൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ വാട്ട് വിൽ ഹാപ്പൻ, നമുക്ക് നന്ദി പറയാനുള്ള അവസരങ്ങൾ വീണ്ടും 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 എന്ത് ചെയ്തുകൊണ്ടിരിക്കും, നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. ഇപ്പം കുറച്ച് ആൾക്കാർ ചാറ്റ് ബോക്സിലൊക്കെ വരുന്നുണ്ട്, ഫോണ്, ഇന്റർനെറ്റ്, ചെയർ, സെൽഫ്, എല്ലാത്തിനും നമ്മൾ നന്ദിയുള്ളവനാണെന്നുള്ളത്. കാരണം നിങ്ങളുടെ ഫോൺ നോക്കുന്ന സമയത്ത് കിട്ടിയപ്പം ഭയങ്കര സന്തോഷമായിരുന്നു, പിന്നെ നമ്മൾ അതിനെ മൈൻഡ് ചെയ്യാൻ പോലില്ല. പക്ഷെ ഇതും നമുക്ക് നന്ദി പറയാനുള്ളതാണ്. നമ്മുടെ വീട്ടിലുള്ള ഓരോ ഗാഡ്ജറ്റുകളും നമുക്ക് നന്ദി പറയാനുള്ളത് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, കാരണം അത് നമ്മളിൽ ഉണ്ട് എന്നുള്ളൊരു രീതിയിൽ. അങ്ങനെ കാണുന്നതിനൊക്കെ നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഈ December 31 വരെ നമ്മൾ എങ്ങനെയാണ് ന്യൂ ഇയറിനെ വെൽക്കം ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, ന്യൂ ഇയറിനെ നമ്മൾ വെൽക്കം ചെയ്യേണ്ടത് ന്യൂ സെക്കൻഡുകളെ കൊണ്ടാണ്. അല്ലാണ്ട് ന്യൂ ഇയറിനെ നമ്മൾ, ഞാൻ GCയുടെ Q&A അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ന്യൂ ഇയറിനെ നമ്മൾ വെൽക്കം ചെയ്യുന്നത് ന്യൂ സെക്കൻഡ് കൊണ്ടാണ്. എങ്ങനെയാണ് നമുക്ക് ന്യൂ സെക്കൻഡുകൾ ആഘോഷമാക്കാൻ പറ്റുക? ന്യൂ സെക്കൻഡുകൾ ആഘോഷമാക്കാൻ പറ്റല് എൻ്റെ ഓരോ സെക്കൻഡിലും എനിക്ക് ഗ്രേറ്റ്ഫുൾ ആവാൻ എന്തുണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ ജീവിച്ച ഫീലിംഗ് ഉണ്ടായിരിക്കുന്നത്. നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുമ്പം നമുക്ക് ബ്ലെസ്ഡ് ഫീലിംഗ് ഉണ്ടാകുമ്പോഴല്ലേ നമ്മൾ ശരിക്കും ജീവിക്കുന്നത്. വെൻ യു ഫീൽ ബ്ലെസ്ഡ്, വെൻ യു ഫീൽ ബ്ലിസ്ഫുൾ, നമുക്ക് ബ്ലിസ്ഫുൾ ആയിട്ടും ബ്ലെസ്ഡ് ആയിട്ടും ഫീൽ ചെയ്യുമ്പോഴാണ് ഞാൻ ജീവിക്കുന്നു എന്ന ഫീലിംഗ് ഉണ്ടാവുക. അല്ലെങ്കിൽ ജീവച്ചവങ്ങളെ പോലെ, ലിവിങ് ഡെഡ് ബോഡീസിനെ പോലെ നമ്മൾ എന്ത് ജീവിതം, എന്ത് ലൈഫ്, എന്ത് നാളെ, എന്ത് പ്രതീക്ഷ എന്നിങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ ആ സമയങ്ങളിൽ ജീവിക്കുന്നില്ല. നമ്മൾക്ക് ഉണർവില്ലാത്ത നിമിഷങ്ങളാണത്. നമ്മൾ ഉണർന്നിരിക്കുക എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിക്കുക, നന്ദി പറയാൻ എന്തുണ്ട് ചിന്തിച്ച് അതിനൊക്കെ കഴിയണം. വാവ്, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഇങ്ങനെ നിങ്ങളുടെ ചുറ്റിലും നന്ദി പറയാനുള്ള ഓരോന്നിനും നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നതോറും നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ സമ്പന്നനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ നെക്സ്റ്റ് വീക്കിൽ പറയാൻ വേണ്ടി പോകും. നെക്സ്റ്റ് വീക്കായിട്ടൊക്കെ ഒരിക്കലും മിസ്സാക്കരുത്. വെൽത്തിന്റെ ഏറ്റവും വലിയ സീക്രട്ടാണ് ഗ്രാറ്റിറ്റ്യൂഡ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ള ടൂൾ വെച്ച് മാത്രം നമുക്ക് വളരെ റിച്ച് ആവാൻ വേണ്ടി പറ്റും, ഹൈലി വെൽത്തി ആവാൻ വേണ്ടി പറ്റുന്നതാണ്. പക്ഷെ അതിനെന്ത് ചെയ്യണം, നിങ്ങളുടെ ഓരോ ശ്വാസവും ഗ്രാറ്റിറ്റ്യൂഡിന്റെ ശ്വാസമായിട്ട് മാറണം. ദ ബ്രെത്ത് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡിന്റെ ശ്വാസമായിട്ട് മാറണം. കാരണം എന്താ, ഓരോ നിമിഷം ശ്വാസം നിന്നെ ഓർമ്മിപ്പിക്കണതിന്റെ എന്താണ്, നീ നന്ദി പറയുന്നില്ലേ, നീ നന്ദി പറയുന്നില്ലേ, നീ നന്ദി പറയുന്നില്ലേ, സുഖമായിട്ട് എടുക്കുന്നില്ലേ, നന്ദി പറയുന്നില്ലേ, നന്ദി പറയില്ലേ, ചോദിക്കില്ലേ, നോക്കിയേ, നന്ദി പറയില്ലേ, നന്ദി പറയുന്നില്ലേ, നന്ദി പറയുന്നില്ലേ. അപ്പൊ നമ്മൾ പറയാം 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 താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. കാരണം എന്താ, നിന്റെ ഓരോ ശ്വാസവും ഓർമ്മിപ്പിക്കുന്നുണ്ട്, പക്ഷെ നമ്മളത് കേൾക്കുന്നില്ല. പക്ഷേ ശ്വാസം നിലയ്ക്കാൻ വേണ്ടി പോകുമ്പോൾ, ശ്വാസം മുട്ടുന്ന സമയത്ത് എടുക്കാൻ പറ്റാതെ കഷ്ടപ്പെടുമ്പം നമ്മൾ മറന്നുപോകും. ഈ ശ്വാസം ഒരുക്കി തന്നവൻ, ഈ ശ്വാസം ഒരുക്കിയിട്ട് അതിനുള്ള കാരണങ്ങളായി മാറിയ ഒരുപാട് ഘടകങ്ങളുണ്ട് ഈ ശ്വാസമായി മാറിയത്. അതിനെല്ലാം ഞാൻ നന്ദി പറഞ്ഞോ. ഒരു എന്താണ് അല്ലേ, ഒരു ചാർജും ഇല്ല, ഒരു പേയ്മെന്റും ഇല്ല, ഫ്രീ ആയിട്ട് അല്ലേ, അൺലിമിറ്റഡ് പാക്കാ തന്നത്, ഫ്രീ ആയിട്ട്. അതിന് നമ്മൾ നന്ദി പറഞ്ഞോ എന്ന് നമ്മൾ ഓർത്തുകൊണ്ടിരിക്കാമല്ലോ. അപ്പോഴാണ് നിന്റെ ഓരോ ശ്വാസവും ഗ്രാറ്റിറ്റ്യൂഡായിട്ട് മാറുന്ന അവസ്ഥ. ഓരോ ശ്വാസവും ഗ്രാറ്റിറ്റ്യൂഡ് ആകുമ്പോൾ നിന്റെ ഓരോ ചിന്തയും ഗ്രാറ്റിറ്റ്യൂഡ് ആയിരിക്കും. കാരണം നിന്റെ ഓരോ നിമിഷവും ഓരോ ചിന്തയും ഗ്രാറ്റിറ്റ്യൂഡ് ആകുമ്പം നീ ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് ഓർത്തിരിക്കുമ്പോൾ തന്നെ ആ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഓർമ്മയിൽ ഇരിക്കുന്ന സമയത്ത് നിന്നിലൂടെ ഒഴുകുന്ന ശ്വാസം അത് ഗ്രാറ്റിറ്റ്യൂഡിന്റെ ശ്വാസം ആവുന്നുണ്ട്. നീ നന്ദികേട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക, നിന്റെ പരാതികൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് നീ എടുക്കുന്ന ശ്വാസവും ആ പരാതിയിലേക്കാണ് ചേർന്ന് പോകുന്നത്. നിന്റെ ബോധം ഏതാണോ ആ ബോധവുമായിട്ടാണ് നിന്റെ ശ്വാസം ചേരുന്നത്. ഇപ്പം നിന്റെ ശ്വാസം ഏറ്റവും ഫ്രഷ് എയർ ആയിട്ട് മാറണമെങ്കിൽ, ഏറ്റവും പ്യൂരിഫൈഡ് ആയിട്ടുള്ള എയർ ആയിട്ട് മാറണമെങ്കിൽ നിങ്ങളിങ്ങനെ വീട്ടിലെ എയർ പ്യൂരിഫയറും വെച്ച് ഇരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. അതിനെന്താ ചെയ്യേണ്ടത്, പ്യൂരിഫയർ നിങ്ങളുടെ മൈൻഡ് ആയിരിക്കണം. നിങ്ങളുടെ മൈൻഡ് ഓരോ കാര്യങ്ങളും, നിങ്ങളുടെ മനസ്സിലൂടെ പോകുന്ന ഓരോ ചിന്തകളിലും വേണ്ടാത്ത കാര്യങ്ങൾ കടന്നു വരുമ്പോൾ അതിനെ പ്യൂരിഫൈ ചെയ്തിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ആക്കി മാറ്റിയിട്ട് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ശ്വാസത്തിനും ആ പ്യൂരിറ്റി ഉണ്ടാവും, ആ ഫ്രഷ്നെസ് ഉണ്ടാവും. അല്ലാണ്ട് എത്ര ഫ്രഷ് ആയിരുന്നാലും നമുക്ക് ആ ഫ്രഷ് ഫീലിംഗ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. സോ ഇൻക്രീസ് ഗ്രാറ്റിറ്റ്യൂഡ്. ഓക്കെ, ഗ്രാറ്റിറ്റ്യൂഡ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ എത്ര ദിവസം ഉണ്ട് എന്നത് ആലോചിച്ചിട്ട് അതിനനുസരിച്ച് ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ട് നടക്കാം. അപ്പൊ ഈ 2023 നല്ല ഒരു എന്താണ് യാത്രയപ്പ് നിൽക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ 2023 യാത്ര, ഇപ്പൊ 2024 വെൽക്കമിങ്, അതിൻ്റെ ഒന്നും ഒരു ആവശ്യമൊന്നുമില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലല്ലേ ആരെങ്കിലും ചെയ്യുള്ളൂ. നമുക്ക് എല്ലാത്തിനും ഒരു കാരണം വേണ്ട, എല്ലാറ്റിനും എന്തെങ്കിലും ഒരു കാരണം വേണ്ട. ഇനിയിപ്പം ഏതായാലും ന്യൂ ഇയർ ഒരു കാരണമാണല്ലോ എന്നുള്ളത് കൊണ്ട് മാത്രം
കാരണം നമുക്ക് ഓരോ സെക്കൻഡും ന്യൂ ഇയർ ആണ്. ഓരോ സെക്കൻഡും നമുക്ക് പുതിയ ജീവൻ നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നമ്മൾ ന്യൂ സെക്കൻഡുകളാണ് ആസ്വദിക്കേണ്ടത്. ഇതെന്റെ ന്യൂ സെക്കൻഡാണ്. ഈ ഇയറിനെ കാത്തിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷത്തിൽ ഒരിക്കലും മാത്രം നന്നാവുള്ള അവസരങ്ങൾ മഹാബലി വരുന്ന പോലെയാണ്. രോഗം കാണാൻ വരുന്നവരാ ന്യൂ ഇയർ വന്നാൽ മാത്രം നന്നാവുള്ളൂ, അങ്ങനൊന്നുമല്ല. ന്യൂ സെക്കൻഡുകൾ നമുക്ക് ദൈവം തന്നിട്ടുണ്ട്, ന്യൂ ബ്രെത്തുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് നന്നാവാനുള്ള, ഉയരാനുള്ള അവസരങ്ങളാണ്, ഉണരാനുള്ള അവസരങ്ങളാണ്. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി നമ്മുടെ നാട്ടുനടപ്പ് അനുസരിച്ച് ന്യൂ ഇയർ ആണല്ലോ എന്ന സ്ഥിതി നമുക്ക് എന്ത് ചെയ്യാം, ന്യൂ ഇയർ എന്നൊരു ടൈം സെറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് ഇറങ്ങാം. നമ്മുടെ സമയമായിട്ടുണ്ട്. ഏതായാലും ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് വീക്കിൽ നമ്മൾ ബക്കറ്റ് ലിസ്റ്റും ഗ്രാറ്റിറ്റ്യൂഡ് ടാസ്കിന്റെ ഫോളോ അപ്പ് ഞാൻ ചോദിക്കും, എന്ന പാട് ചോദിക്കും. മനസ്സിലായില്ലേ നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് എവിടെ എത്തുന്നുള്ള കാര്യം. അപ്പൊ എന്ത് ചെയ്യണ്ട, ലാസ്റ്റിലേക്ക് വെക്കണ്ട. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്തുണ്ടായിരിക്കും, ഇങ്ങനെ തോന്നും, ഇന്നിപ്പോ പറഞ്ഞ് സമയം ഉണ്ടല്ലോ, നാളെ തുടങ്ങാം, ഇന്നിപ്പോ സൺഡേ അല്ലേ, കുറച്ച് ഒന്ന് സെറ്റ് ആയിട്ട് ഒന്ന് ആലോചിച്ചെടുത്തിട്ട് നാളെ മുതൽ എഴുതി തുടങ്ങാം. നാളെ തിങ്കളാഴ്ച അല്ല, തിങ്കളാഴ്ച ഒരു വീക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അത് കുറച്ച് എന്തായിരിക്കും, കുറച്ച് ഉഷാറായിരിക്കും എന്ന രീതിയിൽ നാളെ രാവിലേക്ക് മാറ്റി വെച്ചിട്ട് നാളെ മോർണിംഗ് പറയുന്നത് തിങ്കളാഴ്ച കുറച്ച് തിരക്കായി പോയല്ലോ, ഇന്ന് രാത്രി തുടങ്ങാം, പിന്നെ അത് ചൊവ്വാഴ്ചയോ, പിന്നെ അത് ചൊവ്വായ പിന്നെ വീക്ക് കഴിഞ്ഞില്ല, ചൊവ്വാഴ്ച ഒരു ചൊവ്വില്ലാത്തൊരു ദിവസമാണ്. അപ്പൊ നമുക്കിനിയിപ്പോൾ ഏതായാലും എന്താക്കാം, 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് ഫ്രൈഡേ സെറ്റാണ്, അന്ന് ജുമുഅ കഴിഞ്ഞിട്ട് തുടങ്ങാം, നല്ല സമയമാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാറ്റിയിട്ട് ശനിയാഴ്ച ആയാലോ വീക്കെൻഡ് ആയാലോ എന്തായാലും അടുത്ത ഗൈഡിട്ടൊക്കെ കേട്ട് ഒന്ന് സെറ്റായിട്ട് ഗൈഡിന്റെ എനർജി ഒന്നുകൂടി കിട്ടിയിട്ട് നമുക്ക് തുടങ്ങാം. ഇങ്ങനെ നമ്മൾ തുടങ്ങില്ല. അപ്പൊ എപ്പോഴെങ്കിലും തുടങ്ങാൻ തോന്നുന്നത് ഇപ്പം തുടങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ കുറച്ച് കഴിയട്ടെ തോന്നണേ അപ്പം തന്നെ അതിനൊരു ഗ്രാറ്റിറ്റ്യൂഡ് എടുക്കാം. കുറച്ച് കഴിയട്ടെ എന്ന് എന്റെ തോന്നലില്ലേ, അതിന് നന്ദി. എന്നിട്ട് എന്ത് ചെയ്യാം, അതിനപ്പം തന്നെ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക, നമ്മൾ ഇപ്പം തന്നെ എഴുതി തുടങ്ങും. ഡു ഗ്രാറ്റിറ്റ്യൂഡ്. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ വർക്കൗട്ട് ചെയ്യാം. 1000 എന്തായാലും അച്ചീവ് ചെയ്യണം. 1000 എന്തായാലും നിങ്ങൾ ചെയ്തിരിക്കണം. യു ക്യാൻ എക്സ്പീരിയൻസ് ഗ്രേറ്റ് മാജിക്സ്. കാരണം നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ബ്രെയിനിനെ നിങ്ങൾ പീക്ക് പെർഫോമൻസ് സ്റ്റേറ്റിലേക്ക് റിവയർ ചെയ്തുകൊണ്ടിരിക്കുക, ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെയാകുമ്പോൾ നിങ്ങൾ കാണാത്ത കുറെ അവസരങ്ങൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ ബ്രെയിന് ഒരു സെക്കൻഡിൽ 11 മില്യണോളം ഇൻഫർമേഷൻസ് ആണ് എന്ത് ചെയ്യണത്, പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പ്രോസസ്സിങ്ങിൽ ഒരു സെക്കൻഡിൽ അറൌണ്ട് 11 മില്യൺ ഇൻഫർമേഷൻസ്, ഐഡിയാസ് സ്കാൻ ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ നിങ്ങളെ രക്ഷിക്കാനുള്ള ഐഡിയ തരണമെങ്കിൽ ബ്രെയിനിന് ആ ഗ്രാറ്റിറ്റ്യൂഡ് അങ്ങ് ഇട്ട് കൊടുക്കണം. അപ്പോഴാണ് അതുകൂടി മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ബ്രെയിൻ സ്കാൻ ചെയ്യുക. അപ്പൊ ആ 11 ബില്യൺ സ്കാൻ ചെയ്ത് ഒരു ചിന്തയായിട്ട് വരുന്നതിൽ നമുക്ക് ഉപകാരമുള്ള ചിന്തകൾ വരും. അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിക്കുന്ന ചിന്തകൾ മാത്രമേ ബ്രെയിൻ തരുള്ളൂ. ആവശ്യമില്ലാത്ത എല്ലാ ചിന്തകളും തലയിലിട്ട് തരും. അതുപോലെ തന്നെ രക്ഷപ്പെടാനെന്ന് പറഞ്ഞിട്ട് ഇതെടുത്തോ നീ രക്ഷപ്പെടുന്നതായിട്ട് അതിൽ പോയിട്ട് നമ്മൾ പെടും, മിക്കവാറും പെടും. കാരണം എന്താ, ബ്രെയിന് നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കും. ഈ പറ്റിക്കലിൽ നിന്നും നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ, കരകയറണമെങ്കിൽ പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ആ ഗ്രാറ്റിറ്റ്യൂഡ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് ബ്രെയിനിനെ പീക്ക് പെർഫോമൻസ് സ്റ്റേറ്റിൽ എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മോക്ഷം കിട്ടും. അപ്പൊ ഏതായാലും വി ആർ സ്റ്റാർട്ടിങ് ദിസ് ഗ്രാറ്റിറ്റ്യൂഡ് ചാലഞ്ച്. ഇന്ന് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, എഴുതുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എവിടെ എത്തി അതൊക്കെ മെന്റേഴ്സിനൊക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ ഗൈഡ് ടോക്കിന്റെ ഫാമിലിയിലേക്കും അതിലേക്കൊക്കെ നമ്മൾ അതിങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ എന്തുണ്ടായിരിക്കും, കുറച്ചുകൂടി ഒരു എനർജി ഉണ്ടായിരിക്കും ബാക്കിയുള്ളവർക്ക്. ഓക്കെ, അപ്പം അതുപോലെ തന്നെ അടുത്ത വീക്കിൽ പറ്റുന്നവരൊക്കെ വീഡിയോയിൽ തന്നെ അപ്പിയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അങ്ങനെയാണെങ്കിൽ ചില മടിയന്മാരുണ്ടായിരിക്കും, അവർ നമുക്ക് എന്ത് ചെയ്യണം, റിഗ്രറ്റ് അടിപ്പിക്കണം, എഴുതി കൊണ്ടുവരാം. എന്നിട്ട് എന്ത് ചെയ്യുക, വീഡിയോയിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കാം, മൈ ഗ്രാറ്റിറ്റ്യൂഡ് ചാനലിനായിട്ട് കാണിച്ചു കൊടുത്തിട്ട് എന്തിനാണ് മൊത്തത്തിൽ റിഗ്രറ്റ് അടിക്കണം, ഓ മൈ ഗോഡ് ഞാൻ ചെയ്തില്ലല്ലോ. അങ്ങനെയൊക്കെ കുറച്ച് നല്ലതാണ്. മനസ്സിലായില്ല, അവർക്കും തോന്നട്ടെ എന്ത് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് കാര്യം സങ്കടപ്പെടട്ടെ. അതിന് പിന്നീട് ഒരു ഗ്രേറ്റ്ഫുൾ ആവും. കാരണം എന്താ, ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാൻ പറ്റിയില്ലല്ലോ എന്ന് കരുതിയിട്ടെങ്കിൽ സങ്കടമെങ്കിൽ വന്നല്ലോ, അതൊരു നല്ല ക്വാളിറ്റിയാണ്. ക്ലിയർ ആയല്ലോ. അപ്പൊ ഏതായാലും അങ്ങനെ നിങ്ങൾ പറ്റുന്നവരൊക്കെ വീഡിയോയിൽ തന്നെ വരുന്ന നെക്സ്റ്റ് വീക്കിൽ ജേർണലായിട്ട് വരണം. ഓക്കെ, നെക്സ്റ്റ് വീക്കിൽ നമ്മൾ മെഡിറ്റേഷൻ കഴിഞ്ഞ ഉടനെ, അടുത്ത ഗൈഡ് ടോക്കിൽ മെഡിറ്റേഷൻ കഴിഞ്ഞ ഉടനെ നമ്മൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് കുറച്ച് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്തു, എന്നിട്ടാണ് നമ്മൾ ഗൈഡഡ് ജേർണിയിലേക്ക് പോകുക. അതുകൊണ്ട് ബുക്കും പെന്നൊക്കെ ആയിട്ട് വരണം. ഇതെന്തിനാ അറിയാൻ പറഞ്ഞത്, ചില ഉമ്മമാരുണ്ട് മക്കൾ തിന്നിട്ടില്ലെങ്കിൽ എല്ലാ അടവും പറ്റും, എന്തിന് ഒന്ന് കഴിക്കാം, വാവേ കഴിക്കുന്നു പറയാൻ. ഇതാകുമ്പോൾ ബുക്കും പെന്നായിട്ട് നിങ്ങൾ വരുന്നത് കൊണ്ട് തീരെ തുടങ്ങാത്തവർ അടുത്ത വീക്കിലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യണം. അതുകൊണ്ട് ബുക്കും പെന്നൊക്കെ ആയിട്ട് വരണം എല്ലാവരും. ഇനിയിപ്പോ ഇതെന്താക്കരുത്, അപ്പൊ അടുത്ത വീക്ക് തുടങ്ങിയാൽ മതിയോ, ഗൈഡ് അതാണ് ഉദ്ദേശിച്ചത്, അങ്ങനെയല്ല. മനസ്സിലായേ? അപ്പൊ ഏതായാലും നിങ്ങൾ ഇതുവരെ എഴുതിയ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണല് ബുക്കും പേനൊക്കെ ആയിട്ട് വന്നിട്ട് എന്ത് ചെയ്യുക, സെഷനിൽ ഇരിക്കുക. നമുക്ക് മെഡിറ്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റാർട്ട് ചെയ്യാം. നെക്സ്റ്റ് വീക്കിൽ എന്തായാലും ഷാൻ നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ തന്നെ തരും. സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ ഉണ്ട്. അതുകൊണ്ട് മെഡിറ്റേഷനും മിസ്സാക്കരുത്. ഓക്കെ, അപ്പൊ നമ്മളെ ടൈം ആയിട്ടുണ്ട്. എനിക്കിന്ന് GC ഉള്ളതാണ്, കണ്ണൂർത്തെ പ്രോഗ്രാം, അതുകൊണ്ട് ഞാൻ ലീവ് ചെയ്യാണ്. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്, ഒരുപാട് താങ്ക്സ്. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതാം എന്ന് തീരുമാനമെടുത്തതിന്
ഓക്കെ, ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് കുറച്ച് സമയം ചിന്തിച്ചതിന്, ഓക്കെ, ഇത്രയും സമയത്ത് കേട്ടിരുന്നതിന് എല്ലാവർക്കും നന്ദി. ഇത് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി തുടങ്ങാൻ പോകുന്നതിന് അത്ര ഒരു നല്ല കാര്യം ചെയ്ത് നിങ്ങളെ നന്നാക്കാൻ നിങ്ങൾ തീരുമാനിച്ച്, നിങ്ങൾ നന്നായ തീരുമാനം ഞങ്ങൾ അറിഞ്ഞ് ഞങ്ങൾക്ക് സന്തോഷിക്കാൻ അവസരം തന്നതിന് ഒക്കെ നന്ദി. താങ്ക് യു. ബൈ. താങ്ക് യു ഗൈഡ്സ്, താങ്ക് യു സോ മച്ച്. അപ്പൊ എല്ലാരും ഇപ്പൊ ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡ് വൈബ്രേഷനിലാണ് എന്നറിയാം. സോ അപ്പൊ ഇനി നിങ്ങളുടെ സമയമാണ്, നിങ്ങളുടെ ഫീഡ്ബാക്ക് ഷെയർ ചെയ്യാനുള്ള സമയമാണ്. സോ ഫീഡ്ബാക്ക് ഷെയർ ചെയ്യേണ്ട ആൾക്കാർ ജസ്റ്റ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്യും. ഓക്കെ, സോ സെഫ മാമിനെ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. Assalamu alaikum warahmatullahi wabarakatuh. Very sweet good morning to you all. I'm not Safa's mother, because Safa is attending another one class. Actually, today's guided talk and today's journey, I learned advanced gratitude. It is a new experience to me. Advanced gratitude, already we are giving gratitude and forgiveness. And also never I thought about advanced gratitude. Thanks God, thanks to you all. I have nothing in my hand to return, but only my great pleasure, my prayer only. Because this is a great opportunity Allah has given to me. Allah has given to me a full energetic vibe in every Sundays and every moments. Already I started to write gratitude, but never I thought I would advanced gratitude. This is the first lesson from here. Thanks God. Alhamdulillah, I'm not revealing others' time. Thanks you all. May Allah bless us all. Alhamdulillah. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ വേർഡ്സ്. ആൻഡ് നെക്സ്റ്റ് ആരാ ഷെയർ ചെയ്യുന്നത്? ആർക്കൊന്നും ഷെയർ ചെയ്യാനില്ലേ? ഒരുപാട് പേര് ഇങ്ങനെ പറയാനിങ്ങനെ കാത്തു നിക്കാണ്, ബട്ട് എവിടെയോ ആരോ പിടിച്ചു വെക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇത് ബ്രേക്ക് ചെയ്യാനുള്ള ടൈം കൂടിയാണ്. എന്നിട്ട് ഫേസ് കണ്ടാൽ ആർക്കൊക്കെ എന്തൊക്കെയൊക്കെ പറയാനുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ആമി ടോക്സ് അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എല്ലാരും വിചാരിക്കുന്നുണ്ടാവും എല്ലാ സൺഡേസും ആമി എന്ത് ഇങ്ങനെ പറഞ്ഞോണ്ടേ ഇരിക്കുന്നത്. കാരണം എനിക്ക് പറഞ്ഞു തീരാനില്ല. കാരണം നമ്മൾ ഏഷ്യൻ ടീംസിൽ വന്നതിന് ശേഷമാണ് ഞാൻ ഇത്രയും ട്രാൻസ്ഫോർമേഷൻ വന്നത്. കാരണം എപ്പോഴും പറഞ്ഞതുപോലെ കയ്യിൽ ഉപയോഗിക്കുന്നത് ടൂള് മാത്രം വെച്ചത് കൊണ്ടാണ് ലൈഫിൽ ഇത്രയും ഞാൻ രക്ഷപ്പെട്ടത്. കാരണം നമ്മൾ വിചാരിക്കുന്ന ഓരോ കാര്യങ്ങൾ, ചില കാര്യങ്ങൾ നമ്മളെ ടീം ലേഡീസ് പറയുന്ന ഒരു കാര്യം തന്നെയാണ്, ലൈഫിൽ അതൊന്നും നടക്കൂല, അതൊക്കെ വെറുതെ ആണെന്ന്. പക്ഷെ ഇന്ന് ഞാൻ ഒരുപാട് തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് 1 ഇയറിന്റെ ഉള്ളിൽ 13 കോഴ്സ് അറ്റൻഡ് ചെയ്യുന്ന ഞാനാണെങ്കിൽ ലൈഫിൽ എനിക്ക് ഒരുപാട് സ്ഥലത്ത് എത്താനുണ്ട്. കാരണം നമ്മൾ ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എവിടെയെങ്കിലും എത്താൻ കഴിയും. അപ്പൊ മെയിൻലി നമ്മൾ പറയുന്ന ഒരു കാര്യം, ഗൈഡഡ് ടോക്ക് എടുക്കുന്നുണ്ടെങ്കിലും അതിൽ തരുന്ന ഓരോ ടൂൾസിലാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. കാരണം ഓരോ സമയത്തിലും ഞാൻ കരയാറുണ്ട്. കാരണം ഈ ടീം മെമ്പേഴ്സ് ഒന്നും എൻ്റെ ഇടയിൽ ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ ലൈഫ് രക്ഷപ്പെടില്ല. സത്യം, റിയലി ഞാൻ പറയാം. കാരണം ഇന്നിപ്പോ സെഷനിൽ ഇരിക്കുന്ന ടൈമിങ്ങിലും ഞാൻ എൻ്റെ ഓരോ ടൂൾസിൽ വർക്കിങ്ങിലാണ്. അതുകൊണ്ടാണ് ആ വീഡിയോ മോഡ് ഓഫ് ചെയ്തിട്ട് തന്നെ ഞാൻ ഇരിക്കുന്നത്. കാരണം ഓരോ ടൂളിലും അതിൻ്റെതായ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഓരോ ഫോർഗീവ്നെസ്സിലും നമ്മൾ എത്രമാത്രം കൊടുക്കുന്നുണ്ടെങ്കിൽ, ഓരോ വ്യക്തികൾക്ക് നമ്മൾ മാപ്പ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തികൾക്ക് എന്തെങ്കിലും നമ്മൾ ഓരോ മാറ്റങ്ങൾ നമുക്ക് കാണാൻ തുടങ്ങും. അതുപോലെ തന്നെ ഗൈഡ് ഇപ്പം പറഞ്ഞതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ അത്രയും വെരി പവർഫുൾ ആണ്. കാരണം ഓരോ ഇതിലും നമ്മളിപ്പോ ഗൈഡ് പറഞ്ഞ പോലെ ശ്വാസത്തിന് നന്ദി, കിഡ്നിക്ക് നന്ദി, അങ്ങനെ നമ്മുടെ ശരീരഭാഗങ്ങളിൽ ഓരോന്നും നന്ദി പറയുമ്പോൾ നമ്മുടെ ക്രിയേച്ചറിനെ നമ്മൾ ഓർക്കാറുണ്ട്. ഇത്രയുമാണ് നമ്മളെ ക്രിയേച്ചർ. അതുപോലെ തന്നെയാണ് അഫർമേഷൻ. ഓരോ രോഗത്തിന് നമ്മൾ അഫർമേഷൻ വെക്കുന്നു, സെൽഫിന് അഫർമേഷൻ വെക്കുന്നു. അതുപോലെ തന്നെയാണ് വളരെ വളരെ അമേസിങ്. കാരണം മെഡിറ്റേഷൻ എന്ന് വെച്ചാൽ വെരി പവർഫുൾ. ചാനക്ക് ഞാൻ ഒരുപാട് താങ്ക് യു പറയാൻ. കാരണം ഞാൻ 21 ഡേയ്സിൽ മെഡിറ്റേഷൻ അറ്റൻഡ് ചെയ്ത പെൺകുട്ടിയാണ്. ഇന്ന് കാണുന്ന ഓരോ വ്യക്തികൾക്കും ഓരോ ഇതിലും ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു.
എൻ്റെ ബ്രദേഴ്സിന് ഗ്രാറ്റിറ്റ്യൂഡ് അറിയുന്നു. എൻ്റെ എൽഡർ ബ്രദർ വൺ ആൻഡ് ഓൾ മൈ സപ്പോർട്ടാണ്. കാരണം എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം ഓരോ ഇതിലും നമ്മൾ നന്ദി പറയാം. നമ്മളൊന്ന് മാറിക്കഴിഞ്ഞാല് എപ്പോഴും ഗൈഡ് പറഞ്ഞതുപോലെ നമ്മളൊന്ന് മാറിക്കഴിഞ്ഞാല് ചുറ്റുള്ള ആൾക്കാർ മാറാൻ തുടങ്ങും. ഐ റിയലി എക്സ്പീരിയൻസ് ഉണ്ടായി. കാരണം ഇന്ന് ഞാന് ഗൈഡ് പറഞ്ഞ പോലെ നിങ്ങളാണ് നിങ്ങളെ ഗൈഡ്. അപ്പൊ ഞാൻ ഇന്ന് ഒരുപാട് പെൺകുട്ടികളെ ഗൈഡ് ആയി. ഞാൻ ഒരുപാട് പെൺകുട്ടികൾക്ക് ഓരോ ലൈഫ് എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞു കൊടുക്കും. അതായത് നമ്മൾ വെക്കുന്ന ടൂൾസിലാണ് മെയിൻ ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത്. അതുകൊണ്ട് എനിക്ക് ഇത്രയും ടീം മെമ്പേഴ്സോട് പറയാനും ടൂളിൽ വർക്ക് ചെയ്യാ, ലൈഫ് ഹാപ്പിയാ. താങ്ക് യു. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. സോ നെക്സ്റ്റ് ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ഇനി ആർക്കും ഷെയർ ചെയ്യാനില്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സോ ലാസ്റ്റ് ഫൈനൽ ചാൻസ് കൂടിയാണ്. ഇവിടെ ഒരുപാട് പേര് ഞാൻ ഇങ്ങനെ കാണുന്നുണ്ട്, ഇങ്ങനെ സംസാരിക്കാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു നിൽക്കുന്നു. അപ്പൊ ഞാൻ പേരെടുത്ത് വിളിക്കുന്നില്ല. അപ്പൊ ഫൈനലായിട്ട് ആർക്കെങ്കിലും ഇനി റിഗ്രറ്റ് ആവരുത്, സംസാരിക്കാൻ പറ്റില്ലാലോ എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഞാൻ അൺമ്യൂട്ട് ചെയ്യുന്നുണ്ട് അനീസ മാം. വെയിറ്റ്. Can I start, ma'am? യാ മാം, പറഞ്ഞോളൂ. ഐ തിങ്ക് ആള് പോയിട്ടുണ്ട്. മേ ബി നെറ്റ്വർക്ക് എറർ ആവാം. ഇനി വേറെ ആരെങ്കിലും? എനിവൺ എൽസ്? ഓക്കെ, സോ ഇനി ആർക്കെങ്കിലും ഒന്നും പറയാനില്ല എന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്നാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സോ ലാസ്റ്റ് അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്കിലേക്കുള്ള ഗൈഡ് ടോക്കിലേക്ക് എല്ലാവർക്കും ഒരു ചാലഞ്ച് ഒക്കെ തന്നിട്ടാണ് ഗൈഡ് പോയിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യാം, എല്ലാവരും ആ ചാലഞ്ച് ഒക്കെ ചെയ്ത് നെക്സ്റ്റ് വീക്കിലേക്ക് പ്രിപ്പയർ ചെയ്ത് വരാന്നുള്ളതാണ്. സോ ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പൊ എല്ലാവരും നെക്സ്റ്റ് ഇയർ, ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് നിങ്ങൾ എല്ലാവരും പോലെ തന്നെ. അപ്പൊ എന്താ നെക്സ്റ്റ് വീക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ചാലഞ്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ട് വരാം. ആൻഡ് താങ്ക് യു വൺസ് അഗെയിൻ. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി